സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം മറ്റുള്ളവരെ സേവിക്കുന്നതിൽ സ്വയം നഷ്ടപ്പെടുത്തുക എന്നതാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. സേവനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ 13 വർഷം പിന്നിടുകയാണ് ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന ഒരുപറ്റം മനുഷ്യരുടെയും എന്നും താങ്ങി നിർത്തുന്ന സ്വർണ്ണ ചിറകുകളും ഹൃദയവുമുള്ള ഗാർഡിയൻ ഏഞ്ചൽ മാലാഖമാരുടെയും ഒത്തുകൂടലാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ, അതിലേറെ സന്തോഷത്തോടുകൂടെ ഏവരെയും ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയറിൻ്റെ 13ാമത് ആനുവൽ ഡേ സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിത്ത് ഇമൻസ് പ്ലഷർ, I welcome each one of you to the 13th annual day celebration of Guardian Angel Home Care. ഏതൊരു ശുഭാരംഭത്തിനും പ്രാർത്ഥന അനിവാര്യമാണ്. ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയറിലെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഷീബ മാഡം എഴുതിയ ഈ പ്രാർത്ഥനയോടുകൂടിയാണ്. Kindly request everyone to rise for the prayer. നിൻ സന്നിധി ഞാൻ വരുന്നു, അലിവോടെ ശുശ്രൂഷ ചെയ്യാൻ നിന്നാത്മാവിനാൽ നിറയ്ക്കൂ. അലിവോടെ ശുശ്രൂഷ ചെയ്യാൻ നിന്നാത്മാവിനാൽ നിറയ്ക്കൂ. നിൻ സന്നിധി ഞാൻ വരുന്നു. രോഗിയിൽ നിൻ മുഖം ദർശിക്കുവാൻ, അപരന്റെ വേദന ഒപ്പിടുവാൻ, രോഗിയിൽ ദർശിക്കുവാൻ, അപരന്റെ വേദന ഒപ്പിടുവാൻ, നല്ലൊരു സമരിയനായിടാനും ഹൃദയത്തിൽ കരുണ നിറയ്ക്കണമേ. നല്ലൊരു സമരിയനായിടാനും ഹൃദയത്തിൽ കരുണ നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രത്യേക ശുശ്രൂഷയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മനുഷ്യ സേവനത്തിനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരമായി ഈ ജോലിയെ കാണുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പക്കൽ അണയുന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടി സേവനമനുഷ്ഠിക്കുവാനും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ വഴി അങ്ങയുടെ മുൻപിൽ കുറ്റക്കാരായി തീരാൻ ഞങ്ങളെ അനുവദിക്കരുതേ. എല്ലായ്പ്പോഴും അങ്ങേക്ക് പ്രീതികരമായ വിധം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയറിൻ്റെ ആനുവൽ ഡേ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. പമേല മാം, ടോം സാർ, ഷീബ മാം, വർഗീസ് ജോർജ് സാർ, തോമസ് സർ, സിജു സർ. Kindly request all of you to join us on the stage and light the lamp to officially kick off today's event.
Thank you, everyone. Now I welcome Mr. Tom George, Managing Director, Guardian Angel Home Care, for the welcome address. Respected dignitaries, dear friends, colleagues, and members of the Guardian Angel family. At the outset, let me bow my head in gratitude to God Almighty for the trust that He has reposed on us and guiding us all the way. Without His blessings, we wouldn't have been standing here. It fills me with immense joy and gratitude to welcome you all to the 13th Annual Day celebrations of Guardian Angel Home Care and the 4th Annual Day celebrations of Guardian Angel Institute of Caregiving. For us, at Guardian Angel, annual days are not just events. They are rare occasions when we pause to celebrate the fruits of our past year's labor. They are a time to acknowledge the exceptional contributions of our team members and to encourage each one of us to aspire for greater heights in the service of families who place their trust on us. We are privileged to be joined by distinguished personalities today. In her absence, let me first welcome Srimati Uma Thomas, who would be joining us, Honorable MLA Trikakara, who will be joining us in a little while. Ms. Pamela Anna Matthews, Chairperson and Managing Director of OEN India, has kindly agreed to be with us, and she has been here even before time. Thank you so much, ma'am, for coming in. I extend a warm welcome to you on behalf of the entire Guardian Angel family. Dr. Siju Thodapalli, corporate mentor and author, who will also be guiding us through an inspiration session a little later. Thank you, sir, for coming in. We have other dignitaries who would be actually leading the panel discussions. Mr. Joseph Alex, Dr. Bobby Sara, Dr. Arun, Dr. Shobhana Lakshmi, and other people have also joined in. We will be shortly joined by Mr. Rajagopal, who has been a past client of us. He will also be participating in the panel discussions. Welcome to you all, sirs. I also extend a warm welcome to my colleagues in leadership. Ms. Sheba Tom, Managing Director, Guardian Angel Institute of Caregiving. Mr. Verghese George and Mr. Thomas, both directors of the individual organizations, Guardian Angel Home Care and Guardian Angel Institute of Caregiving. To our advisors, shareholders, and mentors who have taken their time to be here, thank you all. I wouldn't want to name individuals. There are more people coming in, and I don't want to be missing out anybody in the audience too. So thank you so much for taking time to come here and join us in our celebrations. Your hearty welcome from all of us of Guardian Angel family. We are equally privileged to have among us past district governors. They are yet to come in, they will be joining in. Governors of Lions Club, Lions Club President, Cochin great Lion Moli Sabu would be joining us. President of Lions Club of Cochin Greater. Past presidents would be joining, and all my fellow members of Lions Club, they have agreed to join. Not all of them, but even then there'll be few of them coming in. I also extend my heartfelt gratitude to individuals who have come in from
Cochin Cosmos Rotarian. I'm also a Rotarian that way. So they are also coming in. Current president and past presidents are joining in, and other dignitaries are joining in. I also welcome fellow BNI members. I'd be failing in my duty if I don't mention the name of Vincent, who is our company secretary, representing SVJS. Thank you, sir, for joining in. There are other distinguished guests. Girija ma'am is there. There are many other dignitaries who we are expecting. Mohanan sir, I see you there. He is our advisor. Thank you all for joining in. Let me also acknowledge those joining us virtually, our shareholders, clients, and well-wishers watching this celebration live on YouTube. And finally, to our staff and management teams, whether present here or on duty at patient side, this day belongs to you. Many of you could not be here because of your commitment to our clients. And to you, I extend a very special word of gratitude. Can I have the slides, please? My duty here is not just the welcome. I'm also expected to deliver the presidential address too. So let me get into that act. Looking back with gratitude. Friends, when we look back, this journey is humbling. From just 8 people in 2012, Guardian Angel has grown into an organization of over 350 trained professionals, serving more than 200 patients every day and completing nearly 6,000 visits a month. From a small office in Kochi, we have spread to Kottayam, Kozhikode, Todupuzha, Tiruvalla, and Kochi still happens to be our main center. We have our branch office and the corporate office in Kochi. We have also built Guardian Angel Institute of Caregiving, ensuring that the future of caregiving in Kerala is rooted in professionalism, dignity, and compassion. We've had some milestones and recognitions along the way. Our journey has been marked with pioneering firsts. We are Kerala's first professional home healthcare organization, South India's first quality accredited home healthcare organization, the first home healthcare participant in the Stanford Seed Transformation Program. There are going to be few people who have been my cohort colleagues who will also be joining today. And we have also been the first in South India to implement Alaya Care, bringing transparency and technology into care. Alaya Care is one of the best software for home care management. And we've implemented Alaya Care. First phase has been completed last year. And we are in the process of completing the second phase of implementation. The past year has been especially meaningful. We received few recognitions too. So before I get into it, let me just take you through some of these aspects I've already mentioned. 12 years, in fact, this is the 13th year, 3,500 plus patients we have cared for so far, and 200 plus lives we touch daily. We have 4 branches and 1 satellite center. This is our growth in terms of the employee staff strength. You can notice a significant struggle that we had during the COVID times. Similar is in terms of the number of visits that we make every month. This year, we have opened this
last financial year, 2024-25, we have opened a new branch in Thodupuzha. We also completed our first phase of HomeCare implementation. This financial year, that is the running financial year, we intend to complete the second phase of HomeCare implementation. We received Asianet Healthcare Award as a special recognition for contributions to the caregiving sector. We received Hospex QAI Quality Culture Award 2025 for home healthcare sector. We also received affiliation under State Council for GAIC Caregiver Training Program. These are some of the affiliations and accreditations that we have. This is the Thodupuzha branch inauguration. It was inaugurated by the local MLA and past minister, Mr. P.J. Joseph. This is a special recognition that we received from Asianet News. This is a picture of the Hospex QAI Culture of Quality Award that we received recently. I'm proud to say that this 26th, that is September 26th, we signed a MOU with headquarters Karnataka and Kerala sub-area, which is the Army's unit that handles entire South India, Karnataka and Kerala. I signed an MOU with General Officer Commanding Major General VT Matthew, for providing, we are an empaneled home healthcare service provider for the defense forces. So to that extent, we would be actually allowed to serve soldiers, veterans, and families with dignity and compassion. We are an empaneled service provider. That means Army is endorsing our quality culture and our services. So we already are supporting very many veterans. We have supported very senior, loved ones of very senior defense personnel who are based in naval base Cochin, and we continue to do that. At this point, I think we have about 3 or 4 defense personnel under our care. At any point, that is how it is. We also, as a gratitude to their service, we offer them a special rate too. That's how the arranged MOU is. So let me continue. That was just a presentation bit. So, see, beyond awards and recognition, the true heart of Guardian Angel lies in its people. Our caregivers, nurses, coordinators, and staff, trained, insured, police verified, medically screened, and are the face of our promise. They are the ones who carry our mission into homes every day, and every bit of trust we have earned belongs to them. Looking forward, our direction is clear: to strengthen our branches and deepen our community impact, to expand caregiver training in Kerala through Guardian Angel Institute of Caregiving, to advance digital transformation with HomeCare, CRM, and automation that we are actually trying to do during this phase 2. We are more or less completed. I mean, just to give you a sense of what we are able to accomplish through this. It's not only the best practices around the world that we are, embracing. It gives transparency. There is clear privacy and confidentiality maintained of the clients. At the same time, they are able to reach out to us and they are able to view what is being done by our caregivers. So it's online. They can actually see what has been done yesterday, who is there today, what are the
person expected to do all of that, and they have a clear communication mechanism possible through their mobile applications directly to our care coordinators or caregivers. That's what we are implementing. That we have already during the phase 1 is we have been taking about, it's not easy to identify and confirm each visit that hundreds of people make every day. So it is 200 visits, maybe, some places they would have said, okay, hold on for today, all of that. So it has to be confirmed by individuals who are supervising them, and then that has to be translated into a mechanism of invoicing at the end of the month. So the earlier we complete the invoicing, the better it is, because we can actually get the receivables faster. Now, we used to take at least about 7 days to complete, and if not more, because first 5 days we'll go in for the initial thrust to get maximum money into our bank account so that we are able to pay the salaries in time. Now that would happen, and then the next thing will be sending them emails, and then the same people will be following up with the clients. So they will not be able to focus on invoicing further. So they will do that little later. Sometimes it so happens that our invoices would have gone by 15th of the month. So, and clients would pay immediately, but even then we have not, unless we raise the invoices, how will they pay? At this point, from last 2 months, we are able to raise our invoices by the first day of the month by 2 o'clock. That is, on the first day itself, we are able to complete our entire invoicing. This is a major achievement, though the software doesn't come in that cheap. It is definitely expensive, but then the efficiency that it is bringing in on this one count alone really benefits the organization a lot. We are actually automating entire claim processes for travel. All of that is happening right now. Payroll is being automated now. All of that would enable us to become more efficient, so that with lesser staff, or the staff that we have currently, we should be able to cater to at least double or 3 times the volumes that we do. That's the intent, and that's when we probably will gain benefit of this implementation completely. I think I've taken more time on this particular thing. I thought the dignitaries out here would be interested in knowing what this Alaya Care is about. We also intend this year to expand or even increase our portfolio of services so that we are able to provide comprehensive solutions to individuals who approach us. As we celebrate today, let us also recognize those who made this possible. I want to thank our guests, clients, industry professionals, entrepreneurial friends who have supported and encouraged us. I thank shareholders, many of whom are friends and family, who invested their hard-earned money not for returns, but because they believed in this dream. I thank our team members, both here and in patient homes, for carrying our mission with dedication. Above all, I thank God Almighty once again and seek His blessings for the year ahead, a year of growth, more satisfied clients, more empowered staff, and more families benefiting from the work we do together. Together, we have shown that home care is not just a service, but a movement of compassion, quality, and hope. Thank you and welcome once again. വർഷത്തിലൊരിക്കലാണ് ഇത്തരമൊരു ഒത്തുകൂടൽ ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയറിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളെ ഇവിടെ എത്തിക്കാൻ നാം ശ്രമിക്കാറുണ്ട്. എന്നിട്ടും എന്തെങ്കിലും അസൗകര്യങ്ങൾ മൂലം ഇവിടെ എത്തിച്ചേരാനാകാത്തവർ പല വഴിയായി അവരുടെ ആശംസകളും അപ്രിസിയേഷൻസും ടെസ്റ്റിമോണിയൽസും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട 2 ക്ലയൻസ് അയച്ച ടെസ്റ്റിമോണിയൽ വീഡിയോകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓവർ ടു ദ സ്ക്രീൻ പ്ലീസ്.
I extend my warmest congratulations to the Guardian Angel team on completing 13 years of incredible service this year on October 2nd. I have had the pleasure of associating myself with this team this year, and I am truly impressed with the extraordinary care they have provided to my mom, who has been battling COVID but is leading a normal life now. May this year mark a new beginning of continued growth, compassion and dedication to continuing care for those who are in need. I wish the management and staff of Guardian Angel team great success in their mission. Thank you. Hi, we have been availing the services of Guardian Angel Home Care since almost 1.5 years now for my mother, who had been suffering from various kinds of age-related ailments. She is a lot better thanks to their care, and but we continue availing their services. I can vouch for the fact that the management is exceptional in addressing any grievances during this period of time, as well as acting swiftly when related to care-related issues. And the staff mostly have been amazing as well. Their holistic care has enabled my mom to lead a very active life now, and as much as she can. And I wish with all my heart that Guardian Angel grows in stature, providing exceptional services to the community in Kerala as well as in other parts of India. And I wish them the very best on their 13th anniversary. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ പമേല മാം ആണ്. ഷീ ഈസ് കറൻ്റ്ലി ദ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് OEN India Limited. We have been fortunate enough to care for her husband, late Mr. P. George Verghese, former director of OEN India Limited. ഏറ്റവും സ്നേഹത്തോടെ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ പമേല മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you very much for the very warm welcome. But I must say that I would start with an apology, because when Tom called me, it so happened that today is a day I am off from work. So I told him that I am expecting a very good friend of mine to visit me, to spend time with me today and tomorrow. Today she arrives, so earlier the program is scheduled. It will be better for me, otherwise I may not be able to come. Thank you very much, Tom, for accommodating me as far as my timing is concerned, because I believe that morning hours are the very best productive hours. So I have been trained all my life to be up and about early hours of the morning so that you are more productive, you can contribute much more. So this is probably a reflection of that as well. I also say that I have not put my mobile phone on silent mode, basically because I'm expecting that call from my friend. Okay. With these words, I must say that care is something which I realized in my personal life from the year 2006. That was when my sister was diagnosed of lung cancer and she had to be treated. The doctors said that her life is limited to 5, maximum 6 months. But God gave us an extension of another 5 months, so she lived for almost 11.5 months after diagnosis. At that time, we were not very familiar with all these caregiving
which is rendered out. But at that time, we also didn't want that kind of care because mostly it was radiation or chemotherapy at the hospital, so we had the hospital care. But every time my sister was helped to use the toilets, she had breathlessness, so I used to help her out, sit on the WC, and for her to get up from the WC was a big effort. And every time I used to help her, she would hug me and kiss me. So that is the expression each patient would have in their minds, although they may not be able to show that to people who care for them. Because it so happened that I was her sister, so she hugged and kissed me. But remember that care is something, and satisfaction or pleasure or help that is received is also always expressed in many forms by people, maybe silently. So many times maybe those caregivers would feel that patients have not acknowledged, but this is another way of acknowledging it. They would feel that in their mind. The second phase of my caregiving exposure was for my mother. She had dementia. She was a very healthy person. She had no ailments whatsoever, but only dementia. So she used to always blame the people at home. At that time, I had not engaged an external person. So she used to say that, typically, for example, we had this situation where my homemaid she would complain about my homemaid, saying that she hadn't given the breakfast or something to drink. That is the complaint she had. But then the maid would come up and say that I had served mommy breakfast or food, something to eat, drink as well. So this is something I realized that she had forgotten that what serving she was given by the homemaid. So homemaid was always tensed up because she was serving a patient or a person who was never satisfied. The same thing happened when I had, engaged 2 nurses to look after her around the clock. I felt, she was always complaining. So this is something which you probably would observe in dementia cases, that, they're always forgetful of something, and then that is how you deal with them. So then what happened is I found that she was not dealt with by those nurses with care and patience. So I had to literally put cameras all around the place, including her toilet. So a lot of people said, look, you're putting a camera in your mother's toilet? I said, yes. My mother is 84, so it doesn't bother me, or it doesn't bother her that, I have put a camera in the toilet. Basically because when I was traveling, I felt comfortable looking at her any time of the day, where she was and how she was cared for by people. So care is something which is most important. And lastly, of late, the last 2 years, that is when I was engaged with Guardian Angel, and that's how many a time I called up Tom, because there it was a slightly different approach. My husband was healthy, but he had a little bit of ailments. He had a mobility issue, he had a gallbladder control issue, he had a little bit of Parkinsonism,
So it's a combination of things which he had. So here was a case where he did not appreciate change of caregiving. So too many people changing from, say, like one person engaged for a month, another person maybe for 2 weeks, another person for maybe 2 months or 3 weeks. That was making him uncomfortable because that was showing up in his reactions to many things. And obviously, wife gets all the blame, right? So then I had to call up Tom and say that please give me people, the same people, even if they go on a holiday, I will manage the time when they are going on a holiday, but please give me the same people. Because here is an instance where you are taking on to care for people associated closely physically and mentally. Because here was a person, my husband, who was always, mindful of watching and be aware of what is happening around. So he used to watch political issues being discussed and other issues which are, around the world. So he was looking forward to a person who could always, help him log on to the particular program and possibly. And there, of course, it is an expectation, but I'm not too sure whether any care agency would be able to. Mentally, how do you stimulate or help, a patient so that, you are able to satisfy that person? That is also a learning which, I got by engaging myself, looking after my husband along with guardian angel care. So basically, care, the letter C, is very challenging. Challenging in the sense that you are dealing with different scenarios at different point of time. So I'm pretty sure the institute which you have is training people, but mostly I find that, youngsters have this aspiration mostly to go abroad. So their aim is only to get trained to go abroad. Maybe you get a salary which is much more, but increasingly it is always better, that is what I feel, always better to serve your own country, because you are recognized as a citizen of this country. Look at the different tariffs which is being now enforced on India by United States of America. They're trying to protect their citizens. So you are an Indian is only a second-class citizen. That is applicable anywhere in any other part of the countries which you are being employed. Remuneration may be high, but make sure you remember this aspect. So even if you get employed, you should come back. Those people who are there should come back to serve in your own country where citizens require your assistance, and you will be recognized as the citizen of India. So the second letter to care is A. That is what is affecting people who take care of the patient and also those patients who are subject to the care. It affects both. So that is something which has to be synchronized. And I'm pretty sure the Institute, gives care for that, but that is a very major aspect of caregiving.
how it affects both parties and how there could be some kind of a synergy in there. The third letter is R. Care, of course, bring in relationship. Relationship which are maybe a little bit not very pleasant sometimes, but pleasant later because you overcome an unpleasant situation. You are trained, the nurses are, caregivers are trained to overcome the unpleasantness by sort of ensuring that there is more of patience in you, a patience in your mind, patience in your action, so that you are able to, build in that relationship. Because all said and done, when a caregiver is with the patient, it is like a 24-hour duty. And a relationship which is there 24 hours. Even with a husband and wife, there is no 24-hour connection. But here is a physical, closeness. You sitting together, you're helping together, you're helping the patient eat or administer medicine. All that is there. So relationship is a very, very critical aspect in the word care, R. Now, what does E stands for? E stands for, according to me, the attitude. The attitude of the caregiver, the attitude even of the patient or the families of the patients. There are people who would complain of, okay, the caregiver has not done this, has not, or maybe the agency, they would call up the agency and say that. And there is also supervisors who come, and I have myself said what is that is lacking. So that is an expectation of, how the attitude of both parties, those who give the care and those who receive care, has to be administered. Because when we do that in work relationship, when we have the same situation. Because you have multitude of people who are taking care of many different types of people. So you have to handle them differently. So that is associated with attitude. What is your attitude? How would you, you might think, let me now not precipitate certain issues, right? It's also related to patience. So here is a case where, for 13 years, Guardian Angel, I congratulate Tom and his team for the excellent performance they have rendered. It always says that when you plant a bamboo tree, it doesn't show up, or for that matter, even any plant, it doesn't show up immediately. What happens is the roots are embedded, made strength. The plant is strengthened by the roots. So that is, comes. And as the bamboo grows bigger, you will find that initially it will be a stunted growth. It will not rise, or maybe stays maybe 7 years or 2 years or 3 years, whatever it may be, depending on the plant. I'm talking about the bamboo. And if you were to look at bamboo, it shoots up after a period of 7, 9, 10 years. Suddenly, it will shoot up. The bamboo shoots will come up very, very quickly, suddenly, with a matter of maybe a year. So, 13 years of Guardian Angel caregiving was only possibly enrooting or fixing the roots.
strong enough for your scalable and stellar growth. And I would like to say, wish Guardian Angel the very best in the coming years to achieve the purposes for which it has been laid. And that purpose, I believe, goes through a bit of pain. But although that purpose goes through a part of the pain session, it gives pleasure finally to a lot of people, those people who serve and those people who have enjoyed the service. And I take this opportunity to wish Tom and his team the very best in your future growth. And I hope that as I grow older, maybe I will still need your assistance. Thank you very much. Thank you, ma'am. Could you kindly stay on the stage for a few minutes to present a few awards? Sorry about it, that I also told Tom that I would leave earlier because of the expectation of my friend. പല ഭാഗങ്ങളായി തിരിച്ചാണ് ഈ തവണ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. Now we'll be announcing the Skill Mastery Awards of the year. Skill Mastery Awards, Caregiving. Caregiving is not just about care or compassion. It's also about the skill with which one delivers care. അത്രയും പ്രിസിഷനോടെ, ആത്മവിശ്വാസത്തോടെ, അണ്ടർസ്റ്റാൻഡിങ്ങോടെ ചെയ്യേണ്ട ഒന്നാണ് കെയർ ഗിവിംഗ്. We strive to deliver care with gold standards in quality, and this is awarded to the person who delivers quality care with skill. On to the awards, we have the nominees on the screen. The nominees are Sanal V.S., Remisa M., and Manudas P.S. And the award goes to Sanal V.S. ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നഴ്സസ്. At Guardian Angel, they are the backbone of compassionate and quality health care. The Skill Mastery Award is given to the nurses whose advanced nursing capabilities and commitment to best practices have made a significant impact on both patient outcomes and team standards. We have 2 awards in this category. One is Skill Mastery Awards A&M and Skill Mastery Award Staff Nurse. First, we have the Skill Mastery Award for Auxiliary Nurse, and the award goes to Shivakumari R. The Skill Mastery Award for Staff Nurse, and the award goes to Ashna Thomas.
Tom George to hand over the memento to Pamela, ma'am. Thank you, ma'am, for your... Thank you, ma'am, for your valuable presence. Thank you. Now, I invite Mr. Thomas sir, Director, Guardian Angel Institute of Caregiving, to address the gathering. Good morning. Mrs. Pamela Matthew, Dr. Siju, other members, invited guests, and the family of Guardian Angels. 2 minutes, technical problem. First of all, I'm very glad to address this group. Guardian Angels Institute of Caregiving has been started with a vision and an aim to produce caregivers who are not only clinically empowered, but also, as Mrs. Pamela said, have the correct attitude and have the correct soft skills, soft skills that are required for this kind of job. It's a skill that requires a lot of, compassion and understanding and counseling. It's a high stress job, very highly stressed, not only for the patient, but also for the caregiver. They're going into a new situation, a new person. So the experience and the curriculum has been developed by Tom and Shiba ma'am based on their experience as a requirement for what makes a successful caregiver. It's not only the ability to take pressure or sugar reading or how to hold a patient and sit in a chair, but also how to smile, how to talk to a patient, how to look after a patient. So what is required is what we are also trying to impart. Not only the clinical aspects, but also the soft skills. That is what makes a success. Not only for Guardian Angels HomeCare, where they will be, but also in their future with other organizations. So let's take a look at the journey so far and what is in the future. The foundation, 4 years ago, on August 2nd, the company was incorporated, and based on what was required in the industry and based on guidelines of, say, the NSDC or Skill Kerala or Skill India, a curriculum was developed. Guardian Angels Institute is the first institute that is dedicated caregiving training institute. Started out in Cochin. We have expert faculty. Some of our faculty are here. Doctors, nurses, senior nurses, physiotherapists, counselors. Like I said, counselors very important in this caregiving, where they actually look at how you can talk with patients and the soft skills part. We have state-of-the-art facilities. Our labs are much better than what is required for an NSDC level 4 classrooms with smart room and smart classrooms, smart TVs, etc. We have currently a team of 9 people. The biggest team is in Cochin, and we have another team in Kottayam. How do we set standards of excellence? It's very easy to just talk about quality and
how we can improve it and all that. But it's really based on experience. Like I said, it's industry driven. Tom and Sheba have been in this industry. They were providing the training in-house before they started the institute. They know what is required. You cannot give a caregiving training online. Many of our competitors are doing caregiving training online. You can't take a pressure, or you can't teach them how to hold a person. You cannot teach them how to talk to a person. All this is a rigorous curriculum that meets industry standards, not only from a regulatory point, but also from a practical point of view. Our qualities are comparable to the best in the industry. When Tom started HomeCare, he did not take anything from India. He looked at something out of the US. How do they do that? And he brought it into what we do here. Our special focus is on hands-on training. Without the hands-on training, it will be impossible for us to deliver the kind of care that we need. We have 3 basic courses that we currently do. One is the oldest course we have is the Caregiver Training Program, which is 105 hours of classroom training, followed by an optional 3-month on-the-job training. This has been our longest running course. We also have a specialized course for maternal and child nursing, exclusively for ladies. The caregivers are only ladies in this job. It's a 70-hour training. What is different from other trainings in this is that we also incorporate Ayurvedic training, massages and all for the baby as well as for the mother. Last month, in July we got accredited by STED for our diploma in caregiving course, which is a 6 months or 1,281 hours. This is a 23-day classroom training program with on-the-job training of about 5 months. So initially we start off with the classroom, we go into the homes, and then we come back for the final session. This is STED affiliated, and many of our students required something that they need. As Pamela ma'am said, many of them are looking to go outside, and STED gives them an opportunity because embassies attest our certification. A snapshot of the last 4 years, 4,000 plus trained staff that have gone through our program. Our staff find work not only in India. We have 6 MOUs with different organizations in India that we are unable to provide many people to because there's such a huge demand within home care itself. But others have got a few of our graduates. Our graduates work in Malta, UK, Canada. The Middle East is a huge market for our caregivers, and others have gone on to different parts of India. Our graduates, while we require only a 10th pass, our students are 12th, A&M, degree holders, and other kinds of students. We have almost equal number of men and women who come in for things. We have also got students who are actually working as caregivers with no certification. From the Middle East especially, they come back, do the certification and go back to work because they find it useful for them. We've done over 360 different batches. The program that started in the beginning of August, which is the diploma, we are having the 3rd batch right now. We start batches at different times, so we don't need to really wait for 6 months, but we can start. Internal training programs, GAHC, when they take lateral hiring, requires them to come up to the standards of GAHC, and we have done 174 batches of that training. It is a 7-day program of which 5 days is done at the institute. And like Ms. Pamela said,
that's where we also focus on soft skills and attitude. Global crisis and an opportunity for GAIC. By 2050, it's estimated that by WHO and the United Nations population, that the number of people over 60 will be 2.1 billion. In India alone, at the same time, it is expected to have 280 million people, 60 and above. A good number of them would require caregiving. The market value, from which was about 50,000 crores in 2020, is expected to grow to 1.74 lakh crores by the year in the next 2 years. This is a huge requirement of caregivers. Much like India is known for our, and especially Kerala is known for our nurses, I hope that one day graduates of GAIC will be known for their quality and for their education and be able to move in the same way overseas and both in India. Japan and Israel are actively recruiting people. We have got organizations, government organizations from both, who are trying to recruit people. We do not recruit or we do not place people overseas because that's not part of our mandate. What is the future academic partnerships that we are looking at? In order to stay relevant and to meet changing requirements, we are looking at different partnerships across the board. We're looking at Sri Narayana Guru Open University. In the last academic year and in this academic year, the syndicate has approved our course. Unfortunately, after the syndicate has approved, nothing further has been done, and we hope someday that a course that we can offer for the university. The university is an open university and they're having problems with providing offline courses, and that is one of the major problems that we are facing when tying up with them. Additional skill acquisition program, ASAP Kerala, we've sent our curriculum, we've sent them everything that we do, and we are in the process of getting our courses affiliated as well as the centers affiliated to ASAP Kerala. We've already done that with STED. The American Heart Association, we've got a trainer who's been certified by American Heart Association, and we will soon be providing BLS and ACLS courses, not only to caregivers but also to hospitals and other institutions and organizations that need basic life support. So teaching you how to do CPR, etc. in the office environment, and it's a requirement for hospitals. We are in talks with an organization in the UK, which is an NCFE affiliated organization, where we will be providing their certificate course entirely in Kerala by Guardian Angels. So we will be providing the services, we will be providing the teaching, the quality will be looked after by our organization, which we are in discussion with, and the certificate will be issued by NCFE. What is our vision in the next 5 years? High caliber pipeline. Not only are we going to look at producing caregivers, but high caliber caregiver. We see companies, in the engineering field, you might say an IIT. So we have aspirations to be like an IIT in the caregiving industry. Secure recognition as a university affiliated program. We are talking to 2 universities, one in the UK through our associated partner in the UK, and of course Sri Narayana Guru University.
achieve international accreditation for our program so that our graduates get jobs there. So that is looking forward and making an impactful organization. It's not all hunky-dory for us. There are lots of problems that we are facing. The biggest is the perception. Students, we've got very few students. We've got batches that run very few students at each batch. Sometimes we get a full batch, sometimes we get very few. You know, our Kerala parents, they want us to be engineers or doctors or chartered accountants, nurses, if you want to go overseas. This is not a glamorous job. Working in the homes of other people, working with people is not a glamorous job. But this is a job that is required. You cannot outsource this kind of a job. People have to travel overseas if they want to do that. And this is a field that is growing. With 280 million people, imagine the number of people that will need care. Even if it is just 20% of that, that many caregivers is what's required in India alone. 2.5 billion people world over, say 20% of that, that's a huge number. That many people we need. Expansion, enrollment. We have students coming in from West Bengal, Bombay, Andhra Pradesh, Tamil Nadu. All these people come, but we have only a handful of them. We have dedicated English batches, which we do for these people, because the rest of the batches are in Malayalam, and we need to increase the number of things, and we need to look at how we can do that. Financial is always a problem for any growing organization. That's something we need to address as well, and hopefully we'll get that in order. What is our competition? Unregulated market entrance. Many of the people who come to us ask, can you give us a certificate? We are unable to come to class, but we'll pay the money. Can you give us the certificate? All they are interested is in the certificate because they are interested. We cannot do that. We have a certain moral right and what we need to do, and anyone who comes out of GAIC need to meet a certain level. And, you know, online courses that are, you know, how can you take pressure online? How can you take a sugar reading online? That's impossible. But they all get their certificate from there and they go overseas, and I don't know what they do. But students require only a certificate. Most of them are not interested in looking at what is there. Many people who are going for their MBAs or say engineering overseas end up at not so great universities, and they end up doing caregiving. So I get calls from Canada. Do you have an online course, or can you give me a certificate? I'll pay the fees. So that's not something that we can do. Okay. So I'm out of time. Thank you. And help us shaping the future of care. ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയറിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണ്. എംപ്ലോയി പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യാൻ എബിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയറിൻ്റെ 13ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും അതോടൊപ്പം ജീവനക്കാരുടെ പ്രതിനിധിയായി സംസാരിക്കാൻ സാധിക്കുന്നതും ഞാൻ അംഗീകാരമായി കരുതുന്നു. കെയർ ഗിവിംഗ് എന്ന ഒരു തൊഴിൽ മേഖല തന്നെ തികച്ചും ഉത്തരവാദിത്വം നിറഞ്ഞതും എന്നാൽ അതിലുപരി സഹജീവികളുടെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന ജോലി ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു സേവനം കൂടിയാണ്. രോഗികൾക്കും മുതിർന്നവർക്കും സഹായവും
പരിഗണനയും നൽകുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിൽ ആശ്വാസവും അതിലുപരി ആത്മവിശ്വാസവും നൽകുന്നു. ഒരു രോഗിയുടെ കണ്ണിൽ നിന്നും നന്ദി നിറഞ്ഞ നോട്ടവും നല്ല വാക്കുകളും അനുഗ്രഹവും ആ കുടുംബത്തിലെ ആശ്വാസവും അതാണ് രോഗി ശുശ്രൂഷ മറ്റു തൊഴിൽ മേഖലയിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. പണം കൊണ്ടോ സ്ഥാനമാനം കൊണ്ടോ അളക്കാനാവാത്ത മനുഷ്യസ്നേഹത്തിന് മഹത്തായ ദൗത്യമാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സമൂഹം നമ്മെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് വിളിക്കുന്നത്. ഗാർഡിയൻ ഏഞ്ചൽ എന്ന സ്ഥാപനം ആരംഭിച്ചത് മുതൽ ആവശ്യമായ സമയത്ത് ആവശ്യമായ പരിചരണവും ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ രീതിയിൽ നൽകുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്നതിനേക്കാൾ ഒരു സെക്കൻഡ് ഹോം എന്ന നിലയിലാണ് ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ നമുക്ക്. ജീവനക്കാരെ കുടുംബമായി കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന മാനേജ്മെൻറ്റാണ് നമ്മൾക്കുള്ളത്. തുടർച്ചയായ പരിശീലനവും നൂതനവും രോഗിപരിചരണ രംഗത്ത് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക നിലവാരമുള്ള സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗവും കെയർ ഗിവർ എന്ന നിലയിൽ ഞങ്ങളെ മികച്ചിൽ നിന്നും കൂടുതൽ മികച്ചവരാക്കുകയാണ്. ഇന്ന് ഈ 13ാം വാർഷിക ദിനത്തിൽ എൻ്റെ സഹപ്രവർത്തകരായി എനിക്ക് മുമ്പേ നടന്ന് വഴികാട്ടിയവർക്കും എൻ്റെ കൂടെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുമായ ഏവർക്കും ഈ ദിനം നമ്മുടെ കർത്തവ്യബോധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറട്ടെ. അതോടൊപ്പം നമ്മളെ വിശ്വസിക്കുകയും പരിചരണത്തിനായി അവസരം നൽകുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ക്ലയൻറ്റിനും ഓർഗനൈസേഷൻ്റെ നന്ദി അർപ്പിക്കുന്നു. വിഷ് യു ഓൾ ദ 30th anniversary day and I am proud to be a caregiver. Thank you. Next, we have a panel discussion on the topic, the future of care at home and in institutions. For that, I welcome Dr. Bobby Sarah Thomas, Dr. Shobhana Lakshmi, Joseph Alex sir, Rajagopal sir, Rani Vinod, Helen Joy and Tom sir on the stage. The discussion would be moderated by Tom sir. Over to you, sir. ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു പാനൽ ചർച്ച ആദ്യമായിട്ടാണ് നമ്മുടെ ആനുവൽ ഡേയിൽ നടത്തുന്നത്. ബട്ട് വി തോട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഈവൻ ദി ഓഡിയൻസ് പ്ലസ് ഈവൻ ഫോർ പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി ആൻഡ് പീപ്പിൾ ഹു ഹവ് യൂസ് സർവീസസ് ടു സോർട്ട് ഓഫ് engage ourselves and try and understand the challenges that we face and maybe even find solutions or at least think about pointers towards what we can do. So I have with me today here, I'll just quickly take you through whoever is there right now because it was only the names that were read out. Dr. Shobhana Lakshmi, she has been with Guardian Angel now as a home care doctor. She's had long years, more than 15 years of experience in this particular sector. She is a physician and a palliative care specialist.
She has worked with Amrita Hospital, heading their home care, and she has also been with Astra Medicity. Thank you, ma'am, for joining. Why I'm doing this is maybe, if I allow the, individuals to, talk about themselves, maybe we might run out of time. That's the reason. Sorry about that. Now, you will have your turn where in play, make sure that you talk about yourself. Second is Rani Vinod is, guardian angel caregiver. She has been with us. She will talk about herself while she introduces her, herself in the discussion. So Helen Joy is our clinical excellence team manager. She is heading the quality within the organization as well. So she ensures standards, processes, all of that. She comes with, formal qualifications both from India and Canada on nursing, and she has had exposures both internationally in India as well as international. Rajagopal sir is an entrepreneur as well as a past dear client of ours. I'll let him do the talking when he comes, when his turn comes in. Mr. Joseph Alex, he's a familiar face out here for Rotarians for sure. Plus, even others in the industry would know Joseph Alex as the person who has founded Signature Aged Care. So, he is a philanthropist, social entrepreneur, and founder of Signature Aged Care, which runs 3 centers here in Cochin right now. Now, Dr. Bobby Sara, she is again another face in the industry providing institutional care. So she is a medical doctor and oncologist. She is the founder of Can Care and an institutional care center dedicated to end-of-life support and chronic care for sick and elderly. I just heard that she is also planning to open up her 3rd center in Cochin. So we're so happy that all of us are growing in the process. The challenges remain our challenges. Internally we discuss and we realize, okay, we go through similar challenges too. So, without much ado, let's move into the discussion itself rather than me talking. Now, can we have the first slide? We did parallelly a survey. Some of you would have got the survey questions. We did a survey yesterday and day before, asking few simple questions. We got about 340, not bad, 340 people responding to the survey. And can I have the survey first result? Poll 1. We asked people about, given a choice that if situation, the quality, skill availability, and the safety aspects are going to be the same, what would you prefer? Would you prefer home care or institutional care, provided all other quality aspects remain the same? Now, the survey was answered by 334 people of the 340 people who attempted, skipped by 6 of them. 81%, people could actually select both. So that was also possible. So you wouldn't find 100% out here. But predominantly people prefer home care if given all other aspects are equal, meaning your safety aspects, quality, skill aspects are addressed. Predominantly people prefer, 81% preferred home care vis-a-vis institutional care. I would definitely have my panelists also talk about it, but my question would be first to Dr. Shobha. She has been with us now for more than 5 years. So, Dr. Shobha, home care, you've been in this business for quite some time. You've been visiting homes, and I watch with awe, because she makes 7 visits a day, 8 visits a day, which is not easy for a person, even a healthy person and, younger person to do. Because you would be traveling all over the city if you were to meet about 8 people.
the entire, I mean, she might go to Chalakudi and also to Waipin and wherever, I don't know, wherever. So she does that kind of work. I mean, she's excited about it. I'll let her do the talking further, but a question is this. Now, vis-a-vis hospital care, when you visit people, what are the kind of challenges that you face in home visits? And, some of the good stories and, interesting stories that you might have in order to, which could be pleasant as not so pleasant as well, when you are visiting people. So please share your experience and also say what are the challenges that you face. Thank you. Thank you for including me in the panel discussion. ഞാനിവിടെ കുറേ കെയർ ഗിവേഴ്സ് ഉണ്ട്, സോ ഐ വിൽ ടോക്ക് ഇൻ മലയാളം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഹോം കെയർ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരു പ്രൊഫഷനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആക്ച്വലി ഞാനൊരു ഡോക്ടറായതിനു ശേഷം അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആവണ്ട എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പാലിയേറ്റീവ് കെയറിൽ വന്നതിന് ശേഷം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും ഡോക്ടർ ആവണം, അതൊരു പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻ ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വളരെ പാഷനോട് കൂടി ചെയ്യുന്ന ഒരു ജോലിയാണിത്. ആക്ച്വലി എൻ്റെ വീട്ടിൽ ഞാൻ ഈ ജോബ് ആദ്യം തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ, വീടുകളിലൊക്കെ പോയി പേഷ്യൻ്റ് നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെൻ്റെ പ്ലഷറാണ്, എനിക്കിഷ്ടമാണ് ആ ജോബ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇപ്പം എനിക്ക് എൻ്റെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ സപ്പോർട്ടുണ്ട്. പിന്നെ ചോദിക്കും, ഇത്രയും പ്രായമായിട്ടും എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ എന്നോട് ചോദിക്കും, ശോഭ എന്തിനാ ഇത്രയും പ്രായമായി കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ജോലി ചെയ്യണേ? ഞാൻ പറഞ്ഞു അതെൻ്റെ ഇഷ്ടമാണ്, എനിക്ക് അതിൽ നിന്നാണ് പ്ലഷർ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഐ വിൽ കംപ്ലീറ്റ് 72 years ദിസ് മന്ത്. അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നിയിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടുകളിൽ ചെന്ന് പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കംഫർട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സേഫ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു കംഫർട്ടബിൾ തോന്നുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലാണ്. നമ്മുടെ സ്വന്തം മുറി, പേഷ്യൻസ് ആണെങ്കിൽ പ്രത്യേകിച്ചും സ്വന്തം ബാത്റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാലിയേറ്റീവ് കെയറിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് പേഷ്യൻറ്റിനെ കാണുമ്പോൾ അവർക്കത് വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അമൃതയിൽ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും അമൃതയിൽ ഈ ഹോം കെയർ ഇങ്ങനെ തുടങ്ങാൻ തന്നെ കാരണം അതാണ്. ജെറിയാട്രിക്സിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ വീൽ ചെയറിലും സ്ട്രെച്ചറിലും ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുവന്ന് 2-3 മക്കൾ കൂടെ വന്ന് നിന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ബാത്റൂമിൽ പോകണം തോന്നും, അപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കേണ്ട നേരമാവും. എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ തന്നാൽ നമുക്കറിയാം 3/4 മണിക്കൂർ കൊണ്ടൊന്നും ഡോക്ടറെ കണ്ടിട്ട് വരാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ, അപ്പോൾ അമൃതയെന്ന് എന്നോട് ഈ പേഷ്യൻസിനോട് പറയായിരുന്നു, നിങ്ങളാരും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഡോക്ടർ നിങ്ങളെ വീട്ടിൽ വന്ന് നോക്കും. അങ്ങനെ ഞാൻ ഈ മെയിൻലി ജെറിയാട്രിക്സും പിന്നെ എല്ലാ ബെഡ് റിഡൻ പേഷ്യൻസിനെ അങ്ങനെ പോയി കാണാനാണ് തുടങ്ങിയത്. അപ്പോൾ ആരും ലീവ് എടുക്കണ്ട, അതാണ് വലിയൊരു കാര്യം. ഈ സ്ട്രെച്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയറിലോ ഉള്ള പേഷ്യൻ്റ് കൂടെ മിനിമം 2 പേരെങ്കിലും വരണം മക്കൾ. അപ്പോൾ അവർ ലീവ് എടുത്ത് വരണം. പിന്നെ ആംബുലൻസിൽ വരണം. ആംബുലൻസിൽ നിങ്ങളെല്ലാവരും കയറിയിട്ടുണ്ടാവും തോന്നുന്നു. അതെങ്ങനെയുണ്ട്, ഒരിക്കൽ ആംബുലൻസിൽ പോയ പേഷ്യൻ്റ് പിന്നീട് എന്നോട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ തൊഴുത് പിടിച്ചിട്ടാണ് പറയാറ്, ഡോക്ടർ ഒന്ന് ഇവരോട് പറ ഇനി എന്നെ ഈ വണ്ടിയിൽ കൊണ്ടുപോകല്ലേ എന്ന്. എന്നുവെച്ചാൽ ഞാൻ പോയാലും വിഷമത്തോടു കൂടിയാണ് തിരിച്ചെത്തിയത് എന്നാണ് പേഷ്യൻ്റ് എന്നോട് പറയാറ്. അപ്പോൾ അവർക്കിഷ്ടം എപ്പോഴും വീട്ടിൽ വന്ന് നമ്മൾ നോക്കുന്നതും ചെയ്യുന്നതും. പിന്നെ ചാലഞ്ചസ് കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറയും, ഇത്രയും മോശമായിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ, നിങ്ങൾക്ക് കാശ് ചിലവാക്കാൻ മടിയാണല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്. അങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്കൊരു ഗിൽറ്റി കോൺഷ്യസ് വരികയാണ് മക്കൾക്ക്. ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ? എന്നോട് ചിലപ്പോൾ ചിലവർ വിളിച്ച് ചോദിക്കും, ഡോക്ടറെ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ ഒരിക്കലും അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ആ മക്കളുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ ഒരു സാമീപ്യവും ആ സംസാരവും അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് നമ്മൾ അടുത്തിരിക്കുന്നതുമാണ് എപ്പോഴും ഒരു പേഷ്യൻറ്റിന് മരിക്കണതിന് മുമ്പുള്ള ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ICUവിൽ കിടന്നിട്ട് ICUവിൽ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോൾ ഞാൻ തന്നെ 5 മിനിറ്റ് കൊണ്ട് ചാടി പുറത്ത് കിടക്കും. അത്രയ്ക്കും തണുപ്പാണ് ICUവിൻ്റെ ഉള്ളിൽ.
കൈയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നീല നിറമായിട്ടുണ്ടാവും പേഷ്യൻറ്റിൻ്റെ, വിറയ്ക്കുന്നുണ്ടാവും പേഷ്യൻറ്റ്. എന്നിട്ട് ഓൾ സോർട്സ് ഓഫ് നോയ്സസ് ആണ്, ഓരോരോ മെഷീൻ്റെ നോയ്സസ്, ഇങ്ങനെ കീ കീ പി പി എന്നൊക്കെ പറഞ്ഞ ഓരോ നോയ്സസും. ചിലപ്പോൾ അടുത്തിരിക്കുന്ന പേഷ്യൻറ്റ് വൊമിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ബെഡിലെ പേഷ്യൻറ്റ് മരിക്കുന്നുണ്ടാവും. അതെല്ലാം ഈ ICUവിൽ കിടന്ന് പേഷ്യൻസ് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഭയങ്കര ട്രോമയാണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പേഷ്യൻസ് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് വീട്ടിൽ കിടന്നുകൊണ്ടുള്ള ഒരു മരണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അത് നമുക്കിപ്പോൾ ഒരു ലിവിങ് വിൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. നമ്മൾ വളരെ സൗണ്ട് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ നല്ല ഓർമ്മയിലിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എഴുതി വയ്ക്കാം, സ്വത്ത് എഴുതി വയ്ക്കുന്ന പോലെ ഒരു വില്ലാണ് ലിവിങ് വിൽ. അതിൽ നമുക്ക് എഴുതാം നമ്മളെ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യണ്ട. എന്നുവെച്ചാൽ നമ്മൾക്കൊരു അൺകോൺഷ്യസായി അല്ലെങ്കിൽ നമുക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഈ എഴുതി വെച്ചേക്കണത് നമ്മൾ കാണിച്ചാൽ മതി. അതുപോലെ ഡോക്ടർമാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എന്നെ ICUവിൽ കിടത്തരുത്, എൻ്റെ മൂക്കിൽ ട്യൂബിട്ട് എനിക്ക് ഭക്ഷണം തരരുത്, ഇതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഇത്രയും കാലം കൊണ്ടുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനത് ചെയ്തത്. ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെയുണ്ട്. ഞാൻ ടൈം സ്ട്രെയിൻ കൊണ്ട് ഞാൻ നിർത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്തേനെ. ഓക്കെ, കുറേ പേഷ്യൻസ് ഉണ്ട് ഒടുവിൽ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കളൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്, ഡോക്ടറെ വളരെ സന്തോഷമായിട്ടോ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ടും ബുദ്ധിമുട്ടാണ്ടും അമ്മ നല്ല സന്തോഷത്തോടുകൂടി ഞങ്ങൾ അടുത്തിരുന്ന് മരിച്ചു, അതിന് വളരെ നന്ദി എന്ന് പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഒരു ഏർലി 40s ആൾ ലിവർ ക്യാൻസറായിട്ട് വീട്ടിൽ ലേറ്റ് സ്റ്റേജായിട്ട് വീട്ടിൽ കിടക്കുകയാണ്. ഭാര്യ എഗെയിൻ ഇൻ 30s, ഒറ്റ മകനേ ഉള്ളൂ. അവൻ ഫസ്റ്റ് ഇയർ രാജഗിരിയിൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് ചേർന്നിരിക്കുന്നു. അത്രേ ആ പ്രായമുള്ളൂ മോന്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ട് ഈ മകനോടും ഭാര്യയോടും പറഞ്ഞു, ഇനി നിങ്ങൾ ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുവരുത് കേട്ടോ, ഇവിടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. ഇനി ഉണ്ടാവാൻ പോകുന്ന കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ രക്തം ഛർദ്ദിക്കാം, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആവാം, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജുകളൊക്കെ അല്ല വരാൻ, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഈ ഭാര്യ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്, സിസ്റ്ററും ഉണ്ട്, ബ്രദറും ഉണ്ട്, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക. ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് എൻ്റെ വിസിറ്റിന് അവർ കൂടെ വന്ന് വീട്ടിലിരിക്കാൻ പറയും, ഞാൻ അവരോട് സംസാരിക്കാം. ഇപ്പം പിന്നത്തെ എൻ്റെ വിസിറ്റ് സമയത്ത് അമ്മയും അച്ഛനും ബ്രദറും സിസ്റ്ററും വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ഇതേ ഒരു ചോദ്യം ചോദിച്ചു. നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, വീട്ടിൽ കിടന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ സൗണ്ട് കേട്ടുകൊണ്ടും നമുക്ക് മരിക്കാം, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ICUവിൽ കിടന്ന് എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി റോയലായിട്ട് മരിക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ആ വീട്ടിൽ എല്ലാവരുടെയും ഇത് സാമീപ്യത്തോടു കൂടി മരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ കിടക്കുന്ന മനുഷ്യന് നിങ്ങൾ അതിനുള്ളൊരു അനുവാദം കൊടുക്കണം ഇതുപോലെ മരിക്കാനായിട്ട്. സർ, ദേ ഓൾ എഗ്രീഡ്. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് മരിച്ചു. എന്നെ വിളിച്ച് പറഞ്ഞു മരിച്ചു എന്ന്. ഓക്കെ, അന്ന് ആ മരിച്ച അന്ന് വൈകുന്നേരം എനിക്ക് വീട്ടിൽ പ്രാക്ടീസ് ഉണ്ട്, 6 to 8:30 ഞാൻ ജനറൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പേഷ്യൻ്റ് 8:30 ആയപ്പോൾ ഈ പയ്യൻ, ഈ പേഷ്യൻറ്റിൻ്റെ മകൻ, 17 വയസ്സായിട്ടുള്ള മകൻ എൻ്റെ റൂമിലേക്ക് കടന്നു വരിക വീട്ടിൽ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ എൻ്റെ വീട് കണ്ടുപിടിച്ചേ? അപ്പം എന്നോട് പറഞ്ഞു, അതൊക്കെ കണ്ടുപിടിച്ചു ഡോക്ടറെ, അച്ഛൻ്റെ എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ എന്താ വന്നേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറെ നേരിട്ട് കണ്ട് ഒന്ന് താങ്ക്സ് പറയണം, ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഡോക്ടർ അന്ന് ഞങ്ങളുടെ ഫാമിലിയോട് സംസാരിച്ച് പോയതിന് ശേഷം എല്ലാ ദിവസവും അച്ഛൻ്റെ ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ അമ്മയും കിടന്നിട്ടാണ് ഉറങ്ങിയിരുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു കയ്യ് എൻ്റെ കയ്യിലും ഒരു കയ്യ് അമ്മയുടെ കയ്യിലുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അപ്പം അത്രയും നല്ല ഒരു മരണം ഞങ്ങൾക്ക് ഇതായി സാധിച്ചു തന്നത് ഡോക്ടറുടെ ഇടപെടലോടുകൂടിയാണ്. അപ്പോൾ എനിക്കത് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരാ, എനിക്കത് നേരിട്ട് പറയണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഐ വെക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. എന്നുവെച്ചാൽ ആ നമ്മൾ പറയില്ലേ 17 വയസ്സുള്ള ആമ്പിള്ളേർ ഇപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താണ് മോഡേണാണ്, ഫീലിങ്സ് ഇല്ല അവർക്ക് എന്നൊക്കെ പറയില്ലേ. പക്ഷെ ആ പയ്യൻ എന്നോട് വന്നിരുന്ന് പറഞ്ഞതാണ്. ആൻഡ്
അവൻ എൻജിനീയറിങ് കഴിഞ്ഞു, കല്യാണം കഴിച്ചു, കുട്ടിയായി. ഇപ്പം അവൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനെയും ഞാൻ വീട്ടിൽ പോയി നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, പക്ഷേ ഇതൊരു ചെറിയ ടച്ചിങ് സ്റ്റോറി ആയതുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. Thank you, Doctor. Can we have the second poll questions? Yeah, sure. നമ്മൾ ചോദിച്ചത് ഒരു കെയർ ഗിവറിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ആൻഡ് ആസ്പെക്ട്സ് എന്താണെന്നായിരുന്നു. ഇവിടെയും മൾട്ടിപ്പിൾ ചോയ്സസ് ആവാം, ആൻഡ് ഓൾ ഓഫ് ദം വെയർ പോസിറ്റീവ് വാല്യൂസ് ദറ്റ് വി പുട്ട് ഇൻ. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പം ഒരു റാങ്കിങ് ഒക്കെ ആവശ്യമായിരുന്നു എന്നും പറഞ്ഞു. ബട്ട് വിതൗട്ട് എനി ഫേർദർ എക്സ്പ്ലനേഷൻ, ഇറ്റ് ഇസ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഇമോഷണൽ ക്വാളിറ്റീസാണ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് റാങ്ക് ചെയ്തിരുന്നത്. കമ്പാഷൻ, എംപതി, പേഷ്യൻസ്. ഇത് ഒരു അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ 83% said okay, that is more important. And professional competence came in next. അവർക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം, അവർ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. 71% said that is the next requirement. മൂന്നാമത്തേത് റിലയബിലിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് ആണ്. ഇത് ട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ഞാൻ കെയർ ഗിവേഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ട്രസ്റ്റ് പോയാൽ എല്ലാം പോയി. എന്നെ സംശയിക്കുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ ഉണ്ടെങ്കിൽ ഇറ്റ്സ് സോ വെരി ഡിഫിക്കൽട്ട് ടു വർക്ക് ദെയർ. ഐ ഹാവ് ഹാഡ് സിറ്റുവേഷൻസ് വേറിൻ കെയർ ഗിവർ എന്നെ വിളിച്ച് സാറേ ഇപ്പം ഇവിടുന്ന് എന്നെ മാറ്റിയേക്കണം. ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യരാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല, എന്നെ ഇപ്പം മാറ്റിക്കൊള്ളു. ദ സെയിം പ്ലേസ് ഐ ഹാഡ് അനദർ കെയർ ഗിവർ ഗോ ബൈ ആൻഡ് ഹീ സോർട്ടഡ് ഇറ്റ് ഔട്ട് സോ ബ്യൂട്ടിഫുള്ളി. അപ്പോൾ അതൊന്നും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് സിംഗിൾ വേറെ ഒരു ഫാമിലി ഇൻഡിവിജ്വൽ ഹൗസിൽ താമസിക്കുന്നു, ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അവിടെ ഹസ്ബൻഡിനാണ് കെയർ കൊടുക്കുന്നത്. നമ്മുടെ ആൾ ചെന്നു, സെക്കൻഡ് ഡേ ഒക്കെയാണ്. അപ്പം സോ ഒബ്വിയസ്ലി ദ ഫാമിലി വുഡ് വോണ്ട് ടു നോ, വൈഫ് വുഡ് വോണ്ട് ടു നോ വെദർ ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിം വെൽ ഓർ നോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടിൻ്റെ പുറത്തൂടെ ജനലിൽ കൂടെ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. അമ്മ ഒളിഞ്ഞു നോക്കുകയാണ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇവൻ ചെയ്യുന്നുണ്ടോ എന്ന് ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു പ്രോപ്പറായിട്ട്. ദിസ് വാസ് എൻ ഇൻസൾട്ട് ഫോർ ഹിം. He couldn't bear it and immediately he called me up and said, I want to get out of this place. ഇപ്പോൾ എന്നെ സാർ ഇവിടുന്ന് മാറ്റിക്കോ. I had another person go by. He is a very mature caregiver who loves caregiving. മണിയേക്കാളും കൂടുതൽ അത് ആഗ്രഹിക്കുന്ന ഒരാൾ. ആൾ വന്നു, വിതിൻ മിനിറ്റ്സ് ഹി സോർട്ടഡ് ഇറ്റ് ഔട്ട്. ഇതേ അമ്മ തന്നെയാണ്, അമ്മ ഇത് തന്നെയാണ് ചെയ്യുകയും ചെയ്യുന്നത്. അമ്മ അതുപോലെ തന്നെ വന്നു. ഇതേപോലെ അമ്മ എന്തിനാണ് അവിടെ നിന്ന് നോക്കുന്നത്? അമ്മ ഇവിടെ വന്നോളൂ, റൂമിൽ ഇങ്ങോട്ട് വന്നോളൂ, എന്നോട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അതോടെ അമ്മയുടെ സംശയം തീർന്നു. അമ്മ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ചെയ്യാം. സോ ഇറ്റ് വാസ് ഓൾസോ ഏർണിങ് ഹെർ ട്രസ്റ്റ്, ഒരു ഇൻഡയറക്ട്ലി ഏർണിങ് ഹെർ ട്രസ്റ്റ്. ആൻഡ് ബിയോണ്ട് എനിത്തിങ്, immediately within seconds it got sorted out. Some of these challenges may seem challenges, sometimes it is most important that we are forthright in telling them and articulating our concerns. അത് അറിയിച്ച് പലപ്പോഴും സൊല്യൂഷൻസ് ഉണ്ടാകുന്നു എന്ന് കാണുന്നു. I thought okay, I'll share this. I do share it with the trainees when they come on board. Okay, റാണി വിനോദ്. റാണി കെയർ ഗിവിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് റാണിയുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് പറയണം നമ്മൾ അറിയാനായിട്ട്. കെയർ ഗിവിങ്ങിന് വരുന്നതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത്, എന്താണ് ക്വാളിഫിക്കേഷൻസ് എന്നും, ഗാർഡിയൻ ഏഞ്ചിൽ വന്നു കഴിഞ്ഞിട്ട് ഇത്തരം ഒരു ഫ്രം എ പെർസ്പെക്റ്റീവ് ഓഫ് ഇമോഷണൽ ക്വാളിറ്റീസ് ദാറ്റ് ആർ റിക്വയർഡ്, പ്രൊഫഷണൽ കോമ്പറ്റൻസ്, ഈ റിലയബിലിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് ഡെവലപ്പ് ചെയ്യാൻ എന്താണ്, ഹൗ ഇഫ് വി ഹവ് ഹെൽപ്ഡ് അറ്റ് ഓൾ അത് പറയാൻ പറ്റുന്നു, എന്താണ് ആഗ്രഹിക്കുന്നതെന്നും പറയാൻ പറ്റുക. ഓക്കെ, ദെൻ യു ക്യാൻ ആഡ് എനിത്തിങ് മോർ. നമസ്കാരം. ആക്ച്വലി എൻ്റെ മലയാളം പോരാ, എന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. എൻ്റെ സ്കൂൾ സ്റ്റഡീസ് എല്ലാം തമിഴ്നാട്ടിലായിരുന്നു. ഞാൻ ഇവിടെ 10 ഇയേഴ്സായി. ആക്ച്വലി മദർ ടങ് മലയാളമാണ്, പക്ഷെ സംസാരം എൻ്റെ കുറച്ച് തെറ്റിരിക്കാൻ ക്ഷമിക്കണം. ഓക്കെ, ആക്ച്വലി എൻ്റെ ക്വാളിഫിക്കേഷൻ BSc കമ്പ്യൂട്ടർ സയൻസാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് ചെയ്തത്, ട്രിച്ചിയിലാണ് പഠിച്ചത്.
എനിക്ക് പെട്ടെന്ന് ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ആക്ച്വലി എനിക്ക് ഇതുപോലെ ഒരു കെയർ ഞാൻ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വേറെ ഏജൻസിയിലാണ് ജോലി ചെയ്തിട്ട് എനിക്ക് ഞാൻ ഗ്രോ ആകാൻ ഒരു സ്കിൽ ഒന്നും ഇല്ലാതിരുന്നു. ദെൻ ഞാൻ ഗാർഡിയൻ ഏഞ്ചലിനെ കുറച്ച് ഞാൻ കുറേ കണ്ടിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നി ഇത്രയും ഒരു ഇതുണ്ട്. ആക്ച്വലി ഇവിടുത്തെ ട്രെയിനിങ് വന്ന് സുമി മാം, ചിത്ര മാം ആൻഡ് ദെൻ മേഴ്സി മാം ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് ഒരു കെയറിനെ കുറച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഇത്രയും ഉണ്ടാ ഒരു വേർഡ് ഡെത്ത് ഡെത്ത് കെയർ ഉണ്ടാ. ഞാൻ ഇവിടെ വന്നാണ് പഠിച്ചത്. കെയർ കൊടുക്കാൻ എനിക്കറിയാം. ഡെത്ത് കെയർ എന്ന് പറയുന്ന ഒരു കെയറെ ഞാൻ ഗാർഡിയൻ ഏഞ്ചലിൽ എന്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു ഡെത്തിന് ഒരു കെയർ ഉണ്ട് അറിയാമോ. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ പോയി ഡെത്തിന് ഒരു കെയർ ഉണ്ട്. സോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അങ്ങനെയാണോ എൻ്റെ മോനോട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ മോനെ അതിനൊരു കെയർ ഉണ്ട്. നമ്മൾ വിചാരിച്ചാൽ മരിച്ചവരെ എനിക്ക് അറിഞ്ഞവരെ മരിച്ചപ്പോൾ തന്നെ അവരുടെ ഐസ് ഒന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ തുറന്നിരിക്കാം അത്രയും. പിന്നെ അതിനുശേഷം എനിക്ക് ഇതിൽ ഗാർഡിയൻ ഏഞ്ചലിൽ പഠിച്ച് കുറേ അതിൽ കാര്യങ്ങളുണ്ട്, അങ്ങനെയാണ് പഠിച്ചത്. ദെൻ ഇപ്പോൾ പിന്നെ ഗാർഡിയൻ ഏഞ്ചലിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്നെ വന്ന് അവർ ഒറ്റയ്ക്ക് വിട്ടില്ല. എനിക്ക് ട്രെയിനിങ് കൊടുത്ത ശേഷം ആഫ്റ്റർ ട്രെയിനിങ് വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് കെയർ, ഞാൻ കെയറിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കമൻസ്മെൻറ്റ് കഴിഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ എന്നോട് ചെയ്തു. അപ്പോൾ എനിക്ക് ട്രസ്റ്റ് ചെയ്ത് ഐ എം സപ്പോർട്ടഡ്, ഐ എം നെവർ അലോൺ. എനിക്ക് ഒറ്റപ്പെട്ടില്ല. അവർ എല്ലാ ഡീറ്റെയിൽസും ഫാമിലി ഡീറ്റെയിൽസ്, ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസും, പേഷ്യൻ്റ് ഇങ്ങനെയാണ്, രാവിലെ ഇതാണ് കഴിക്കും, ഇതാണ് മെഡിസിൻസ്, ഒരു പക്ക എനിക്ക് എല്ലാം കൊടുത്തു. പെട്ടെന്ന് പോയി ഇതാണ് എൻ്റെ കെയർ ആണ്, ഇതാണ് ചെയ്യാൻ എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അവരുടെ ഒவ்வொரு കാര്യങ്ങൾ. ദെൻ എവറി മന്ത് എൻ്റെ സൂപ്പർവൈസർ, എൻ്റെ കോർഡിനേറ്റർ, എൻ്റെ ആൻ്റണി സാർ കോർഡിനേറ്റർ എന്നെ എന്ത് ചെയ്താലും എന്നെ എപ്പോഴും ആൻ്റണി സാർ പറയും നിന്നെ കൊണ്ട് പറ്റും. ഞങ്ങളുടെ സാർ കോർഡിനേറ്റർ, താങ്ക് യു സാർ. ആൻഡ് എന്നെ ആഷ്ന മാഡം, എൻ്റെ സിസ്റ്റർ. ഞാൻ ഐ ട്രെയിൻ മദർ ആൻഡ് ബേബി കെയർ. ഐ എം വെരി പ്രൗഡ്. എൻ്റെ അമ്മ പറയുന്നോട് നിന്നെയും കുളിപ്പിച്ചിട്ടില്ല, നിൻ്റെ കൊച്ചിനെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല. എൻ്റെ അമ്മൂമ്മയാണ് എന്നെയും എൻ്റെ കൊച്ചിനെയും കുളിപ്പിച്ച്. ബട്ട് ഞാൻ ഒരു മൂന്ന് ദിവസമായ കൊച്ചിൻ്റെ ഞാൻ 7 പിള്ളേരെ എൻ്റെ കയ്യിൽ കുളിപ്പിച്ചിട്ടുണ്ട്. അവർക്കും ഞാൻ കെയർ കൊടുത്തിട്ടുണ്ട്. അതിന് വെരി പ്രൗഡ് ഞാൻ ഫീൽ ചെയ്യുക. അപ്പോൾ അതിന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആഷ്ന സിസ്റ്ററാണ്. ദെൻ എൻ്റെ കോർഡിനേറ്റർ റിക്സു സിസ്റ്റർ, ദീപു സാർ. എനിക്ക് ഒരു ഡെത്ത് കെയർ ഞാൻ ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ ഒഫീഷ്യൽ. അതിന് ഗാർഡിയൻ ഏഞ്ചലിനെ താങ്ക് യു പറയുക. ബിക്കോസ് എൻ്റെ വീടിന് അടുത്ത് ഒരു അപ്പൂപ്പൻ മരിച്ചു. അവർക്ക് എന്താ ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒന്ന് കാണണ്ടേ, മരിച്ചു പോയി അവരെ കാണാൻ പറ്റില്ല. കല്യാണത്തിന് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ഡെത്തിന് പോകണം, എന്നാൽ നീ കാണാൻ പറ്റില്ല അവരെ. സോ ഞാൻ പോയി കണ്ടിട്ട് വരാൻ പോയപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പോയിട്ട് എനിക്ക് അവരുടെ വീട്ടിൽ എന്തൊക്കെ തിങ്സ് ഉണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു. ജസ്റ്റ് ഗോസ്പീസ് എടുത്ത് ഇവിടെ ഒരു ഹോളിട്ട് ഇവിടെ ഒരു ഇതൊക്കെ നീ എവിടെ പഠിച്ചു? എൻ്റെ നെയ്ബർക്ക് അറിയത്തില്ല നീ ഈ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയാം, പക്ഷേ ആർക്കും അറിയത്തില്ലാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര ഈ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പ്രൗഡ് ചെയ്യുക, കെയർ ഗിവർ ആയിരിക്കണം. എനിക്ക് ഭയങ്കര പ്രൗഡ്. ബിക്കോസ് പമില മാം സംസാരിക്കുമ്പോൾ എന്നോട് മാം പറഞ്ഞു അവരുടെ സിസ്റ്റർ ബാത്റൂമിൽ നിന്ന് എനിക്കുമ്പോൾ എല്ലാം ഉമ്മ കൊടുക്കും, പിന്നെ താങ്ക് പറയണം. അതുപോലെ എനിക്ക് എന്തോരം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നോട് എത്ര പ്രാവശ്യം മോഷൻ ക്ലീൻ ചെയ്യും മോളെ താങ്ക് യു അങ്ങനെയൊക്കെ എന്തോരം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അത് മതി എനിക്ക്, വെറുതെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ഞാൻ കുറേ നാണിത് ഗാർഡിയൻ ഏഞ്ചലിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്താ മദർ ആൻഡ് ബേബി കെയറിൽ സാർ പറഞ്ഞ ട്രസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റാണ് ചെയ്ത മദർ ആൻഡ് ബേബി കെയറിൽ ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞ് എന്നോട് റാണി എൻ്റെ കൊച്ച് ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കണം അങ്ങനെ ഒരു 5 days എന്നോട് പറഞ്ഞു. പിന്നെ ദെൻ അവർ രണ്ടുപേരും സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. ഹസ്ബൻഡ് വൈഫ് എന്നെ ട്രസ്റ്റ് ചെയ്ത് റാണിയല്ലേ അത് നോക്കിക്കോളും ഓക്കെ. അങ്ങനെ മദർ ഫീഡ് കുറച്ചായിട്ട് അവർ മദർ ഫീഡ് നിർത്താൻ തുടങ്ങി. ഞാൻ ഫീഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ മദർ ആൻഡ് ബേബിക്ക്. അവരെന്നോട് പറഞ്ഞു റാണി ഒരുപാട് നന്ദിയുണ്ട്, അത് മതി എനിക്ക്. അവർ എന്നെ ട്രസ്റ്റ് ചെയ്ത് എന്നെ ഈ ഫീൽഡിലേക്ക് വിട്ട്. പിന്നെ ഇപ്പം എനിക്ക് ഗാർഡിയൻ ഏഞ്ചലിൽ ഭയങ്കര ഇഷ്ടം ആലിയ കെയർ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അത് എനിക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഒவ்வொரு പേഷ്യൻ്റെ പ്രഷറും ഷുഗറും നമ്മൾ ആക്ച്വലി മാനുവലായിട്ട് എഴുതിക്കൊണ്ടുവന്ന്. പിന്നെ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം വന്നതിന് ശേഷം ഇപ്പം ഒരു ക്ലയൻറ്റ് റാണി അച്ഛൻ്റെ ഷുഗർ ഇന്നലെ എത്രയായിരുന്നു ഇന്ന് എത്രയായിരുന്നു പെട്ടെന്ന് എൻ്റെ ഫിംഗർ ടിപ്സിൽ പെട്ടെന്ന് എടുത്ത് എന്നെ ആലിയ കെയർ സോഫ്റ്റ്വെയർ പെട്ടെന്ന് എടുത്ത് സാർ ഇന്നലെ ഇത്രയായിരുന്നു ഇന്ന് ഇത്രയായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരിത് കിട്ടി. ദെൻ പിന്നെ സാറ് പുതിയതായിട്ട് കൊണ്ടുവന്ന സ്കിൽ പ്രോഗ്രാം
വെരി 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 യൂസ്ഫുൾ. ബിക്കോസ് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ 2 ഇയേഴ്സ് ഡ്രൈവിംഗ് ടച്ചില്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഈ സ്കിൽ പ്രോഗ്രാം, റിഫ്രഷിംഗ് പ്രോഗ്രാം വന്ന് ജസ്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. റിമൈൻഡ് ചെയ്യാൻ വെച്ച് നേരത്തെ നാം പഠിച്ചിട്ടുണ്ടാവും ട്രെയിനിങ്ങിൽ ട്രക്കസ്ട്രോമിക് കെയർ എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോമിക് കെയർ എങ്ങനെ ചെയ്യണം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ 2 ഇയേഴ്സ് ഞാൻ ഒരേ ഡേ ലെവൽ 1 പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലെവൽ 3 ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് എനിക്ക് ചെയ്തപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. പുതുതായിട്ടല്ല ഈ സ്കിൽ പ്രോഗ്രാമും റിഫ്രഷറും വന്നിരിക്കുന്നത്, പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഉള്ളി പ്രോബ്ലംസ് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഒരു ഫോക്കസ് ചിലപ്പോൾ ആണെങ്കിൽ വിട്ടുപോകുന്നു. ആൾക്കാരെ നമുക്ക് സ്കിൽ ട്രെയിനിങ്ങിന് അപ്പ് സ്കില്ലിങ്ങിന് വേണ്ടി കെയറിൽ നിന്ന് എടുക്കാനായിട്ട് ചിലപ്പോൾ ക്ലയൻസ് വിൽ സേ നോ, ആളെ എടുക്കാൻ പാടില്ല, അവർ ദേ കംഫർട്ടബിൾ വിത്ത്. ചിലപ്പോൾ നമുക്ക് വേറെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാനില്ല. അതൊക്കെ കൊണ്ടായിരുന്നു. നൗ വി ഹവ് actually given a more focus on it, and that is being headed by Helen. Okay, Helen, we'll come to you. Thank you. Can we have the poll, third poll? Sure. Okay. ഇവിടെ നമ്മൾ ചെയ്തത്, ഇഫ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എന്തൊക്കെ ഫാക്ടേഴ്സാണ് that when selecting a healthcare organization, what are the things that people think about? എന്തായിരിക്കണം ആ ഓർഗനൈസേഷൻ്റെ, what are the criteria based on which you select an organization? ഇതായിരുന്നു നമ്മൾ ചോദിച്ചത്. ഇതിനകത്തും കിട്ടിയിരിക്കുന്നത് സം റിവലേഷൻസ് എന്ന് ഞാൻ പറയണം. കാരണം ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട് ഓൺലൈൻ റിവ്യൂസാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങി, ഇതും മാനിപ്പുലേറ്റഡ് ആവാം എന്ന് മനസ്സിലാകുന്നതുകൊണ്ടായിരിക്കാം ഓൺലൈൻ റിവ്യൂസാണ് ഏറ്റവും കുറവായിട്ട് വന്നിരിക്കുന്നത്. റെപ്യൂട്ടേഷൻ ഇൻ ഓൺലൈൻ റിവ്യൂസ്, ബിക്കോസ് പീപ്പിൾ ടെൻഡ് ടു സ്പെൻഡ് so much time to get online reviews good. But in our survey it came out that okay, online review are amongst the quality, criteria that we kept, that got the least. People looked for the expertise in the team. People look for professionalism and responsiveness. References from friends and family. These were the 3 biggest criteria that we had. Professionalism and responsiveness of the organization, expertise of the team, and close relatives in the references are ഏറ്റവും കൂടുതൽ they valued in order to select an organization which should support them. About Helen, what do you do to, one, expertise in the care team, that is one part. Second is in terms of, how do you ensure that, people who are receiving the care or people who are approaching the organization understand what we do. It is not enough to market it, but really you will have to live whatever you've promised them. Adu enganeyanu? How do we ensure it? First of all, thank you for having me here. So, being a clinical excellence head, ആ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പം talking about quality, എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷുവർ ചെയ്യുന്നത് ഹോം ഹെൽത്ത് കെയർ? സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ഗാർഡിയൻ ഏഞ്ചൽ. അവർ ക്വാളിറ്റി സ്റ്റാർട്ട് റൈറ്റ് അറ്റ് ദ പോയിൻറ്റ് വെയർ ദ കെയർ ഗിവർ റിക്രൂട്ട്മെൻറ്റ്. അവിടം മുതൽ ത്രൂ ദ എൻറ്റയർ ജേർണി ഓഫ് എ കെയർ ഓഫ് എ പേഷ്യൻറ്റ്, അവിടം വരെയാണ് നമ്മുടെ ക്വാളിറ്റി ഉണ്ടാവുക. സോ എങ്ങനെയാണ് നമ്മളിതിനെ എൻഷുർ ചെയ്യുക? റിയാലിറ്റി ഉണ്ടാവും, ഓൺ ഫീൽഡ് ഗ്യാപ്സ് ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ എങ്ങനെ കവർ ചെയ്യും? I would like to say, when a caregiver walks for an interview, the first thing we do is the skill test, which will include theory and practical. Actually, we are not only looking for the knowledge what they know. We are looking for the hands-on practice of real care life scenarios what they have. That makes real difference. So once these caregivers go through this vigorous process, they end up in a caregiver training program. That is a structured modules for each person to be more professional and guided with modules which are enable them to have a better professional caregiving, which is backed up by background screening,
police clearance, as well as the medical fitness. So once they clear all of this, they are just moving for the home care induction. Here again, we are giving them real life care experiences or scenarios. And also the next step is the shadowing. So what is shadowing? They are getting a chance to explore the live care. After all of this, then the very next process, what is that? That is a care commencement. സോ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് ഫീൽഡിലുള്ളൊരു പേഷ്യൻറ്റിനെ അത്ര നന്നായി മനസ്സിലാക്കി നിങ്ങളൊരു കെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സക്സസിൻ്റെ ഒരു രഹസ്യം? സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കെയർ പ്രോസസ്സ്. സോ ഞാൻ ഗാർഡിയൻ ഏഞ്ചലിൽ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായിട്ടുള്ളൂ. ഈ 3 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കെയർ പ്രോസസ്സുണ്ട്. സോ എനിക്ക് കുറച്ച് ഗ്ലോബൽ എക്സ്പീരിയൻസസ് ഉണ്ട്. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും അതിലും മികച്ച രീതിയിലാണ് ഞാൻ ഗാർഡിയൻ ഏഞ്ചലിൽ കണ്ടത്. സോ എന്താണ് ആ കെയർ പ്രോസസ്സ്? സത്യം പറഞ്ഞാൽ ഞാനൊരു നഴ്സിംഗ് സൂപ്പർവൈസറായിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രത്തോളം നന്നായി ഹോം കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഇറ്റ്സ് സംതിങ് മോർ. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രിവിലേജാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് നന്മയുണ്ടെന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് ആ കെയർ പ്രോസസ്സ്? വി സ്റ്റാർട്ട് വിത്ത് എ അസസ്മെൻറ്റ് വിച്ച് ഈസ് ഡൂയിങ് ബൈ എ രജിസ്റ്റേർഡ് RN. ഈ അസസ്മെൻ്റാണ് നമ്മുടെ ഒരു കെയറിന് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ വൺസ് ഈ അസസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെ കെയർ. അതിന് മുൻപേ തന്നെ നമുക്ക് കെയർ പ്ലാൻ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കെയർ പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണ് ഈ കെയർ പ്ലാൻ? ഇത് ആക്ച്വലി ഒരു പേഷ്യൻറ്റിൻ്റെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻ്റർവെൻഷൻസ് ആണ്. അതായത് ആ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസിനെ മാനേജ് ചെയ്ത് ആ പേഷ്യൻസിന് ഓവറോൾ കെയർ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ. അപ്പോൾ ഈ പറയുന്ന കെയർ പ്ലാനിലൂടെ സ്പെസിഫിക്കലി പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കെയർ ഗീവേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഇത് മുഖാന്തരം കൃത്യമായിട്ട് എഫിഷ്യൻ്റായിട്ട് വളരെ പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ട് ഒരു കെയർ പേഷ്യൻറ്റിന് കൊടുക്കാൻ കെയർ ഗീവറെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു കെയർ പ്ലാനിലൂടെ ഈ ഇൻഫർമേഷൻസ് കെയർ ഗീവേഴ്സിന് പാസ് ഔട്ട് ചെയ്യുകയും കൃത്യമായി അവർക്ക് കെയർ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഒരു കെയർ കമൻസ്മെൻറ്റ്, അതായത് ഒരു ഇനിഷ്യേഷൻ ഓഫ് കെയറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, വെൻ ഐ കമ്പയർഡ് ദിസ് ടു കാനഡ, അവിടെ ഞാനിത് കണ്ടിട്ടേ ഇല്ല. ഹിയർ എ കെയർ ഗീവർ ഈസ് അക്കമ്പനീഡ് ബൈ എ കെയർ കോർഡിനേറ്റർ ടു ദ പേഷ്യൻറ്റ് സൈഡ്. അവിടെ ഒരു റിയൽ പേഷ്യൻറ്റ് സൈഡ് ഹാൻഡ് ഓവർ ആണ് നടക്കുന്നത്. സോ എന്താണ് ഇതിൻ്റെ ബെനഫിറ്റ്? കെയർ ഗീവറിനും അതുപോലെ തന്നെ ഫാമിലിക്കും പേഷ്യൻറ്റിനും കോൺഫിഡൻസും ഒരു സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇതെനിക്ക് ഭയങ്കര നല്ലൊരു ബിഗിനിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മളൊരു ഇപ്പം റാണി പറഞ്ഞ പോലെ തന്നെ ഒരു കെയർ ഗീവറെ വെറുതെ ഒരു വീട്ടിലേക്ക് വിടുകയല്ല ചെയ്യുന്നത്. നമ്മളായിട്ട് ഇവിടുന്ന് അക്കമ്പനി ചെയ്ത് നമ്മളവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ പ്രാപ്തരാക്കുകയാണ്. അവരവിടെ ഓക്കെ ആണ് എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതാണ് കെയർ. അപ്പോൾ കൂടെ ഉണ്ടാവുക, നമ്മൾ ബാക്കപ്പ് ആണെങ്കിലും ഓൾവേസ് വി ആർ വിത്ത് ദം. ഇത് കൂടാതെ തന്നെ ഒരു കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യും? സോ ഐ വുഡ് സേ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഗാർഡിയൻ ഏഞ്ചലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ കെയർ ഗീവർ സപ്പോർട്ട് വിസിറ്റ്സ് ആവാം, അല്ല എങ്കിൽ ബൈ വീക്ക്ലി സൂപ്പർവിഷൻസ്. അത് നമ്മുടെ ഒരു ഹൈലൈറ്റാണ്. അതായത് എല്ലാ 14 ദിവസം കൂടുമ്പോഴും പേഷ്യൻസിൻ്റെ വീട്ടിൽ RNs പോയി സൂപ്പർവിഷൻസ് നടത്തുന്നു. ആ സമയത്ത് ബെഡ് സൈഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് നടക്കുന്നു. ഇത് കൂടാതെ പിന്നീട് അങ്ങോട്ട് ബാക്കപ്പ് ടീംസിൻ്റെ വിസിറ്റ് ഉണ്ടാവും, മന്ത്ലി നമ്മുടെ ക്വാളിറ്റി ഓഡിറ്റ്സ് ഉണ്ടാവും, സേഫ്റ്റി ഓഡിറ്റ്സ് ഉണ്ടാവും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടാതെ തന്നെ നമ്മൾ നമ്മുടെ കീ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് എന്താണ് കീ ഇൻഡിക്കേറ്റേഴ്സ്? ഒരു ഹോം കെയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കീ ഇൻഡിക്കേറ്റേഴ്സാണ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ കീ ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അതായത് ഒരു പേഷ്യൻ്റെ വീഴ്ച, പേഷ്യൻ്റ് ഫോൾ, ഹോസ്പിറ്റൽ റീഅഡ്മിഷൻ,
കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മെഡിക്കേഷൻ എറേഴ്സ്, ഇതെല്ലാം നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ഇതിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെഷർ ചെയ്യുകയും ചെയ്യുക. എന്തിനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? വി ബിലീവ് ദാറ്റ് വാട്ട് വി മെഷർ ഈസ് വാട്ട് വി ക്യാൻ ഇംപ്രൂവ്. അതുപോലെ തന്നെ ഇപ്പോൾ കെയർ ഗിവേഴ്സിൻ്റെ ട്രെയിനിങ് പറയുവാണെങ്കിൽ ഐ വുഡ് സേ അറൗണ്ട് 150+ അവേഴ്സാണ് ഒരു ഗാർഡിയൻ ഏഞ്ചലിൽ ഒരു വർഷം ഒരു കെയർ ഗിവറിന് കിട്ടുന്ന ട്രെയിനിങ്. അത് ഓൺലൈനായും ഓഫ്ലൈനായും സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ്സായും റീഫ്രഷർ ട്രെയിനിങ്സായും ബെഡ് സൈഡ് ട്രെയിനിങ്സായും അങ്ങനെ നീളുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനേക്കാളും കൂടുതലാണ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് 15 മുതൽ 20 മണിക്കൂറാണ്. അപ്പം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഈ ഒരു ട്രെയിനിങ്സ്, ഇത്രയും ട്രെയിനിങ്സ് ഒരു കെയർ ഗിവറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അത്രത്തോളം അവരതിൽ ഡെഡിക്കേറ്റഡ് ആണ്. ഇത് കൂടാതെ എനിക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കീ ഇൻഡിക്കേറ്റേഴ്സ്, ഗാർഡിയൻ ഏഞ്ചലിൻ്റെ കഴിഞ്ഞ 1-2 വർഷത്തെ കീ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തു പറയേണ്ടതായിട്ട് തോന്നുന്നു. 2024 റെക്കോർഡ് പ്രകാരം, സോ ഞാനത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സോ നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ കോട്ടി, അതായത് കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് നമുക്ക് വന്നിരിക്കുന്നത് 2023, 24, 25 2 കേസസാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി നമ്മൾ 85% ക്വാളിറ്റി കോംപ്ലയൻസസിലാണ് നിൽക്കുന്നത്. വി ആർ ഹയർ ദാൻ ദ CDC ബെഞ്ച് മാർക്ക്. അതുപോലെ ഹോസ്പിറ്റൽ റീഅഡ്മിഷൻ ലാസ്റ്റ് ഇയർ ഫ്രം 2024 to 2025 നമുക്കുണ്ടായിട്ടുള്ളത് 64 ഹോസ്പിറ്റൽ റീഅഡ്മിഷൻ കേസസാണ്. ദാറ്റ് ഈസ് എ ഡിക്ലൈനിങ് ട്രെൻഡ് മൂവിങ് ടുവേഴ്സ് ദ CMS സ്റ്റാൻഡേർഡ് ഓഫ് ലെസ് ദാൻ 5%. വെൻ ഇറ്റ് കംസ് ടു ദ എമർജൻസി ട്രാൻസ്ഫേഴ്സ്, അതായത് അത്യാഹിതം സംഭവിച്ച ഒരു പേഷ്യൻ്റ് ERലേക്ക് മാറുക എന്നുള്ളത് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് 2% കമ്പയർഡ് ടു ദ നാഷണൽ ആവറേജ് ഓഫ് 5 to 7%. അഡ്വേഴ്സ് എഫക്ട്സ്, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ മെഡിക്കേഷൻ എറർ, ഫോൾ, അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുള്ള 11 ഇൻസിഡൻസ് ആണ്. 100 ക്ലയൻസിൽ 11 ഇൻസിഡൻസ് ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. വെൻ വി ടേക്ക് 100 ക്ലയൻസ് ഇൻ ആൻ ആവറേജ് 11 പേഷ്യൻസ്, അതായത് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 25 to 35 ആണ് പെർ ഹെഡ്. ക്ലിനിക്കൽ ഔട്ട്കം ഇത് എടുത്തു പറയേണ്ട ഒന്നാണ്. 90% ഓഫ് ഇൻഫെക്ഷൻസ്, അതായത് വൂണ്ട് ഹീലിംഗ് ടൈം ഫ്രെയിമിൽ നടന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ സ്ട്രോങ് ക്രോണിക് ഡിസീസ് കൺട്രോൾ ബോത്ത് എബവ് ദ ഗൈഡ് ലൈൻസ്. പിന്നെ വളരെ സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യം, 2024 to 2025 പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് NPS സ്കോറിൽ നമുക്ക് 4.5 ആണ് ഔട്ട് ഓഫ് 5. അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ പറയുന്നത് കൂടുതൽ എബൗവിലാണ് നമ്മൾ നിൽക്കുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഓപ്പറേഷണൽ എക്സലൻസ്, 30 minutes ഓഫ് ആവറേജ് റെസ്പോൺസ് ടൈം ആണ് നമ്മൾ ഓപ്പറേഷണൽ എക്സലൻസിൽ പറയുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അറൗണ്ട് 80 to 85% കെയറിൽ കണ്ടിന്യൂറ്റി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ നാഷണൽ സ്റ്റാൻഡേർഡ് പറയുന്നത് 1 മണിക്കൂർ റെസ്പോൺസ് ടൈമും 70 മുതൽ 75% ആണ് ക്ലയൻറ്റ് കണ്ടിന്യൂറ്റി, കെയർ കണ്ടിന്യൂറ്റി. പക്ഷേ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് 80 to 85 ആണ്. Good. Okay. Thank you. I'll have to intervene in between. I'm sure you will have not many statistics more to share. We will move on. Thank you. Okay. Thank you so much. നമുക്ക് first question തന്നെ. So, see, you all know. Okay. ഞാൻ അപ്പോളജൈസ് ചെയ്യട്ടോ, എനിക്കൊരു വേറൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ളതുകൊണ്ട് സോറി, എനിക്ക് മുഴുവൻ ഇരിക്കാൻ പറ്റില്ല. സോറി ഓൾ ഓഫ് യു. താങ്ക് യു. ശരി, we have overshot time. Thank you, Dr. ശോഭ. ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ്, അതുകൊണ്ട് കൂടുതൽ ഫോർമാലിറ്റീസ് വേണ്ട എന്ന് ഞാൻ കരുതുന്നു. She will understand. Okay, we'll quickly move on to the thing. Institutional care versus home care. I think we have institutional care representatives and we have Mr. Rajagopal sir, who has walked the journey of engaging guardian angel for his mother's care, in fact even more. So
സാറ് കൂടുതലായിട്ട് ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ is, when you thought about your mother's care, did you consider institutional care and home care? Was that an option that you thought about? In this case, I will be asking you a few questions. Thank you, Mr. Tom, for inviting me into this panel discussion. To answer your question, let me start by answering your question. എൻ്റെ അമ്മയ്ക്ക് I lost her at the age of 93. 2018 onwards, ഗാർഡിയൻ ഏഞ്ചലിൻ്റെ സപ്പോർട്ടിലാണ് ഞങ്ങളെ ഫാമിലി തന്നെ റൺ ചെയ്തിരുന്നതെന്ന് പറയാം. അമ്മയ്ക്കൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മേനെ ഹോസ്പിറ്റലൈസ് ചെയ്യരുത്, അമ്മേനെ ICUയിൽ ഇടരുത്. ആവശ്യം ഉണ്ടെങ്കിൽ പോലും വളരെ ഇൻവേസീവായിട്ടുള്ള മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ. എന്നെ വേദനിപ്പിക്കരുത്, ഇതായിരുന്നു അമ്മയുടെ ഒരു ആഗ്രഹം. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദാറ്റ് I'm so blessed to have identified or to have met Guardian Angel. 2018 മുതൽ 2023 ഏപ്രിൽ 23 അമ്മ മരിക്കുന്നത്. ഒരു വട്ടം മാത്രമേ അമ്മ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളൂ. The home care which we were able to provide with the assistance of Guardian Angel has been a great support for me and my family. എടുത്ത് പറയാം, എനിക്കറിയില്ല, ചിലവരൊക്കെ ഈ ഗ്രൂപ്പിലുള്ള ചിലവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ട്. I remember there was a girl called Janie. She stayed with us for 2 years. എന്തെങ്കിലും ഒരു സന്തോഷം അമ്മയ്ക്ക് വരുമ്പോൾ ആ കുട്ടീനെ വിളിച്ചിട്ട് പറയും, മോളെ നീ നന്നായി വരും. All the time, so many small little blessings had gone to this little girl. ലിറ്റിൽ എന്ന് പറയാം, വളരെ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു, കാഞ്ഞങ്ങാട് നിന്നാണ് വന്നിരുന്നത്. അമ്മ മരിച്ച് 2ാമത്തെ മാസം ഷീ വെന്റ് ടു മാൾട്ട. ഷീ ഈസ് ഇൻ UK നോ. ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ, ഓഫ് കോഴ്സ് ഷീ ഈസ് വെരി വെരി സ്കിൽഡ് പ്രൊഫഷണൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം കൂടി ആ കുട്ടീൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ്. The reason or the first time when I met Guardian Angel, I had some expectation from the caregiver. അപ്പോൾ ഞാൻ അന്വേഷിച്ചിരുന്നത് whether the caregiver would be compassionate, whether the person can give an emotional support. വളരെ ഒരു ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ അല്ല ഞാൻ നോക്കിയിരുന്നത്. കാരണം my mother was able to communicate. Only thing is that she was blind because she had diabetic retinopathy. കണ്ണ് തീരെ കാണില്ലായിരുന്നു. പക്ഷെ അമ്മ വളരെ mentally she was very strong. She wanted somebody to communicate. വളരെ ഒബ്സസീവ് ആയിരുന്നു, വൃത്തി ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ വളരെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആൻഡ് ദെൻ വെൻ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് യുവർ ടീം, I think it was a great journey for, as I told you, for 5 years. ഒരിക്കലും I can't thank you enough and your team for having given us a great support. Thank you very much. So we've been privileged to have people like you as clients. I remember, sir, നമുക്ക് വീഡിയോ ടെസ്റ്റിമോണിയിലൊക്കെ തന്നിരിക്കുന്നതാണ് മുമ്പ്. അതുകൊണ്ട് വി ന്യൂ ഓക്കെ വാട്ട് ഹീസ് ഗോയിങ് ടു സേ ഹിയർ ആസ് വെൽ. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് അറിയേണ്ടിയിരുന്ന ഒരു കാര്യം, the first part, that you never thought about it because that was your mother's desire. That is the first part. Now, we have had, recently for this MOU that I signed with, GOC, after that MOU was signed, the message went around within different circles because he's tweeted and he sent the MOU details to different people. So there's somebody who called me up and called us up and asked, okay, നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽസ്, ഡിഫൻസ് പേഴ്സണലിൻ്റെ ടെസ്റ്റിമോണിയൽസ് കയ്യിലുണ്ടോ, തരാൻ പറ്റുമോ? So these days I don't get myself involved in day-to-day operations that much because organization has enough people to do that. So first thing that came to my mind is, okay, Commander Shobi Jacob is an old friend of mine who has taken my services for about 3 years, long back when I was actually handling it. So I am telling you the name and all because he's
such a nice person, he wouldn't mind even shouting out through the roof about the service. So I reached out to him because he, after his mother passed away, he called me up on a Christmas season and said, Tom, എൻ്റെ മദറിനെ കെയർ ചെയ്ത് ഒന്ന് രണ്ട് പേർക്ക് മദറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ടോമിന് നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ലാത്ത പോളിസിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനൊരു ഇളവ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ I said, okay, such a nice gesture from your side, why not? He sent me checks to be given to those caregivers. He handed it over to me. Now, this is long back. I don't know whether it was 2017 or not. മിനിയാന്ന് ഞാൻ ആളെ വിളിച്ചിരുന്നു ഈ പേർപ്പസിന് വേണ്ടി. ഒരു can I give you a name to the defense person who is asking me for testimony? Oh, he said, very well. And then he told me that Tom, ഇപ്പം ഞാൻ ടോമിനെ ശല്യം ചെയ്യുന്നില്ല, ഞാൻ നേരിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരാളല്ലേ ഇപ്പോഴും ഉള്ളൂ നിങ്ങളുടെ കൂടെ, മറ്റേ ആൾ ഇവിടുന്ന് പോയി. എങ്കിലും he continues to keep in touch. He says, എൻ്റെ മദറിൻ്റെ ഓർമ്മ എനിക്ക് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. ദീസ് ആർ മൊമെൻറ്റ്സ് വെയർ നമ്മൾ എമോഷണലി കണക്റ്റഡ് ആവും, നമ്മൾ ചെയ്യുന്നതിന് അർത്ഥമുണ്ടെന്ന് തോന്നിപ്പോകുന്ന സമയമാണ്. എനിവേ, I just thought I'll share that aspect. Now, without much ado, let's go to Joseph Alex. He is one, pioneer in, institutional care. And we have been interacting and we continue to interact very much. We respect each other for the work that we do. So, Joseph, now, from an institutional care perspective, നമ്മൾക്ക് പണ്ട് കാലത്ത് ട്രഡീഷണലായിട്ട് ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ ഒരു സ്റ്റിഗ്മയുണ്ട്, ഈവൻ ഹോം നേഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിഗ്മയുണ്ട്. ആ സ്റ്റിഗ്മയും കൊണ്ടാണ് നമ്മളെല്ലാം, ആ ചലഞ്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ ചലഞ്ച് when we started this. Now, at this point, we have gone a long way. Home care as well as institutional care is more than accepted in the community as a basic need, and we have gone a long way in terms of providing better quality services too. But how do you ensure our modern care, safety aspects, quality aspects are delivered for individuals? ആ പഴയ ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് അനാഥാലയം അല്ലെങ്കിൽ ഓർഫനേജ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഓൾഡ് ഏജ് ഹോംസ് അറിയപ്പെടുന്നത്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറാൻ പറ്റി? ഹൗ ഹാവ് യു മാനേജ് ഡൂയിങ് ഇറ്റ്? Tom and Guardian Angel team, compliments on completing 13 years. The best is yet to come, I would say, because you are deep-rooted now. Coming to your question, what I personally believe is, idakka sahacharyangala. You cannot predict what is ahead of you. Okay. Now, as far as institutionalized care is concerned, it is, we are talking about professional nursing care. So round the clock, professional nurses are there. So it is care over cure. Our intention is not to sustain or not to prolong the agony of a person, but it is to give him or her the best of care possible so that he overcomes the toughest portion in one's life. Meaning, ഇപ്പം ഞാനും നിങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അല്ലെങ്കിൽ ഒരാളുടെ കരുതലും താങ്ങും ആവശ്യമുള്ളൊരു സ്റ്റേജാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. So there's a lot of love, care, compassion, empathy, personal touch, you name it, all that you need there to, keep the people happy and, all that. നാളെ എൻ്റെ അവസ്ഥ എന്താവും അല്ലെ it is all unpredictable in the sense that is how that's what I've seen in the last 10 years. I've taken care of about 2,000 plus parents by now, have facilitated more than 500 deaths. So what I would sum up as, ജനിക്കാൻ എല്ലാവർക്കും ഒരു പ്രക്രിയ ഉണ്ട്. It is a normal standard protocol where you are in your അമ്മയുടെ വൂമ്പിൽ, you are there for about 9 months and then you come out. കുട്ടപ്പന കുട്ടപ്പയായിട്ട് വരുന്നു. പക്ഷെ മരിക്കാൻ everybody takes a different route.
And എനിക്ക് ക്യാൻസർ ആണെന്ന് ഓർത്തിട്ട് എല്ലാവർക്കും ഒരേപോലെ അല്ല. ഇറ്റ് ഇസ് ദി ആഗനി, ദ പെയിൻ, ദ സഫറിങ് ഇസ് ഓൾ ഡിഫറെൻറ്റ്. യു കനോട്ട് അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട സപ്പോർട്ട്. സോ ദാറ്റ് ഇസ് വാട്ട് പേഴ്സണലൈസ്ഡ് നഴ്സിംഗ് കെയർ ഇസ് ഓൾ അബൌട്ട്. അവരെ മനസ്സിലാക്കി ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുക, അറിഞ്ഞു ചെയ്യുക. എമ്പതി എന്ന് പറയുന്നത് അതാണല്ലോ. ബേസിക്കലി മറ്റുള്ളവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് കെയറിൽ വരുമ്പോൾ the advantage is it is a collective team, meaning it is not one or two people who is deciding, but there is a larger team that is involved in taking a decision. So the stress level on the caregiver is also slightly on the lower side, because ഒന്ന് ചാരാൻ ഒരു ഷോൾഡർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. There is a team, so it becomes easier for us. And the other advantage is, as I said, സാഹചര്യം എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഇപ്പം ചിലർ മക്കൾ വീട്ടിൽ കാണത്തില്ല, വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കും, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം. സോ ഇറ്റ് ഈസ് ഓൾ ഡിഫറെൻറ്റ് ഫോർ എവറിബഡി. ബട്ട് ദെൻ affordability also is a factor when it comes to institutional care, because probably the economies of scale works there. ഇപ്പം വീട്ടിൽ നമുക്ക് 2 nurse വേണ്ടിടത്ത് പ്രോബ്ലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഇതിലാവുമ്പം you don't need 2 people's payout. So അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ളതാണ്. ബട്ട് ഇന്നത്തെ കാലത്ത് കാഴ്ചപ്പാടുകളും മാറി. when you look at ഇന്നൊരു 80-85 വയസ്സുള്ള ആൾക്കാർ, അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ലല്ലോ. 80-85 വയസ്സുള്ളവർ ഇന്നും വാശി പിടിക്കും എൻ്റെ മക്കൾ എന്നെ നോക്കണം എന്നുള്ളത്. ബട്ട് ഇന്നൊരു 75 വയസ്സിന് താഴോട്ടുള്ളവർ, they have seen the world, so they don't want to be on the way of the children. എവിടെയെങ്കിലും നല്ല കെയർ ഹോമിലാക്കുക, ഞാൻ I'll take care of myself എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് മാറി. because there's a lot of change that's happened. Thank you. Thank you, Joseph. Dr. Bobby Sarah. Okay. We call her Dr. Sarah. Okay. End of life and palliative care. This is your focus. And you've been running institutions. Plus, you also do a bit of home care too. So I'm sure even Signature also does home care in and around. So, typically this very same survey talks about institutional care being a second option if given a choice. ഇത് ലോകമെമ്പാടും ഇങ്ങനെ തന്നെയാണ്. we are not no different. ലോകമെമ്പാടും ഇത് തന്നെയാണ്. See, if it is 70% of people, most places, even in US, last research says 70 or more percentage wants to be at their home during their last days. പക്ഷേ unfortunately അവിടെ കെയർ സെറ്റ്, ഹോം കെയർ ഒരു benefits or the kind of services that we are able to provide here, അത് അത്ര കണ്ട് അവിടെ ഇല്ല. erroneous ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ what Helen was quoting is mostly there. അപ്പോൾ അതുകൊണ്ട് we are able to even do much better. I think it is easier to do much better because അവിടെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ കെയർ ഗിവറിനെ കിട്ടാൻ ആലോചിക്കുകയേ വേണ്ട. They want to enjoy their life, so they will not come. So typically it is more of Indians, I am told, who do the weekend because they get that money, they are looking for that money, extra money. So the question to you is this, doctor. See, in your experience, real advantages that you have seen when patients are able to stay at home under a structured care. നമ്മളിപ്പോൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ at the same time, in an institutional care, when a person is in their last stages, end of life journey, what do you think are the advantages and where do you see the tipping point where transition to a the institutional care is necessary? It is not possible in home care. Where do you see that? Thank you Tom for the question, and I think this is a great place. I think congratulations on your 13th anniversary. എല്ലാ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും പ്രധാന കാരണം അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ കെയർ ഗീവേഴ്സാണ്. അപ്പോൾ ഈ ബ്ലൂ പടയോട് പ്രത്യേകിച്ച് എൻ്റെ കൺഗ്രാജുലേഷൻസ്. യു ആർ ചേഞ്ച്ഡ് ദ നെയിം ഓഫ് ദ ഗെയിം. കെയർ ഗിവിങ് എന്നുള്ള ഒരു മേഖലയിൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നതിന് ഗാർഡിയൻ ഏഞ്ചലിനോട് ഐ തിങ്ക് ഐ ഷുഡ് കൺഗ്രാജുലേറ്റ്. എൻ്റെ ജേർണി എന്ന് പറയുന്നത് ഈസ് ഫ്രം ഹോം കെയർ ടു കെയർ ഹോം.
എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്, ഞാനൊരു ഹോം കെയർ സ്ഥാപനം നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ഐ യൂസ് ടു വിസിറ്റ് ഹോംസ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മക്കൾ കൂടെ ഉള്ളവർ ഭാഗ്യവാന്മാർ. അതിൽ ജോലിയും റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കോമ്പിറ്റൻ്റായ മക്കൾ അപ്പനെ അമ്മയെ നോക്കാൻ കഴിവുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ധന്യർ തന്നെ. സോ ദാറ്റ് ഈസ് ദ കറൻറ്റ് സിനാരിയോ ഓഫ് ഓൾ ദ ഹോംസ്. ഞാൻ ഹോം കെയർ ചെയ്ത സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച, വാട്ട് ലെഡ് മീ ഓർ ദി ഇൻസിഡൻറ്റ് ദറ്റ് ട്രാൻസിഷൻ മീ ഫ്രം ഹോം കെയർ ടു കെയർ ഹോം വാസ് a house I visited where there was an elderly lady alone with a home nurse, and the catheter was brown color, an orange color Forley's catheter was brown in color with pure dirt. I did a urine routine. I put a gauze and I just wiped the Foley's catheter and I showed the caregiver. I said, inganeyana. I put a our nurse taught her how to do it. 3 നേരം ഇത് ചെയ്യണം, ഇങ്ങനെയല്ല കാത്തറ്റർ നോക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത ആഴ്ച റിവ്യൂവിന് ചെന്നു. ഫോളീസ് കാത്തറ്ററിന് ഒരു മാറ്റവും ഇല്ല, ഹോം നേഴ്സിനും ഒരു മാറ്റവും ഇല്ല. നത്തിങ് ചേഞ്ച്ഡ്. I immediately called the daughter. She is a nurse in Dubai. I said, this is what is happening. What are you going to do? അപ്പോൾ she told me, madam, എനിക്ക് ഇവിടെ ഫാമിലി ആയിട്ടാണ് ഞാൻ കഴിയുന്നത്. ഞാൻ അവിടെ വന്ന് നിന്നാൽ ശരിയാണ്, അമ്മയെ നോക്കാം, പക്ഷേ ആ കെയർ ഗീവറിന് കൊടുക്കുന്ന ശമ്പളം പോലും എനിക്ക് കിട്ടത്തില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ ആ അമ്മ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞത്, ഡോക്ടർ എവിടെയെങ്കിലും ഒരു വീട് എടുത്താൽ ഞാൻ അവിടെ വന്ന് നിൽക്കാം. ആൻഡ് ഐ തോട്ട്, വാട്ട് ഈസ് ഷീ ഗോയിങ് ത്രൂ ഇൻ ദാറ്റ് ഹൗസ് വെൻ ഐ എം നോട്ട് ദെയർ? What happens in that house alone with a caregiver is what bothered me. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, I said, നമുക്ക് 10 പേരെ നോക്കിയാലോ. What I did immediately after that was I actually started a caregiving training program. ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങി, പേപ്പറിലിട്ടു, 8 പേര് വന്നു. ഞാൻ 6 ആഴ്ചത്തെ ട്രെയിനിങ് കൊടുത്തു, സർട്ടിഫിക്കറ്റും കൊടുത്തു. 6 പേരുടെയും ഫോൺ നമ്പർ ഓഫാണ്, എല്ലാവരും പുറത്തുപോയി. So that was the end of ടോമിന് ശരിക്കും പറഞ്ഞാൽ I had to congratulate him for continuing this for 13 years with this. I really must say it again. And then my own story. Today my father is a resident at my care home in Kalamassery. We started with 10 beds. 2018 10 bed വെച്ചിട്ട് told my husband, we started a charitable institution actually. And he said, നമുക്ക് 10 പേർക്കെങ്കിൽ 10 പേർക്ക്, let us give them proper care. I could not, that image of that lady is still in my mind. It is still haunting me today also, even as we are doing that was the one incident that tipped from home care to care home. And today we are serving 110 residents. 117 is our count as of today. We have a 150 bed capacity today. We have 3 units, one in Kakanad, one in Kalamassery, and recent one opened in Elamakra. Now the scenario actually what Kerala is facing is a shift in our demographics because of our advanced healthcare. The best healthcare is available today. സമാധാനമായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ ഇപ്പോഴത്തെ മെഡിക്കൽ സിസ്റ്റം അനുവദിക്കത്തില്ല കേട്ടോ. സോ you cannot die of a heart attack in Kerala. If you are having a heart attack, you will be put on some treatments and you may come out either the same way you went in, or you will come out as a person who is dependent on care. And the problem, what is currently what we are facing is a term called chronic illness, where you have a stroke, you walk to the hospital, one side is paralyzed. The moment you are treated in the hospital, the stroke is treated, but you are still not able to walk. You need 2 people to take care of you. So the thumb rule, what I generally advise families, just yesterday I had a call from a lady in the US. She called me and said, my mother is independent. She can do everything on her own. She has memory loss. So should I keep a caregiver? So I said, very simple. Your mother is now 85 years old. 85-year-old where she has not kept a caregiver. Yes or no? Yes. Is she managing the money? She said yes.
I said, do you think if a caregiver comes in this 85th year when she is independently able to manage everything, do you think she will allow a caregiver? I said, daughter only told me, third day she will send her off. I said, am I right if I say that you have lost money? She said, yes, you're right. I said, she has only 190 rupees left in the bank account. So, lakhs have been stolen by stolen I would not say. I would say the caregivers are able to understand their emotional and their mental gaps and are able to maneuver and get them, because nobody is there to monitor. Children are there, from recently there was a cartoon we had posted in our Indian Medical Association, the doctors group, where a doctor is coming to the house and father is bedridden and one son is pressing the feet of the father, and the father is saying, this is my idiot son, my intelligent son has gone to America. So the son who is here and has to take care is often the idiot. And they are the one that criticize the most, because the American fellow will say, you should have gone to this hospital. The New Zealand fellow will say, you should have gone to that hospital. Then the New Zealand nurse will be one of the daughter-in-law. They will give class to the caregiver about the New Zealand protocol. Then the American one will say, give the caregiver another, your quality head will get a class on American protocol. But actual care is given by the person who is on your right side, whom your hands reach. So there was a guy who died in Bangalore. He's a foreigner. So he did not have a family. The family he had is in the UK. He has left he's an architect and his net worth is close to 25 crores. He has left his entire assets to his caregivers. Why? Because I think one of the reasons we must understand today is caregiving is a difficult job. At the end of the day, caring for a stranger is even more difficult. You are expecting all the empathy, sympathy and all from a stranger, which your children, knowing your nature, are not able to give. Today I keep telling, we have people who have been with us for years. When we go to their funerals, to be very honest, we are the only ones crying. Because sometimes the elderly people also have a part in this transition from home care to care home. There is a level of independence that people have grown up with, and they don't like to be dictated terms. And this is a thing that is shifting in terms of like what Alex said. My father is 90 years old today. Today he is very happy in my Kalamasheri care home because he has 3 daughters, and he says if I ring a bell, a person must come. And he has lived till the last 6 months, he has lived on his own. He was driving till 87. He's a very independent person. He does not like to be told what he should do. He does not like any kind of limitations put on him, and he does not like the fact that any daughter or son-in-law has to be responsible for his care. So we are going to that generation, which is why care homes are going to come, and they will be, see, there's always I would like, madam is my teacher, Shobha ma'am, and I feel today, like Alex was saying, there is a shift in the mindset. And there will be, see, today at home, you don't get a person to even clean your house or change a bulb. There are reasons why we are moving to flat culture and institutional care. So criteria for institutional care is a question that was asked, and we follow a very simple system. 1-person care managed at home, 2-person care institutional care. How do we manage institutional care? We have a admission criteria. So 2-person care would include, for example, somebody is totally bedbound to your level 1, level 2, level 3 of care. Memory loss to us mild, we don't recommend institutional care. It will actually worsen their memory loss. So for people with dementia especially, moderate to severe dementia, it is always better for them because they don't know their own names. And it does not make sense for them. It does not really matter to them whether they are at home or they are in an institution. I had a dementia patient who in the night, he went and stabbed his own son. His son is an IT guy, he was working in the nights. He went to the kitchen, took a knife. This guy was working. From the back, his own father came and stabbed him thinking he's a thief.
So safety is a big concern for dementia patients, and institutional care is sometimes better. So what are some of the questions you must ask? First, what is your parents' wish? That is the first thing. Now, for us, I'm very clear. I told my kids, my dad is in CanCare, I'm going to be in CanCare. There is no questions about it. And that's the kind of quality that I will have so that I can also be there. Second question to ask is, one, are they safe at home? Do they need two people to care at home? So if you need two people to care at home, then you need supervise. Do you have the provision for supervision of care? Is somebody available to supervise the care? Otherwise, I had an editor of one of the famous magazines. He was in Hyderabad. They had a 6-bedroom villa with a whole crew of 6 people to take care of them. The nurse and the caregiver had a fight, and both of them walked out of the house. They airlifted that patient from Hyderabad to our center. One daughter is a doctor in Dubai. Son is a chartered accountant in Australia. Both have CCTV cameras, so they know what happened. But they're helpless. So institutional care is coming because of 2 reasons: chronic care and lack of supervised care at home. These are probably the criteria. Yeah. So thank you very much. Thank you, doctor. In fact, that is what we are trying to even achieve. If given those aspects can be addressed. Guardian Angel Care Home should come up next. I think you are all doing a good job. We have enough space within home care itself to, gaps to be filled in. Yeah, no, it's a huge, I'm sure. I know. And I know that there are hundreds of, places coming up, assisted living and senior living places coming up too. I mean, it's all good in the sense that, it is all to cater to that crowd which now feels alone because the next generation is not here. I mean, Tom, just to add to that, see, the real challenge is not all this. It is getting, the right kind of people with attitude. I would take a bow to all the Guardian Angel staff here sitting. കാര്യം നിങ്ങളുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുത്തേക്കുന്നത്. അത് മറക്കാതിരിക്കുക. നിങ്ങളിലുള്ള നന്മ, ഇപ്പം ഇന്ന് രാവിലെ പമേല മാഡം പറഞ്ഞ പോലെ ആ പറയുന്ന അപ്പച്ചനോ അമ്മച്ചിയോ നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യാൻ തുനിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുക. കാര്യം നിങ്ങളോടുള്ള ആദരവാണത് കാണിക്കുന്നത്. തെമ്മാടിത്തരം കാണിക്കുന്ന അപ്പച്ചന്മാരില്ല എന്നല്ല, അത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ബാറ്റച്ചൊക്കെ എന്നാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ചെയ്യുന്നത് സ്വീകരിക്കുക. അതിന് ഒരു തെറ്റുമില്ല. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സൽപ്പേര് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കാശൊക്കെ പെട്ടെന്ന് തീരും. സൽപ്പേര് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. താങ്ക് യു. Thank you so much. With that, I think, he has concluded. I don't think I need to add anything more. Idea was to actually open up some of these questions so that, the thought process will continue, discussions will continue. We don't have, clear-cut solutions. But one of the things that I really want to put forth is, regulations in this sector is something that is missing. 100%. Home healthcare is not even defined. And we get questions from GST, this, that, and all concerning, are you doing healthcare? I mean, you feel like, whatever you have done in the last 13 years is wasted. That is how it is coming. So, regulations are a necessity. Even to the, caregivers, in the Western world, they do have, blacklisting of caregivers if you do financial exploitation or even abuse the elders. All of that is there. All that should come in so that, individuals with passion, compassion and, that caregiving streak do flourish. You don't have to chase money. Money will chase you if you are a good caregiver is what I think. And there are enough opportunities within India itself. Now, all the best. And, I also, sincerely appreciate my team members, people who have chosen the career as caregivers and, nurses within Guardian Angel. Thank you so much, and thank you all for joining. Bus, kindly stay on the stage. We would like to gift a memento to all the panel members. I invite Tom sir to give away the memento. First, Dr. Bobby Sarah Thomas.
Joseph Alex sir. Rajagopal sir. Ronnie Vinod. Helen Joy. Thank you everyone for the wonderful section and time. Client testimonials are always special. We have another video from one of our clients. Kindly request you to direct your attention to the screen. ഇങ്ങനെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചേട്ടൻ്റെ പെട്ടെന്നുള്ള മരണം. ചേട്ടൻ്റെ മരണത്തെ തുടർന്ന് ഇനി എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നാലോചിച്ചിട്ടില്ലേ ഞാനൊരു ജോലി തേടാൻ തുടങ്ങി. എൻ്റെ പേര് ബിന്ദു ടോമി. ഞാൻ ഗാർഡിയൻ ഏഞ്ചലിലെ കെയർ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സാറ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ആരാവാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് എനിക്കൊരു നേഴ്സായിക്കൂടാ. അങ്ങനെ ഞാൻ വിശാഖപട്ടണത്ത് നേഴ്സിംഗ് പഠിക്കുവാനായി പോയി. നേഴ്സിംഗ് പഠിച്ചു വന്നതിന് ഉടനെ തന്നെ എൻ്റെ വിവാഹമായിരുന്നു. അങ്ങനെ കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ ഞാനൊരു 8 മാസം ജോലി ചെയ്തു. ശേഷം ചേട്ടന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം എനിക്ക് 2 കുട്ടികളുണ്ടായി. അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വീട്ടമ്മയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഞാൻ 5 വർഷം മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി സേവനമനുഷ്ഠിച്ചു. ഇങ്ങനെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചേട്ടൻ്റെ പെട്ടെന്നുള്ള മരണം. ചേട്ടൻ്റെ മരണത്തെ തുടർന്ന് ഇനി എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നാലോചിച്ചിട്ടില്ലേ ഞാനൊരു ജോലി തേടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പത്രത്തിലൊരു പരസ്യം കാണുന്നത്. അതുപ്രകാരം ഞാൻ എറണാകുളത്ത് ഒരു ഏജൻസിയിൽ ചെന്നു. അപ്പോഴാണ് അവർ ഗാർഡിയൻ ഏഞ്ചലിനെ കുറിച്ച് പറയുന്നത്. ഗാർഡിയൻ ഏഞ്ചലിൽ ട്രെയിനിങ് ഉണ്ടെന്നും ആ ട്രെയിനിങ് പാസ്സായാൽ മാത്രമേ അവർ ജോലിക്ക് എടുക്കുള്ളൂ എന്നും അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഹോം നേഴ്സായിട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായി. പക്ഷേ ഗാർഡിയൻ ഏഞ്ചലിലെ ട്രെയിനിങ് സമയത്ത് ഞങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ചും ഞങ്ങൾ ചെയ്യേണ്ട കെയറിനെ കുറിച്ചും എല്ലാം വിശദമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാറുണ്ടായിരുന്നു. കെയർ ഗീവറായിട്ട് ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് മമ്മി പറഞ്ഞപ്പോൾ എനിക്കും ചേച്ചിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. മറ്റൊരാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത് സേഫ് ആയിരിക്കുമോ, സമയത്ത് ഭക്ഷണം ലഭിക്കുമോ, ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്ത. എന്നാൽ മമ്മി ഗാർഡിയൻ ഏഞ്ചലിലെ ട്രെയിനിങ് സമയത്ത് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മമ്മി ജോയിൻ ചെയ്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായി. മമ്മിയെ കോൾ ചെയ്യുമ്പോൾ മമ്മിയുടെ സംസാരത്തിൽ നിന്ന് മമ്മി ഹാപ്പി ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫീസും മറ്റു ചിലവുകളും കൃത്യമായി അടയ്ക്കുവാൻ മമ്മിക്ക് കഴിഞ്ഞു. ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരുവാനും മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാനും മമ്മിക്ക് സഹായമായത് ഗാർഡിയൻ ഏഞ്ചൽ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് എന്നോട് പറയുമായിരുന്നു കേരള രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ കുറിച്ച്. പല പ്രാവശ്യവും ഞാൻ മറന്നുപോയ ഒരു കാര്യമായിരുന്നു അത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കേരള രജിസ്ട്രേഷൻ എടുത്തു. കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. ഞാനത് ഓഫീസിൽ എൻ്റെ നേഴ്സിംഗ് സൂപ്പർവൈസറെ കൊണ്ട് ഏൽപ്പിച്ച് അന്ന് എന്നെ കെയർ കോർഡിനേറ്ററായി ഓഫീസിൽ നിയമിച്ചു. ഈ തിരക്കിൽ നിന്നെല്ലാം മാറി വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. കെയർ ഗീവർ രംഗത്ത് നിന്നും കെയർ കോർഡിനേറ്റർ രംഗത്തേക്ക് വന്നപ്പോൾ എനിക്കും പല ചലഞ്ചുകളും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കൂടെയുള്ളവരുടെ സഹകരണവും എൻ്റെ മേലുദ്യോഗസ്ഥരുടെ സഹായവും ചേർന്നുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി എനിക്കും ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി, സ്പെഷ്യൽ റെക്കഗ്നേഷൻ അവാർഡ്. ഒരു ജോലി തേടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രായമോ കഴിവോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാമെന്ന ഒരു മേഖലയാണ് കെയർ ഗിവിംഗ് മേഖല. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറായിട്ടുള്ള ഒരു ഏജൻസിയാണ് ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ.
ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ എംപ്ലോയീസിൻ്റെ റിയൽ ലൈഫ് ഫീച്ചർ ചെയ്ത് ഹൗ ഡിഡ് ദിയർ ലൈഫ് ചേഞ്ച് ആഫ്റ്റർ ഗാർഡിയൻ ഏഞ്ചൽ എന്ന തീം ആസ്പദമാക്കിയുള്ള വീഡിയോ സീരീസ് ആണ് ഏഞ്ചൽസ് ഓഫ് കെയർ. അതാണിപ്പോൾ പ്ലേ ചെയ്തത്. നെക്സ്റ്റ് വി ഹാവ് ഡോക്ടർ സിജു തോമസ് തോട്ടപ്പള്ളി. He is a homeopathic doctor and a faculty development trainer with more than 23 years of experience in the fields of education, training and holistic wellness. He has conducted over 3,500 need-based training programs across India and abroad and is a trainer of Junior Chamber International and Oxford University Press. In the academic arena, he holds a postgraduate degree in value education and spirituality, a postgraduate diploma in counseling psychology and certifications in special education. I now invite Dr. Siju Thomas Thottapulli to address the crowd. Good afternoon, everyone. Good afternoon. Are you feeling hungry? നല്ല വിശപ്പായി തുടങ്ങിയ സമയത്ത് ഞാൻ സമയം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്. ഇസ് ഇറ്റ് ടു ലേറ്റ്? കുഴപ്പമില്ല. ഇസ് ഇറ്റ് ഓക്കെ? റൈറ്റ്. ടോം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം റിയലി ഹാപ്പി ടു ബി ഹിയർ. Almost 12-13 years back, we conducted one training program in a beautiful place called Mala. Mala നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു സ്ഥലമാണ്. And the Mala, okay. And the program's name was Train the Trainers program. എങ്ങനെ ഒരു ട്രെയിനർ ആവാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു ആ ട്രെയിനിങ് പ്രോഗ്രാം. So we asked all the participants, why you are participating for this kind of a training program? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം മോസ്റ്റ് ഓഫ് ദ ട്രെയിനേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഫോർ ദ പ്രോഗ്രാം, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു പാർട്ടിസിപ്പേറ്റഡ് ഫോർ ദ ട്രെയിനിങ് പ്രോഗ്രാം ആൻസർഡ് like this, for learning or we want to become a trainer and something like that. But few of them answered like this: we are here to participate to know what is the scenario in Kerala. We are already trainers, we are training abroad. So we are coming to Kerala, we are coming to India, and we would like to know about the training scenario. ഇവിടെ എന്താ സംഭവിക്കുന്നത്, കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്, ട്രെയിനിങ് എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇവിടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് we are participating. My dear friends, 13 years back, we conducted that program at Mala, and that program got over. The 3 days program വളരെ ഗംഭീരമായിട്ട് അവസാനിച്ചു. അത് കഴിഞ്ഞപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരു പാർട്ടിസിപ്പൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ട്രെയിനിങ്ങിലേക്ക് പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ ദോ ഐ ലവ് ERP ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ ട്രെയിനിങ് പ്രോഗ്രാം, ബട്ട് ഐ എം ഗോയിങ് ഫോർ അനദർ കൈൻഡ് ഓഫ് എ ട്രെയിനിങ് പ്രോഗ്രാം, ആൻഡ് ദാറ്റ് ഈസ് ഫോർ കെയർ ഗീവേഴ്സ്. ആൻഡ് ഹീ ഇൻവൈറ്റഡ് മീ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എ ട്രെയിനിങ് പ്രോഗ്രാം അറ്റ് കാക്കനാട്. കാക്കനാടിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 10-12 പേരേ ഉള്ളൂ നമുക്ക് എന്ന് പറഞ്ഞു. അവർക്കൊരു ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് that person invited me. When I came to Kakanad, എൻ്റെ മുമ്പിൽ ഏകദേശം 10-12-16 പേരോ എൻ്റെ മുമ്പിൽ ഏകദേശം 13 കൊല്ലം മുമ്പ് എൻ്റെ മുമ്പിലിരുന്ന് കുറച്ച് ഡിസ്കഷൻസും തമാശകളും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയ ആ ഓർഗനൈസേഷൻ്റെ CEO മറ്റു ആരുമല്ല, ഇന്ന് ഞാൻ കുറച്ച് അസൂയോടുകൂടിയും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മിസ്റ്റർ ടോം is over here as the managing director of Guardian Angel. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചൊരു കാര്യമാണ് ഞാൻ ഇവിടെ രണ്ടാമത്തെ സ്ലൈഡായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾവേസ് ദ ലീഡേഴ്സ് നെവർ സ്റ്റോപ്പ് ലേണിംഗ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു കാര്യത്തോടുകൂടെ ആരംഭിക്കുമ്പം ഞങ്ങൾ അന്നെടുത്തൊരു ഫോട്ടോയും കൂടി ഇവിടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. where Tom is there with me 13 years back for that Train the Trainers program. And my dear friends, and there we started 13 years back. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അന്ന് കറുത്ത മുടിയാണ്, ഇപ്പോൾ വെളുത്ത മുടിയാണെന്നുള്ള ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ.
പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ പണ്ടും അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് factor I would like to put over here is very simple, and that is always learn and lead. ഞാൻ ഈ ഒരു നിമിഷത്തിൽ let me do one small gesture of respect. ഞാൻ എൻ്റെ സുഹൃത്തായ ടോമിനി സ്റ്റേജിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. കാരണം ഇതിനേക്കാളും നല്ല ഒരു മുഹൂർത്തം വേറെ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പ്ലീസ് put your hands together for this great young man. A simple gesture from my team of trainers over here. ചെറിയൊരു പൊന്നാടയാണ് കേട്ടോ, പക്ഷെ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു പൊന്നാടയാണ്. My dear friends, in this great afternoon, I would like to say only one simple thing. ഇവിടെ ഞാൻ അദ്ദേഹത്തിന് പടം കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇന്ന് everyone, when we go for all this kind of a training program, we always ask artificial intelligence, we always ask ChatGPT, we always ask, നമ്മൾ ഇന്ന് മിക്കപ്പോഴും ഇങ്ങനെ ChatGPTയോടൊക്കെ ചോദിച്ചിട്ടാണ് പല കാര്യങ്ങളിലേക്കും നമ്മൾ എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ പലരും പഠിച്ചിട്ട് വരാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനും ചോദിച്ചു ChatGPTയോട് എന്താ ചെയ്യേണ്ടത്, എന്താണ് നമ്മളിവിടെ സംസാരിക്കേണ്ടതെന്ന്. ChatGPT പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചത് നല്ലതായിരിക്കുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതെല്ലാം ഇവിടെ ഓൾറെഡി നടക്കുന്ന കാര്യമാണ്. വളരെ ഗാർഡിയൻ ഏഞ്ചൽസ് വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നു, ഇതിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. എന്ത് AI വന്നാലും, നമുക്ക് ഇന്ന് ജെമിനി വന്നാലും എന്ത് വന്നാലും ഞാൻ പറയും, whatever happens in this beautiful world of caring, one of the most important factor what we can keep in our mind is always, ഞാൻ പറയും, AI won't replace caregivers but rather assist them. It can enhance caregiving and create a comprehensive support. തീർച്ചയായിട്ടും ഞാനിവിടെ പറയുക, AI എത്രത്തോളം അഡ്വാൻസ് ചെയ്താലും one of the most important factor what you have to keep in our mind is always AIക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം വാട്ട് ഈസ് ഗോയിങ് ത്രൂ മൈ മൈൻഡ് ഈസ് ഓൾവേസ്, ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പം എൻ്റെ മനസ്സിലുള്ള ചിന്ത, angels are always young. ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞേട്ടോ, സന്തോഷം കയ്യടിയിലായിക്കോട്ടെ. സോ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളിവിടെ ഇരിക്കുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, one of the most important factor, AI ഇന്ന് നമ്മളെ അസിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ റീസെൻ്റ്ലി I went through one of the wonderful book by one of my very good friend. അദ്ദേഹം എഴുതിയ ഈ പുസ്തകം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഡോക്ടർ വർഗീസ് മാണി, ഹീസ് ഫ്രം തൃശ്ശൂർ. അദ്ദേഹം എഴുതിയ, ഹിസ് എ മാക്സിലോഫേഷ്യൽ സർജൻ, ഡെന്റിസ്റ്റാണ്, വളരെ ഫേമസ് ആയ ഇന്റർനാഷണലി നോൺ ഡോക്ടർ. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്, പറ്റുമെങ്കിൽ നിങ്ങൾക്കും വായിക്കാം, ദി നെക്സ്റ്റ് സ്പീഷീസ് ബിയോണ്ട് DNA. അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മേ ബി ആഫ്റ്റർ 100 years ഓർ സംതിങ്, ഇത് നമ്മളെ AI ചിലപ്പം നമ്മളെ മുമ്പിലേക്ക്, അതിനേക്കാളും മുമ്പിലേക്ക് ചിലപ്പം നിൽക്കുമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും 100 years ആഫ്റ്റർ ആ ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലായിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, AIനെ കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ നട്ടുച്ച സമയത്ത് ഞാൻ ഈ മൈക്കും പോഡിയത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള സ്പേസ് ഭയങ്കര കൂടും. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റാൻഡ് ഓവർ ഹിയർ. കാരണം പ്രത്യേകിച്ച് ഞാനൊരു ഡോക്ടറാണ്, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നിന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ, AIനെ കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ, പ്രത്യേകിച്ച് കെയറിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ, കഴിഞ്ഞ ഏകദേശം 2-2.5 മണിക്കൂറായിട്ട് നമ്മൾ ഒരുപാട് വളരെ സീരിയസ് ആയിട്ടുള്ള പാനൽ ഡിസ്കഷൻ, പ്രത്യേകിച്ച് ഞാൻ പറയും പാനലിലെ എല്ലാവർക്കും ഒരു ഗംഭീര കയ്യടി ഒന്ന് കൊടുക്കണമെന്ന് പറയും. കാരണം ദാറ്റ് വാസ് എ ഹൈലി ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻസ് വിച്ച് ഹാപ്പൻഡ് ഹിയർ. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഏതാനും ചുരുങ്ങിയൊരു നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഇന്ന് നിങ്ങളോട് വന്നിരിക്കുന്നത്, ദിസ് ഇസ് ഫോർ ദ 13th year celebration. My question is humble and simple. Are you ready to celebrate? Hello, are you ready to celebrate? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പോഡിയം വിട്ടും താഴ്ത്തിക്ക് ഇറങ്ങാൻ I'm going to ask you a few questions. എനിക്ക് ആ മൈക്കും തരോ? The question is very simple. How many of you are very good in drawing? Can you raise your hands? How many of you are very good in drawing? ഒരു കയ്യടി കൊടുത്ത ഒരാൾ മാത്രമേ കൈ വന്നിട്ടുള്ളൂ. 1-2 പേര്. Okay. How many of you are very good in painting? 3 പേര് കൈ വന്നിട്ടുണ്ടോ? How many of you are good in painting?
പെയിൻറ് ചെയ്യണം. ഡ്രോയിങ് കഴിഞ്ഞിട്ട് പെയിൻറ് ചെയ്യണ്ടേ? സോ ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ പെയിൻറ്റിങ്? ഓൺലി 1, 2, 3. ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ പെയിൻറ്റിങ്? ആ ബ്രഷും പെയിൻ്റൊക്കെ വെച്ചിട്ടേ പെയിൻറ് ചെയ്യാൻ. ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ പെയിൻറ്റിങ്? ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ പെയിൻറ്റിങ്? ആരുമില്ല. 1 person is there. 1, 2, 3. കയ്യടി വീണ്ടും വന്നോട്ടെ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ചോദിക്കാം. ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ സൈക്ലിംഗ്? സൈക്കിൾ ആവട്ടെന്ന് അറിയുന്ന ചില ആൾക്കാർക്ക് ഒരു സംശയം, ഇത് എവിടേക്കാണാവോ പോണേന്ന്. അതുകൊണ്ട് പലരും കൈ പൊന്തിക്കാൻ ഒരു വിഷമം. കയ്യടി ഇങ്ങനെ വന്നോട്ടെ, കയ്യടി ഇങ്ങനെ വന്നോട്ടെ. ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ സ്വിമ്മിങ്? സ്വിമ്മിങ്, ഓക്കെ, ബ്യൂട്ടിഫുൾ. കയ്യടി വീണ്ടും വന്നോട്ടെ. ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ, സിൻസ് ലോട്ട് ഓഫ് ലേഡീസ് ഓവർ, ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ ഡാൻസിങ്? ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ ഡാൻസിങ്? ദാറ്റ്സ് ഇറ്റ്, ബ്യൂട്ടിഫുൾ. ഒരു കയ്യടി ആയിക്കോട്ടെ, കയ്യടി വീണ്ടും ആയിക്കോട്ടെ. ഡാൻസിങ് പറയുമ്പോൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓൾവേസ് സിംഗിങ്, റൈറ്റ്? സോ ഹൗ മെനി ഓഫ് യു ഗുഡ് ഇൻ സിംഗിങ്? യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു അവാർഡ് വാങ്ങിച്ചൊരാൾ കൈ പൊന്തിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ, ആകെ 3 പേരും മാത്രമേ ഉള്ളൂ സിംഗിങ്ങിനായിട്ട്. ആ 3 പേര് കൈയോടെ പൊന്തിച്ചതിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം നല്ല കാര്യമായിട്ടുള്ള അടിപൊളി പാട്ടൊക്കെ പാടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പാടില്ലേ? ഈ നട്ടുച്ച സമയത്ത് നമുക്കൊരു പാട്ടോടുകൂടി സെലിബ്രേഷൻ ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഐ വെൽക്കം ദിസ് യങ് ജെന്റിൽമാൻ ഹു ഗോട്ട് സം അവാർഡ്, റൈറ്റ്? പ്ലീസ് ബി ഹിയർ, കം. What's your good name? Sanal. Sanal, വരൂ. Yes. So Sanal is going to sing a song for us. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെങ്കിൽ നല്ലൊരു കയ്യടി എന്ന് കൊടുത്ത് സനലിന് വേണ്ടിയിട്ട്. So Sanal is going to sing a song for us, and meanwhile what you will be doing? കയ്യടിക്കുക. Somebody is saying clap. Something more? ചെറുപ്പക്കാരിവിടെ ഉണ്ട് പറയുന്നു ഡാൻസ് ചെയ്യുമെന്ന്. ഓക്കെ, സോ ആർ യു റെഡി ടു ഡാൻസ്? ചില ആൾക്കാർ കൈ ഓൾറെഡി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നു മോണിക്കാന്നും പറഞ്ഞിട്ട്. ഓക്കെ, സോ സനൽ ഈസ് റെഡി ഫോർ ദാറ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് തിരക്കൊന്നുമില്ലല്ലോ? ഹലോ, തിരക്കൊന്നുമില്ലല്ലോ? ഒരു തിരക്കില്ല. സനൽ ഈസ് ഗോയിങ് ടു സിംഗ് എ സോങ് ഫോർ us. സനൽ പ്ലാൻ എ സോങ്. ഓക്കെ, 4 വരി മതി കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യണമെന്നാണ് പറയണവർ. റെഡി? സോ മീൻ വൈൽ സനൽ പാട്ട് പാടും, നിങ്ങൾ എന്ത് ചെയ്യും? ഡാൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഓക്കെ, അപ്പോൾ പാട്ട് എവിടെ നിന്ന് വരും? നിങ്ങൾ ഡാൻസ് ചെയ്യും. പക്ഷെ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു സ്റ്റാൻഡ് സ്റ്റിൽ സംവെയർ. നിങ്ങൾ നിന്നോടത്ത് നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുകയല്ല ചെയ്യുക. യു വിൽ ബി മൂവിങ് ഓവർ ഹിയർ. ഈ ഹാളിൽ മുഴുവൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടരുത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ യു വിൽ ബി മൂവിങ്. ഇസ് ഇറ്റ് ഓക്കെ? ഹലോ, ഇസ് ഇറ്റ് ഓക്കെ? നിങ്ങൾ എസ് പറഞ്ഞാലേ മുമ്പോട്ട് പോകുള്ളൂ. ഇസ് ഇറ്റ് ഓക്കെ? Wonderful, right. So my dear friends, you will be moving here and there, but in between പെട്ടെന്ന് പാട്ട് സനലിൻ്റെ നിൽക്കും. ഓക്കെ, സനലിൻ്റെ പാട്ട് നിൽക്കുമ്പം എന്താ പറഞ്ഞേ? നിങ്ങളൊന്നും നിൽക്കണ്ട, ഞാനൊരു നമ്പർ പറഞ്ഞോളാം. ഇവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. ഞാൻ വിചാരിക്കണേക്കാൾ മുമ്പിൽ അവർ ഉണ്ട്. ഓക്കെ, അവർ ഫ്രീസ് ആവണമെന്നൊക്കെയാണ് പറയണേ. ഓക്കെ, ഗാർഡിയൻ ഏഞ്ചലിൽ മൊത്തം ഫ്രീസ് ആവണമെന്ന് തോന്നണം അല്ലേ? സോ ഞാൻ ഒരു നമ്പർ പറയും. So for example, if I'm going to say number 4, okay, ഞാൻ 4 പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഫോം ചെയ്യണം. That's all. Is it okay? Ready? പക്ഷെ 4 പേരിൽ നമ്മളായില്ലെങ്കിൽ, if you are not belonging to any group, you will be getting $1 million opportunity to be here instead of Sanal. പുരിഞ്ചുതാ? മനസ്സിലായോ? പരിപാടി ഭയങ്കര ഈസിയാണ്. ഓക്കെ, പാട്ട് പാടിയിട്ട് നമ്മൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നമ്പർ പറയുമ്പം ആ ടീമിൽ നമ്മൾ ആയില്ലെങ്കിൽ, ഒരു ടീമിലും ആയില്ലെങ്കിൽ നമ്മൾക്ക് ഒരു VVIP പദം കിട്ടുമെന്ന് സനൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് സനലിന് പകരം പാട്ട് പാടാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. Guardian angels always will be giving you a lot of chances and opportunities to be on the forefront, right? So സനലിന് നല്ലൊരു കയ്യടി, നിങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു കയ്യടി. റെഡി? അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ബാഗൊക്കെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. സോ കീപ് യുവർ ബിലോങ്ങിങ്സ്, എവറിത്തിങ് ഇൻ യുവർ ചെയർ, ആൻഡ് എവറിബഡി പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, എവറി വൺ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, എവറി വൺ. എല്ലാവർക്കും എണീറ്റേക്കാം, എല്ലാവർക്കും എണീറ്റേക്കാം. ബാക്കിലൊക്കെ പെട്ടെന്ന് എണീറ്റേക്കാം. എല്ലാവരും കുറേ നേരം ഇരുന്നിട്ട് ഫ്രീസായി എന്ന് തോന്നുന്നു അല്ലേ? Okay, Sanal, you can come here. You can come here. So Sanal is going to sing a song for us, and meanwhile everybody will be moving. I'll be telling you some number. I'll be telling you some number in between, and you are supposed to form a group. If you are not belonging to any group, you are supposed to come over here and you are supposed to sing next song. Ready? Let us start. Sanal, Aramijo.
ഡിങ്കിരി ഡിങ്കാരേ ഡിനക്കി ഡിങ്കിരി ഡിങ്കാരേ ഉലകം പോണ പോക്ക പാറ് കണ്ണമ്മ പെണ്ണാലേ ഡിങ്കിരി ഡിങ്കാരേ ഡിനക്കി ഡിങ്കിരി ഡിങ്കാരേ ഉലകം പോണ പോക്ക പാറ് റോസമ്മ പെണ്ണാലേ പക്കത്തെ വീട്ടിലെ റോസമ്മ പെണ്ണേ കണ്ടാൽ നല്ലൊരു ഡിസ്കോന്ത്രി പെണ്ണേ ബെൽബോട്ടം പാൻസും ഇട്ട് ഹൈ ഹീല് ഷൂസും ഇട്ട്. ഹലോ, 1 സെക്കൻഡ്. നമ്മുടെ ടോമിനോട് പോയാ ഞാൻ ടോമിനോട് ചോദിക്കാൻ എന്താണെന്നറിയോ? കാണുമ്പോൾ നല്ല ഗ്ലാമറൊക്കെയാ, പക്ഷേ ഉണ്ടല്ലോ കുറച്ച് പ്രായമായ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. എന്താണെന്നറിയോ? ഇവിടെ ഇത്ര ഈ പാട്ട് കേട്ട് എനിക്ക് തന്നെ ഡാൻസ് ചെയ്യാൻ വന്നിട്ട് ആ ക്യാമറ വീഡിയോ ഒന്നും വേണ്ട, നല്ല വീഡിയോക്കാർ ഇവിടെ ഉണ്ട്. ചില ആൾക്കാർ ഭയങ്കര ബുദ്ധിയാണ്, ഇത് ഷൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ചില ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ചെറുപ്പമായിട്ടുള്ള ആൾക്കാരെന്താ പറയണു, കാല് വേദനയാന്ന്. ഈ വക ആൾക്കാരെയാണോ നമ്മൾ ഈ ഗാർഡിയൻ ഏഞ്ചൽസ് പറഞ്ഞു വിടണേ? അപ്പം അതുകൊണ്ട് യൂണിഫോമുള്ള ആരും ഇരിക്കുന്നതല്ല, എല്ലാവരും എണീറ്റെങ്കിലും നിൽക്കും. ആൻഡ് യു വിൽ ബി മൂവിങ് ഹിയർ ഇൻ ദിസ് ഹാൾ. എല്ലാവരും എണീറ്റ് നിൽക്കും, എല്ലാവരും എണീറ്റ് നിൽക്കും. ആൻഡ് യു വിൽ ബി മൂവിങ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ഐ വിൽ ബി ടെല്ലിങ് അഗൈൻ. ഈ പാട്ട് ഒന്നുകൂടി ആവാം. ഓക്കെ, റെഡി? ഓക്കെ, സ്റ്റാർട്ട്. ഡിങ്കരി ഡിങ്കാരേ ഡിനക്കി ഡിങ്കരി ഡിങ്കാരേ ഉലകം പോണ പോക്ക പാറ് കണ്ണമ്മ പെണ്ണാലേ ഡിങ്കരി ഡിങ്കാരേ ഡിന. 6. Number 6. You're supposed to form a group of 6. 6 പേര് മതി. ഇവിടെ 16 പേരുണ്ടല്ലോ, ഈ ടീമിൽ 16 പേരുണ്ട്. Only 6 we need. Only 6. If you are out, you can come outside. 6 പേര് മാത്രം മതി. ഈ ടീമിലൊക്കെ എത്ര പേരുണ്ട്? അവിടെ 3, 6. ഇവിടെ ആൾക്കാർ എത്ര പേരുണ്ട്? ഇവിടെ 6 ആണോ? 3, 6 പേരുണ്ട്. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ഒരുപാട് പേരുണ്ട്. ഔട്ടായ ആൾക്കാരെ മുമ്പിലേക്ക് വരൂ. ഔട്ടായ ആൾക്കാരെ നേരെ മുമ്പിലേക്ക് വന്നോളൂ. How many are there? Is it 6? അവിടെ ഒരു ചേച്ചിനെ പിടിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ആൻഡ് there is it 6? ഓക്കെ, that is 6. There it is 6. ഇവിടെ 6 പേരാണോ? ഒപ്പിച്ചു. ഇവിടെ 6 പേരുണ്ട്. ഇവിടെ ഒരു 5 പേര് അങ്ങനെ തന്നെ ഔട്ടായിട്ടുണ്ട്. All the 5 you go there. All the 5 you move there. നേരെ മുമ്പിലേക്ക് പോവാം. ഈ 5 പേര് ഔട്ടായിട്ടുണ്ട്. നേരെ മുമ്പിലേക്ക് പോവാം. ഇവിടെ എല്ലാവരും ഗ്രൂപ്പാണോ? 6 പേരുണ്ടോ? ഓക്കെ, we have 5 people outside. ഇവിടെ എത്ര പേരുണ്ട്? There we have 6. And there, how many are there? 6 ഉണ്ടോ? Okay, we have 6 people here. എവിടെ 7 ഉണ്ട്? ഓക്കെ, അവിടെ 3 7ാമത്തെ ആളെ പുറത്താക്കിയിട്ടുണ്ട് അവർ, അവിടുന്ന് ഓടിച്ചു. ഓക്കെ, സോ വി ഹാവ് 5 people over here. അപ്പോൾ നിങ്ങൾ വേഗം അടുത്തൊരു പാട്ട് വേഗം ഒന്ന് പ്ലാൻ ചെയ്തോളൂ കേട്ടോ. 4 വരി. ഓക്കെ, 4 വരി പാട്ട് നമുക്ക് വേഗം ഒന്ന് പ്ലാൻ ചെയ്യാം. വേഗം മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആൻഡ് മീൻ വൈൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ആ 6 പേര് കൂടെ നിൽക്കുന്നവരോട് പെട്ടെന്നൊരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഈ കെയറിങ്ങിനൊക്കെ വേണ്ടി പോകുമ്പം നമ്മുടെ ക്ലയൻസ് നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങളോടെ കേട്ടു, ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന 1 point, വാട്ട് ഈസ് ദാറ്റ്? പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്ത് 1 point വാട്ട് യുവർ ക്ലയൻസ് എക്സ്പെക്ട് ഫ്രം യു. പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്ത് 1 point വിച്ച് യുവർ ക്ലയൻസ് എക്സ്പെക്ട് ഫ്രം യു. Okay, you got the point? Ready? Fine. Point കിട്ടിയോ? പോയിന്റ്സ് കിട്ടിയവരെ നല്ല കൈയടിയാവാം. You can clap for yourself. My dear friends, we have few VVIPs over here. ഒരു ടീമിലും അവർക്ക് 6 പേരെ ഒപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവിടെ ഔട്ടായി വന്നേക്കണേ. ഇവർക്കൊരു ഗംഭീര കൈയടി എന്ന് കൊടുത്തേ. And they together they are going to sing a song for us. Meanwhile, again, you will be moving, you will be dancing. പക്ഷെ നെക്സ്റ്റ് ടൈം വെൻ യു ആർ ഫോമിങ് എ ഗ്രൂപ്പ്, ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആരും വേണ്ട, പുതിയ ആൾക്കാരെ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. ഇസ് ഇറ്റ് ഓക്കെ? റെഡി? യു ട്രൈ ടു ഹണ്ട് ഫോർ ന്യൂ പീപ്പിൾ. They are going to start such a beautiful song.
ആ പാട്ട് പാടുന്ന സമയത്ത് പുതിയ ആൾക്കാരുടെ അടുത്തേക്ക് നീങ്ങാ. ട്രൈ ടു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഓക്കെ, സ്റ്റാർട്ട്. ചൂലം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏന്തി കൊട്ടിക്കേറും താളം, ഇത് മുല്ലം കൊല്ലി കുന്നിൻ മേലെ കാവടി ഏന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിട തകിടി മേളം. 1 സെക്കൻഡ്, നിങ്ങൾ എല്ലാവരും കൂടി അവിടെ ക്രൗഡ് ആവരുത്, ഒന്ന് മുമ്പോട്ട് വരണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം വാലിഡ് ആവില്ല. ഈ ചെയേഴ്സിന്റെ മുമ്പിലേക്ക് വരണം, ഇവിടേക്ക് വരണം. ഇവിടെ ഫ്രണ്ടിലേക്ക് വന്നാലേ നമ്മൾ പാട്ട് നിർത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് വേഗം മുമ്പോട്ട് വരിക, മുമ്പോട്ട് വരിക. സ്റ്റാർട്ട്. ചൂലം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, ഇത് വീരൻ പടയുടെ മങ്കടി ഏന്തി കൊട്ടിക്കേറും താളം, ഇത് മുല്ലം കൊല്ലി കുന്നിൻ മേലെ കാവടി ഏന്തും മേളം, ഇന്നക്കനെയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി വേണം. ഒരു മാമല മേലെ സൂര്യനൊരിക്കും പുലരിക്കതിരും വള്ളിത്തേ, കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാരോ ആരാവോ, വേലായുധാരോ ആരാവോ, വേൽമുരുകാരോ ആരാ. 10 10 പേര് ഒരു ടീമിൽ 10 പേര് വേഗം നിൽക്കാം. Okay, that's it. Team, if you have 10 members in your team, clap for yourself. 10 പേര് മാത്രമാണെങ്കിൽ you can give a clap for yourself. 10 പേര് മാത്രമാണെങ്കിൽ. ഇവിടെ 16 പേരുണ്ടല്ലോ. ഇവിടെ എത്ര പേരുണ്ട്? 16 പേരുണ്ട്. Only 10. അതെ, 16 പേരും പഠിപ്പിക്കേണ്ടി വരും. ഇത് only 10 we need. Other people please be out. മാറിക്കോ. Okay, മാറിക്കോ. We have 10, more than 10 people here. ഇവിടെ എത്ര പേരുണ്ട്? Is it 10? Only 10? Okay. Is it 10? There, അവിടെ only boy team ഉണ്ടല്ലോ. Is it 10? 10 ആണോ? Okay, and is it 10? 10 ആണോ? ഇവിടെ 10 ആണോ? Is it 10? Is it 10 here? Is it 10 here? Okay, very good. ആ 10 പേര് ടീം ഫോം ചെയ്തേക്കുന്ന ആൾക്കാർ പെട്ടെന്ന്, there is a happy news. നമ്മൾ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്. സിൻസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യും. ആരും ഏറ്റവും ബാക്കിലേക്ക് പോവില്ല, ഏറ്റവും മുമ്പിലേക്ക് വന്ന് സീറ്റ്സ് ഓക്യുപ്പൈ ചെയ്ത് ഈ ടീം അങ്ങനെ തന്നെ ഒരുമിച്ചിരിക്കുക കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ഏറ്റവും ഫ്രണ്ടിലേക്ക് സീറ്റ് ഓക്യുപ്പൈ ചെയ്ത് ടുഗെദർ ആസ് എ ടീം 10 പേര് ഒരുമിച്ച് ഏറ്റവും മുമ്പിലേക്ക് സീറ്റ് ഓക്യുപ്പൈ ചെയ്ത് ഏറ്റവും മുമ്പിലേക്ക് സീറ്റ് ഓക്യുപ്പൈ ചെയ്ത് ആ 10 പേര് ഒരുമിച്ച് ഡോണ്ട് ലീവ് ദിസ് ടീം and you all sit together here. Okay, sit together here. All the team members sit together. Maximum മുമ്പിലേക്ക് കയറിയിരിക്കുക. Turn this side. Hello ma'am. Turn this side. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. Hello. നമുക്ക് ഭക്ഷണം കഴിക്കാറായിട്ടില്ല, തിരിഞ്ഞ് ഇങ്ങോട്ടിരിക്കുക. ഓക്കെ, ടേൺ ദിസ് സൈഡ്. ഓക്കെ, മേശ കണ്ടാൽ ചിലവർക്ക് വീക്ക്നെസ് ആണ്. സമയം 1 മണി ആയിരിക്കുന്നു. ഐ എം ഗെറ്റിംഗ് ദ പോയിന്റ്. ഓക്കെ, മൈ ഡിയർ ഫ്രണ്ട്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, പെട്ടെന്നിരിക്കാം. സിറ്റ് വിത്ത് യുവർ ടീം മെമ്പേഴ്സ്. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഹലോ, ഞാൻ പെട്ടെന്ന് ഗെയിം അവസാനിപ്പിക്കാൻ കാരണം ടൈം ഈസ് റണ്ണിങ് ലൈക്ക് എനിത്തിങ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, നിങ്ങളുടെ ചെറിയ ചില കഴിവുകൾ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പാട്ട് പാടുന്ന സമയത്ത് ഒരു ടീം ഫോം ചെയ്യാൻ പറഞ്ഞതും ദിസ് ഈസ് എ സെലിബ്രേഷൻ, യു ഹാവ് ടു എൻജോയ് ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞതും. Am I right? Yes or no? But the simple question is whether you enjoy it or not. Hello, whether you enjoy it or not? സന്തോഷമായോ? I doubt. ഒരു സാറ് പറഞ്ഞു തൃപ്തിയായിരുന്നു. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് മുഴുവൻ മറ്റുള്ളവരെ ടീം ഫോം ചെയ്തോന്നാണ്. ഞാൻ 10 പേരായി, അവർക്ക് പണി കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്ന സുഹൃത്താണ് പറഞ്ഞത് തൃപ്തിയായി എന്ന് പറഞ്ഞത്. കയ്യടി കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ഡിയർ ഫ്രണ്ട്സ്, ആ സുഹൃത്തിന് പ്രത്യേക ഒരു കയ്യടി. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. നമ്മൾ ആ ഗെയിം കളിച്ചപ്പം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് കൈയടിക്കാം.
But what I could see here is a lot of people were struggling for something. A lot of people were struggling for something. For what? For what? My dear friends, I'm a homeopathic doctor by profession. I'm practicing very much at Chalakudi. But in between, most of the people who are coming to me are the people who are having some kind of a psychological problems or psychiatric problems. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി കുറച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ when I go for all this kind of a training programs, I have only one simple single agenda, and that is always enjoyment. So dear friends, when I asked you to enjoy, what you did at that time, നമ്മൾ എന്താ ചെയ്ത സമയത്ത്? എൻജോയ്മെൻ്റ് ആയിരുന്നോ അല്ലെങ്കിൽ ഏത് നമ്പറാണോ വരുന്നത്, 4ആണോ 5ആണോ 6ആണോ വരുന്നത് എന്നുള്ള ഒരു ഭയമായിട്ട് വെദർ യു വർ എൻജോയിങ് ഓർ വെദർ യു വർ സ്ട്രഗ്ലിംഗ് എന്നുള്ളതാണ് ചോദ്യം. അതെ, ആരോ പറഞ്ഞു സ്ട്രഗ്ലിംഗ് ആയിരുന്നു അല്ലേ? റിയലി ഓർ എക്സാക്ട്ലി മോസ്റ്റ് ഓഫ് ദ ടൈം വി വർ സ്ട്രഗ്ലിംഗ്. Dear friends, let me tell you something. When you are into this kind of a beautiful industry, what is happening in this beautiful world? ഇവിടെ പാനൽ ഡിസ്കഷനിലും ഒക്കെ നമ്മൾ പല പല അസുഖങ്ങളുടെ പേരും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അസുഖമുണ്ട്. ഏതാണെന്നറിയോ? somebody is saying dementia, somebody is saying what? വേറെ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാരുടെ ഇടയിൽ? ഡിപ്രഷൻ. വേറെ എന്തെങ്കിലും? ക്യാൻസർ. വേറെ എന്തെങ്കിലും? ആങ്സൈറ്റി. വേറെ എന്തെങ്കിലും? അൾസീമേഴ്സ്. വേറെ എന്തെങ്കിലും? But you're close to the answer, and that disease is called FOMO. What is FOMO? Fear of? Hello, fear of? ഇവിടെ അതന്നെയല്ലേ സംഭവിച്ചേ? ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ആ ടീമിൽ ഫോം ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും, ഞാൻ നിങ്ങളുടെ അടുത്ത് സനൽ ഗംഭീരമായിട്ടുള്ള അടിപൊളി പാട്ടൊക്കെ പാടുമ്പോഴും, ഐ വാസ് ആസ്കിങ് യു ടു ഡാൻസ് ലൈക്ക് എനിത്തിങ്, എൻജോയ് ലൈക്ക് എനിത്തിങ്. ആ സമയത്ത് എൻജോയ്മെൻറ്റിനൊരു അവസരം തരുമ്പോഴും നമ്മളൊക്കെ കൂടി വന്ന എത്ര വയസ്സ് വരെ ജീവിക്കും? പുലിവാലായി വെറുതെ മനുഷ്യനെ 50-60 മുമ്പിൽ നിന്നിരുന്ന് മനുഷ്യനെ പേടിപ്പിക്കുക. 50-60 യെസ്, എത്ര വയസ്സ് വരെ ജീവിക്കും? 80-90. ഇത്ര ലാവിഷായിട്ട് ചിന്തിച്ചൂടെ ഗാർഡിയൻ ഏഞ്ചൽസ്? എത്ര വരെ പോവും? 120. ലാവിഷായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 120. 80 വയസ്സ് തന്നെ അത്യാഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇവിടെ 120 പറയുന്ന കാലഘട്ടത്തിൽ. My dear friends, if you are getting 100 years in your hand, how many days you will be having? 100 വയസ്സ് കിട്ടിയാൽ എത്ര ദിവസം കിട്ടും? ഇതാ കിടക്കണം. 3,65,000. ഏത് സ്കൂളിലെ കുട്ടി പഠിച്ചത്? ഏത് സ്കൂളിലെ കുട്ടി പഠിച്ചത്? 100 വയസ്സ് വരെ ജീവിച്ചാൽ, 100 വയസ്സ് വരെ ജീവിച്ചാൽ എത്ര ദിവസം കിട്ടും? ആ കുട്ടിക്ക് കൈയടി കൊടുക്കും. 36,500 ഉള്ളൂ. ഈ കുട്ടി പഠിച്ച സ്കൂളിൽ 3,65,000 ദിവസമാണ്. 36,500 ദിവസമേ ഉള്ളൂ. Am I right? Yes or no? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ഇനി ബാക്കി എത്ര ദിവസം നമ്മുടെ കയ്യിലുണ്ടെന്ന്. Dear friends, when we have the limited days in your hand, we have to enjoy our days. Am I right? Yes or no? ഈ 36,500 കുറച്ച് ദിവസങ്ങളെ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇടുക്കി ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി പോയപ്പം അവിടെ ട്രെയിനിങ് പ്രോഗ്രാമിനിടയ്ക്ക് ഞാൻ പോയ റിസോർട്ടിൻ്റെ മാനേജറെ പരിചയപ്പെട്ടു. ആ മാനേജറെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം ആ മാനേജർ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ റിസോർട്ടിൽ എങ്ങനെ ജോലി കിട്ടിയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് വലിയൊരു കഥയാണ്, അത് ജോലി കിട്ടാനുണ്ടായ വലിയൊരു കഥയാണെന്ന് പറഞ്ഞു. ചോദിച്ചു, എന്താണ് ആ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്? അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പം, ഞാൻ സാധാരണ ലെവലിൽ ജോലിക്ക് പല സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോകാറുണ്ട്. ബട്ട് വെൻ ഐ കെയിം ഹിയർ ഫോർ ദ ഇൻ്റർവ്യൂ, ലോട്ട് ഓഫ് പീപ്പിൾ വർ ദർ ഫോർ ദറ്റ് ഇൻ്റർവ്യൂ. ഐ വാസ് സിറ്റിംഗ് ഓവർ ദർ. പക്ഷെ കുറേ നേരം ഇരുന്നിട്ട് നമ്മുടെ പേര് വരാണ്ടായപ്പം എൻ്റെ ഏകദേശം ആ ലിസ്റ്റിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും അവസാന വശത്തേക്കാണ് എൻ്റെ പേര് കിടക്കുന്നത്. സോ ഐ തോട്ട് ഓഫ് സിംപ്ലി വാക്കിംഗ് അറൗണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ പതുക്കെ ഇറങ്ങി നടക്കാനൊക്കെ വേണ്ടി തുടങ്ങി. പുറത്തേക്ക് നടക്കുന്ന സമയത്ത് ഐ മെറ്റ് വൺ പേഴ്സൺ ഔട്ട് സൈഡ്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പുറമേ നിൽക്കുന്ന ഗേറ്റ് കീപ്പറാണ്. അദ്ദേഹം ഒരു നേപ്പാളിയാണ്. അങ്ങനെ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെട്ടു. ചുമ്മാ ആ ഹോട്ടലിൻ്റെ ഗേറ്റ് കീപ്പറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നു. വർത്താനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സ്മൈലില്ല, ഒരു സന്തോഷമില്ല, ആകെ ഒരു സങ്കടവും വിഷമവും. അപ്പോൾ ചോദിച്ചു, എന്താ തനിക്ക് ഇത്ര ഒരു സന്തോഷമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് അതെന്താ വീട്ടിൽ പോകാത്തതെന്ന് ചോദിച്ചു. എന്താ വീട്ടിൽ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ദേ ആർ നോട്ട് ലീവിങ് മീ. എന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ നിന്ന് ലീവ് തരുന്നില്ല. ദേ ആർ നോട്ട് ലീവിങ് മീ. 4 വർഷമായിട്ട് വീട്ടിൽ പോകാനുള്ള ആ ലീവ് തരുന്നില്ല എന്നുള്ളതായിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് ദിസ് പേഴ്സൺ ഓൾസോ ഹി ഗോട്ട് ഡിസ്റ്റർബ്ഡ്. അദ്ദേഹത്തിനും വളരെയധികം വിഷമമായി ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം. നേരെ ഇദ്ദേഹം വന്നു ഇൻ്റർവ്യൂവിൻ്റെ അവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് വിളിക്കപ്പെട്ടു. ഹി എൻറ്റേർഡ് ഇൻ ടു ദിസ് ക്യാബിൻ. ചെന്ന് കഴിഞ്ഞപ്പോൾ 3 പേരിയ്ക്കുന്നു. 3 പേരിൽ ആദ്യത്തെ ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ മുഖവും കുറച്ച് മാറി. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്താ താങ്കൾക്ക് ഭയങ്കര ഗൗരവം എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. എന്താ താങ്കൾക്ക് ഇത്തരം സീരിയസ്നെസ് അല്ലെങ്കിൽ ഗൗരവം എന്താണെന്ന് ചോദിച്ച വശം ഇദ്ദേഹം പറഞ്ഞു, എന്താ എനിക്ക് ഗൗരവം വന്നുകൂടെ എന്ന്. ഹലോ, മറുപടി പറഞ്ഞത് എന്താ എനിക്ക് ഗൗരവം. കാരണം ഉള്ളിൽ കിടക്കുന്ന സാധനം നാളെ പുറത്ത് നിൽക്കുന്ന നേപ്പാളിയുടെ മുഖമാണ്. എന്താ എനിക്ക് ഗൗരവം വന്നുകൂടെ, എൻ്റെ മുഖം ഇങ്ങനെയാണെന്നാ പറഞ്ഞു. ഏത് ഇൻ്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടാൻ പോയ ആളാ. അയാൾക്ക് അവിടെ ജോലി കിട്ടണമെന്ന് ആഗ്രഹമില്ലാണ്ടായി. എൻ്റെ മുഖം ഇങ്ങനെയാണ്, എനിക്ക് എന്തെങ്ങനെ ആയിക്കൂടെ. അപ്പം അവർക്കും ഭയങ്കര വിഷമായി. ആർക്ക്? ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത്തെ ചോദ്യം അവിടുന്ന് ചോദിച്ചു, ആർ യു കോൺഫിഡൻറ്റ് എന്ന് ചോദിച്ചു. ആർ യു കോൺഫിഡൻറ്റ് ടു ബി ഹിയർ ആസ് എ മാനേജർ ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ റിസോർട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം വീണ്ടും അടുത്ത മറുപടി പറഞ്ഞു, ഐ ആം കോൺഫിഡൻറ്റ്, ദാറ്റ് ഈസ് വൈ ഐ എം ഹിയർ ഫോർ ദിസ് ഇൻ്റർവ്യൂ. ഈ ചോദ്യം പ്രസക്തമല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയുണ്ടായി. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, മൂന്നാമത്തെ ചോദ്യം അവർ ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണെന്നറിയോ? എന്തൊക്കെയാണ് സാധാരണ നിലയ്ക്ക് ഈ ക്വാളിറ്റീസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ ഒരു ഹോട്ടലിൻ്റെ മാനേജർ ആവണമെന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം, ഈ മാനേജറായിട്ട് നിങ്ങളോട് ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ചേഞ്ച് യു വിൽ ബ്രിങ് ഇൻ ടു ദിസ് ബ്യൂട്ടിഫുൾ റിസോർട്ട്? ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. ആ പുറത്തു നിൽക്കുന്ന നേപ്പാളിക്ക് ഞാൻ എന്ത് കൊടുക്കും? ലീവ് കൊടുക്കും. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന ആൾക്കാരുടെ മുഖഭാവം എന്തായിരുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ പറഞ്ഞിരിക്കാവുന്ന വാക്ക് എന്തായിരിക്കും? അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഗെറ്റ് ഔട്ട്. അവർ പറഞ്ഞ് ഇദ്ദേഹത്തിനോട് ഇറങ്ങിപ്പോക്കണം പറഞ്ഞു. ഭയങ്കര ദേഷ്യത്തിൽ അവർ ഇദ്ദേഹത്തിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കാരണം അദ്ദേഹത്തിന് നേപ്പാളിയുടെ ജോലിയും കിട്ടിയില്ല. ഇയാൾ പോയിട്ട് ഇയാൾക്ക് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാനും പറ്റില്ല. കാരണം ഹി ഗോട്ട് ഡിസ്ട്രാക്റ്റഡ്. അദ്ദേഹം നേരെ വീട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, നീ എന്തിന് ഇങ്ങനെയൊക്കെ ഉത്തരം പറയാമോ? നീ നിൻ്റെ കാര്യം നോക്കേണ്ടതല്ലേ ആയിരുന്നു, നീ നിൻ്റെ ജോലിയല്ലേ നോക്കേണ്ടത്, നീ ആ രീതിയിൽ വേണ്ട റെസ്പെക്റ്റോടുകൂടി വർത്തമാനം പറയേണ്ടതല്ലേ ആയിരുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനോട് അച്ഛൻ പറഞ്ഞു, നീ അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു, അവരെ വിഷമിപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അടുത്തൊരു ഫോൺ കോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് വരണേ. ആ ഫോൺ കോൾ എന്തായിരുന്നു അറിയോ? നിങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വരണം, you are placed as a manager of this organization. And the first thing what he did is, അദ്ദേഹം ആ നേപ്പാളിയെ അദ്ദേഹത്തിൻ്റെ ഈ റിസോർട്ടിൽ അവിടുന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് ലീവ് കൊടുക്കാനുണ്ടായത്. My dear friends, one of the most important factor you have to keep in your mind is always, ഞാൻ ഈ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കാൻ കാരണം ഇന്ന് നമ്മൾ എവിടെ പോകുമ്പോഴും the greatest factor what we have to keep in our mind is, we need to identify the discomfort and distress of each and every one. Am I right? ഹലോ, യെസ് ഓർ നോ? നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഡിസ്കംഫർട്ടും ഡിസ്ട്രെസ്സും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഞാനിവിടെ സെഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണം, ആർ യു ഹംഗ്രി, ആർ യു കംഫർട്ടബിൾ എന്ന് ചോദിക്കാൻ കാരണം 12:45 സെഷൻ തുടങ്ങുന്ന സമയത്ത് ഇത് ചോദിച്ചേ പറ്റൂ. കാരണം വിശപ്പിൻ്റെ വിളി വരും. മേശ കണ്ടപ്പോൾ വട്ടത്തിലിരുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഈസ് ഓൾവേസ്, ദ ഫസ്റ്റ് പാൻഡമിക് ഈസ് ഓൾവേസ്, ആൾക്കാർ പറയും COVID-19 ആണെന്ന് പറയെങ്കിൽ, സെക്കൻഡ് പാൻഡമിക് ഈസ് ഓൾവേസ് സ്ട്രെസ്. ആം ഐ റൈറ്റ്? യെസ് ഓർ നോ? ഇന്ന് സെക്കൻഡ് പാൻഡമിക് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സാന്ന് പറയുമ്പം വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ്, നമ്മൾ ഇന്ന് കെയർ ഗീവിങ്ങിന് പോകുമ്പം ഇവിടെ നേരത്തെ ജോസഫ് അലക്സ് സാറ് പറഞ്ഞത്, ഇറ്റ് ഈസ് ഓൾവേസ് വി ഹാവ് ടു ബി മോർ എംപാത്തറ്റിക്, റൈറ്റ്? യെസ് ഓർ നോ? നമ്മൾ കൂടുതൽ എംപാത്തറ്റിക് ആവണം. വി ഹാവ് ടു ബി കൈൻഡ്. കാരണം അവിടെ സൈഡിൽ ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ദ വേൾഡ് യു മേ ബി വൺ പേഴ്സൺ. ഇനി ബാക്കിയുള്ളത് നിങ്ങളൊന്ന് വായിക്കോ. But to one person you are the world. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം, നമ്മളൊരു കെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെ ചെറുപ്പക്കാരായതുകൊണ്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും വളരെയധികം യങ്സ്റ്റേഴ്സാണ്. It is always, keep this in your mind, be bold but be humble too. It is always, we won't stay
ഫ്രഷ് ഫോർ എവർ. ഇറ്റ് ഈസ് ഓൾവേസ് കെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പം നമ്മൾ മനസ്സിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു പിക്ചർ കാണുമ്പം വാട്ട് ഈസ് കമ്മിങ് ത്രൂ യുവർ മൈൻഡ്, വാട്ട് ഈസ് ദ ഇൻ തിങ് വിച്ച് ഈസ് കമ്മിങ് ടു യുവർ മൈൻഡ്. ഒരു ടാഗ് ലൈൻ നിങ്ങൾക്ക് ഇതിന് തരാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഓൾവേസ് ദ ട്രസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ടോം സർ വാസ് ടെല്ലിങ് യു. ഇന്ന് ഇവിടെ ഈ പാനൽ ഡിസ്കഷൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ദ ട്രസ്റ്റ് എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ഏകദേശം കുറച്ച് നാൾ മുമ്പ് ഐ വാസ് സെർച്ചിങ് ഫോർ വൺ പേഴ്സൺ ഹിയർ. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്നെ കണ്ടുപരിചയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ എന്നെ കണ്ടുപരിചയമുള്ള ആരെങ്കിലും? അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം 1 year ബാക്ക് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ എൻ്റെ മദറിനെയും കൊണ്ട് ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഐ സോ ദിസ് ബ്ലൂ യൂണിഫോം ഓവർ ദെയർ. അപ്പം ബ്ലൂ യൂണിഫോമിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എന്നെ അറിയാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഒന്നും അറിയാത്ത രീതിയിൽ ഞാൻ പരിചയപ്പെട്ടു. നിങ്ങൾ എന്താണ് ഈ പരിപാടി എന്താണെന്ന് ചോദിച്ചു. വെറുതെ ചുമ്മാ അടുത്തിരിക്കുന്ന ആളോട് പരിചയപ്പെടാലോ. കാരണം ഞാനിരിക്കുന്നത് കാഷ്വാലിറ്റിയുടെ പുറത്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ പരിപാടി, ഇതെന്താ നിങ്ങളുടെ യൂണിഫോം, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വളരെ പ്രൗഡായിട്ടാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫേസാണ് ഇന്നിവിടെ വന്ന വശം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏതോ വീട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചത് ഈ യൂണിഫോം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ റെപ്രസെൻ്റ് എ ബ്യൂട്ടിഫുൾ ഓർഗനൈസേഷൻ കോൾഡ് ഗാർഡിയൻ ഏഞ്ചൽ. അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിൻ്റെ ബാക്കി ഭാഗം എന്തായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് വി ഹാവ് എ ഗ്രേറ്റ് ആൻഡ് എമിനന്റ് പേഴ്സണാലിറ്റി ഓവർ ഹിയർ. അവർ ഗസ്റ്റ് ഓഫ് ഓണർ ഈസ് ഹിയർ, ഉമ മാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വിത്ത് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ ലെറ്റ് us വെൽക്കം ഉമ മാം ഹിയർ. ഒരു നല്ല കൈയോട് കൂടി ഉമ മാമിനെ നമുക്ക് ഇവിടേക്ക് വെൽക്കം ചെയ്യാം. മാം പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഓണറബിൾ MLA ഉമാ തോമസ് മാമാണ്. മാഡം വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ഡിലേഡായി പോയത്. ആൻഡ് ഷീ ഹാസ് അനദർ ഫങ്ഷൻ ടു അറ്റൻഡ് ഇമ്മീഡിയറ്റ്ലി. ഒരു ഫ്യൂണറൽ ഫങ്ഷനാണ്, അത് മാറ്റി വെക്കാനോ ഡിലേ ചെയ്യാനോ പറ്റുന്ന കാര്യവുമല്ല. അപ്പോൾ അത് പോകേണ്ടതുകൊണ്ട് അപ്പം ഐ തിങ്ക് വിൽ ഹിയർ ഫസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കേൾക്കുക, നമ്മുടെ അവാർഡുകൾ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെയാണ് നമ്മൾ മാഡത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം മാഡത്തിന് നമ്മുടെ ഓർഗനൈസേഷനെ പരിചയപ്പെടാനുള്ള ഒരു അവസരവും കൂടിയായിരുന്നു നമ്മൾ ആ വീഡിയോ ടെസ്റ്റിമോണിയൽസും ഒക്കെ ഇട്ടിരുന്നത്. ഇഫ് വി ക്യാൻ ഹാവ് വൺ ടെസ്റ്റിമോണിയൽ റൺ, ക്യാൻ വി? On the 30th anniversary of Guardian Angel, we wish Tom, the entire staff at the agency, all the very best in the years to come. We also like to place on record our immense gratitude to you for having taken care of our parents, both mine and my wife's, for almost 10 years. The professionalism and good care which you have taken was of immense help to us, and we thank you for that. We will also continue to recommend you to anybody who asks us about elderly care. Once again, thanking you and wishing you all the very best. A very good morning to all of you. On this happy occasion, the 13th anniversary of Guardian Angel, we want to congratulate Tom, his wife, and all the entire team at Guardian Angel for the wonderful job that they are doing, taking care of all the elders. We want to place on record the gratitude that we have for the services that Guardian Angel has rendered to Ramesh's mother as well as my mom.
We have had Guardian Angel care for more than 9 years, and we had nurses who took good care of our moms. So once again, wishing Guardian Angel the very best, wishing Guardian Angel all success. We pray that you expand and provide services for elders, not just in Kerala, but beyond Kerala too. Congratulations once again. ഇങ്ങനെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചേട്ടൻ്റെ പെട്ടെന്നുള്ള മരണം. This is actually a client who has been engaging us for long. I mean, ഒരു കോവിഡ് കാലത്തും അതിന് മുമ്പും 9 yearsൽ കൂടുതൽ ഒരാളുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തയാളുടെ അമ്മയ്ക്ക് സപ്പോർട്ട് ചോദിച്ച് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറി പോയിരുന്നതാണ്. അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. ഇപ്പം അറ്റ് ദ മൊമെൻറ്റ് വി കെയർ അബൌട്ട് 200 people every day. ഒരു ഡെയിലി ഒരു 200-ലേറെ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അത് ക്വാളിഫൈഡ് നേഴ്സസ് പോയി ചെയ്തു കൊടുക്കേണ്ടതും ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടർ കൺസൾട്ടേഷൻ ആൻഡ് കെയർ ഗിവിങ്. അതാണ് ഒരു മെയിൻ ഇത്. രോഗികൾക്ക് ഒരു കെയർ പ്ലാൻ, നഴ്സിംഗ് കെയർ പ്ലാൻ അനുസരിച്ച് കെയർ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി മോണിറ്റേർഡ് ആണ്. ഇവരെല്ലാം ട്രെയിൻഡ് ആണ്, മെഡിക്കലി സ്ക്രീൻഡ് ആയിട്ടുള്ള ആൾക്കാർ യൂണിഫോമിൽ ചെന്ന് ചെയ്യുന്നതെല്ലാം 100% ഡോക്യുമെൻ്റ് ചെയ്യുന്നു, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ആൻഡ് ആസ് ഐ സെഡ്, വി ആർ വൺ ഓഫ് ദ 3 accredited home health care organizations in the country. There are only 3 which have valid accreditations as of now. But we are proud about what we have done so far, but at the same time there is long way to go, plus ഒത്തിരി മിസ്റ്റേക്സും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എവറിഥിങ് ഇസ് ദാറ്റ് ഈസി, എസ്പെഷ്യലി ഇത് മനുഷ്യരെ വെച്ച് ചെയ്യുന്ന കെയറാണ്. സോ വി ഡിഡ് റൺ ദിസ് ഒരു നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ ഒരു ജേർണി, ഒരു ഏഞ്ചൽസ് ഓഫ് കെയർ എന്ന് പറഞ്ഞ് നമ്മളൊരു ഇത് ചെയ്തിരുന്നു. അത് ഒരിക്കൽ ഒന്ന് കാണിച്ചു. ഇവർക്ക് ഇച്ചിരി പോരായിരിക്കുമെങ്കിലും വി വോണ്ട് ടു ഷോ ഇറ്റ് ചെയ്യും. ഓക്കെ, ഒന്ന് അത് കൂടി. ഇങ്ങനെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചേട്ടൻ്റെ പെട്ടെന്നുള്ള മരണം. ചേട്ടൻ്റെ മരണത്തെ തുടർന്ന് ഇനി എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നാലോചിച്ചിട്ടില്ലേ ഞാനൊരു ജോലി തേടാൻ തുടങ്ങി. എൻ്റെ പേര് ബിന്ദു ടോമി. ഞാൻ ഗാർഡിയൻ ഏഞ്ചലിലെ കെയർ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സാറ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ആരാവാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് എനിക്കൊരു നേഴ്സായിക്കൂടാ. അങ്ങനെ ഞാൻ വിശാഖപട്ടണത്ത് നേഴ്സിംഗ് പഠിക്കുവാനായി പോയി. നേഴ്സിംഗ് പഠിച്ചു വന്നതിന് ഉടനെ തന്നെ എൻ്റെ വിവാഹമായിരുന്നു. അങ്ങനെ കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ ഞാനൊരു 8 മാസം ജോലി ചെയ്തു. ശേഷം ചേട്ടന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം എനിക്ക് 2 കുട്ടികളുണ്ടായി. അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വീട്ടമ്മയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഞാൻ 5 വർഷം മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി സേവനമനുഷ്ഠിച്ചു. ഇങ്ങനെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചേട്ടൻ്റെ പെട്ടെന്നുള്ള മരണം. ചേട്ടൻ്റെ മരണത്തെ തുടർന്ന് ഇനി എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നാലോചിച്ചിട്ടില്ലേ ഞാനൊരു ജോലി തേടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പത്രത്തിലൊരു പരസ്യം കാണുന്നത്. അതുപ്രകാരം ഞാൻ എറണാകുളത്ത് ഒരു ഏജൻസിയിൽ ചെന്നു. അപ്പോഴാണ് അവർ ഗാർഡിയൻ ഏഞ്ചലിനെ കുറിച്ച് പറയുന്നത്. ഗാർഡിയൻ ഏഞ്ചലിൽ ട്രെയിനിങ് ഉണ്ടെന്നും ആ ട്രെയിനിങ് പാസ്സായാൽ മാത്രമേ അവർ ജോലിക്ക് എടുക്കുള്ളൂ എന്നും അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഹോം നേഴ്സായിട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായി. പക്ഷേ ഗാർഡിയൻ ഏഞ്ചലിലെ ട്രെയിനിങ് സമയത്ത് ഞങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ചും ഞങ്ങൾ ചെയ്യേണ്ട കെയറിനെ കുറിച്ചും എല്ലാം വിശദമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാറുണ്ടായിരുന്നു. കെയർ ഗീവറായിട്ട് ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് മമ്മി പറഞ്ഞപ്പോൾ എനിക്കും ചേച്ചിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. മറ്റൊരാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത് സേഫ് ആയിരിക്കുമോ, സമയത്ത് ഭക്ഷണം ലഭിക്കുമോ, ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്ത. എന്നാൽ മമ്മി ഗാർഡിയൻ ഏഞ്ചലിലെ ട്രെയിനിങ് സമയത്ത് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മമ്മി ജോയിൻ ചെയ്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായി. മമ്മിയെ കോൾ ചെയ്യുമ്പോൾ മമ്മിയുടെ സംസാരത്തിൽ നിന്ന് മമ്മി ഹാപ്പി ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫീസും മറ്റു ചിലവുകളും കൃത്യമായി അടയ്ക്കുവാൻ മമ്മിക്ക് കഴിഞ്ഞു. ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരുവാനും മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാനും മമ്മിക്ക് സഹായമായത് ഗാർഡിയൻ ഏഞ്ചൽ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് എന്നോട് പറയുമായിരുന്നു കേരള രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ കുറിച്ച്. പല പ്രാവശ്യവും ഞാൻ മറന്നുപോയ ഒരു കാര്യമായിരുന്നു അത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കേരള രജിസ്ട്രേഷൻ എടുത്തു.
കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. ഞാനത് ഓഫീസിൽ എൻ്റെ നഴ്സിംഗ് സൂപ്പർവൈസറെ കൊണ്ട് ഏൽപ്പിച്ച് അന്ന് എന്നെ കെയർ കോർഡിനേറ്ററായി ഓഫീസിൽ നിയമിച്ചു. ഈ തിരക്കിൽ നിന്നെല്ലാം മാറി വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. കെയർ ഗീവർ രംഗത്ത് നിന്നും കെയർ കോർഡിനേറ്റർ രംഗത്തേക്ക് വന്നപ്പോൾ എനിക്കും പല ചലഞ്ചുകളും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കൂടെയുള്ളവരുടെ സഹകരണവും എൻ്റെ മേലുദ്യോഗസ്ഥരുടെ സഹായവും ചേർന്നുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി എനിക്കും ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി, സ്പെഷ്യൽ റെക്കഗ്നേഷൻ അവാർഡ്. ഒരു ജോലി തേടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രായമോ കഴിവോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാമെന്ന ഒരു മേഖലയാണ് കെയർ ഗിവിംഗ് മേഖല. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറായിട്ടുള്ള ഒരു ഏജൻസിയാണ് ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ. ഇന്നത്തെ നമ്മുടെ ആനുവൽ ഡേ ഇവൻറ്റിൻ്റെ ചീഫ് ഗസ്റ്റ് തൃക്കാക്കര MLA ഉമാ തോമസ് ആണ്. ഏറ്റവും സ്നേഹത്തോടെ മാമിനെ ഗാർഡിയൻ ഏഞ്ചൽ കുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ മാഡത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഗാർഡിയൻ ഏഞ്ചൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കൊരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ക്ലിയറായിട്ട് അതിനെക്കുറിച്ച് ഈ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞപ്പം നല്ലതായിട്ട് തന്നെ മനസ്സിലായി. എന്നെ ഈ ചടങ്ങിന് വിളിക്കാൻ വന്നപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് പാലിയേറ്റീവ് കെയർ ആണോ അതോ സുഖിനോ പോലൊരു സ്ഥാപനമുണ്ട്, അവിടെ പേഷ്യൻസിനെ കൊണ്ടുപോയി കിടത്തി അവർ നോക്കുന്നത്, അങ്ങനെയാണോ എന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. നിങ്ങളുടെ മാനേജിങ് ഡയറക്ടർ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞെങ്കിലും അതിനേക്കാളും ക്ലിയറായിട്ട് നമ്മൾക്ക് ഈ വീഡിയോ നോക്കിയപ്പോൾ മനസ്സിലായി. ഇതിൽ പങ്കെടുക്കുക, ഇതിൽ ചടങ്ങിൽ ഒരു വലിയ സന്ദേശം തന്നെയാണ്. അതായത് പ്രായമായവരെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ ആണ് നിങ്ങൾ പരിചരിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ഒരു മനസ്സ് ഇതിൽ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനസ്സ് ഇതിന് വേണം എന്നുള്ളത് സത്യത്തിൽ ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനേക്കാളും ഇപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പോൾ വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ 8-ലോ 9-ലൊക്കെ ആകുമ്പോൾ തന്നെ 10 കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് പോയി പഠിച്ചോളാം, അല്ലെങ്കിൽ 12 കഴിയുമ്പോൾ ഞാൻ പുറത്തു പോയാണ് ഡിഗ്രി എടുക്കുന്നത്, എൻ്റെ PG ഞാൻ ചെയ്യുന്നത് വിദേശത്താണ് എന്നെല്ലാം കുട്ടികൾ ഇപ്പം തന്നെ നല്ലതായിട്ട് അതിനെക്കുറിച്ച് മുൻകൂട്ടി കണ്ട് സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന സ്വപ്നങ്ങളാണിതൊക്കെ. അങ്ങനെ ഇരിക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പോൾ അച്ഛനും അമ്മയും മാത്രം അല്ലെങ്കിൽ പ്രായമായവർ മാത്രമായിരിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സമാധാനത്തിനാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിൽ തന്നെ അന്വർത്ഥമാക്കിക്കൊണ്ടൊരു ഏഞ്ചലായിട്ടാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. അവർക്ക് ഒരുപാട് ആശ്വാസമായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ ഒന്ന് പരിരക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കും അതുപോലെ അത് അനുഭവിക്കുന്നവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല. അത്തരം ആളുകൾ സത്യത്തിൽ മക്കൾ തന്നെ നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെയാണ് റീപ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത്തരം രീതിയിൽ തന്നെ അവരുടെ മക്കളായിട്ട് അവരുടെ മരുമക്കളായിട്ടൊക്കെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചിന്ത ഉണ്ടായതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള നാളുകളിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരും ഇത്തരം അതുകൊണ്ട് തന്നെ ഗാർഡിയൻ ഏഞ്ചൽ ഇപ്പോൾ 13 വർഷം കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിന് വലിയ സ്റ്റെബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ പ്രവർത്തനമായിരിക്കും
ഇതിന് ഏറ്റവും ആധാരം എന്നുള്ളത് കൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കുട്ടികളെല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പ്രവർത്തനമായിരിക്കും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയറിന് വളർച്ച എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ശ്രവിച്ചവർക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. Thank you, ma'am. Ma'am, could you kindly stay on the stage to present a few awards? Next, we have part 2 of rewards and recognition, which comprises 3 main awards. They are the Employee of the Year, Guardian Angel Home Care, Employee of the Year, Guardian Angel Institute of Caregiving, and finally, Caregiver of the Year Award. Caregiver of the Year Awards. Caregiving is not an easy job, and to do it well, you have to be dedicated, empathetic, patient, and much more. തൻ്റെ കർത്തവ്യം ഏറ്റവും മനോഹരമായി നിർവഹിച്ച കെയർ ഗീവറിനുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് അവാർഡാണ് കെയർ ഗീവർ ഓഫ് ദി ഇയർ അവാർഡ്. It is to say thank you for the amount of commitment, care, and compassion they have brought to the job. So now we have the nominees for the Caregiver of the Year Awards. Rani Vinod, Sachu Sadish, Subin Babu. And the award goes to Subin Babu. നല്ലൊരു കൈയടി കൊടുക്കാം. Next, we have the Employee of the Year Awards. This is given to an outstanding employee who has contributed to the values of Guardian Angel Home Care and has excelled in the same. First, we have the Employee of the Year, Guardian Angel Home Care. And the award goes to Vinod Thambi. The Employee of the Year, Guardian Angel Institute of Caregiving. And the award goes to Sharanya Madhu. I now request Tom sir to hand over the memento to Umama. Thank you so much both. Now we will continue with Siju sir's session. Thank you.
So welcome back once more. Good afternoon. നിങ്ങൾക്ക് വിശപ്പ് ഒന്നും കൂടി ആയിക്കോട്ടെ എന്നാണ് ടോം സാർ എന്നോട് രഹസ്യം പറഞ്ഞത്. നിങ്ങളെല്ലാവരും 3 മണിക്കാണ് സാധാരണ ഭക്ഷണം കഴിക്കാറെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ചില ആൾക്കാരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ ഇടയ്ക്ക്, നോ ഇഷ്യൂസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വെൻറ്റ് ടു രാജഗിരി ഓൾമോസ്റ്റ് 1 year ബാക്ക്. ഞാൻ എൻ്റെ മദറിനെയും കൊണ്ട് പോയതാണ്, അവിടെയാണ് ഞാൻ നിർത്തിയത്. സോ ഐ വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് കാഷ്വാലിറ്റി. ആ നേരത്താണ് ബ്ലൂ കളറിലുള്ള യൂണിഫോം ഇട്ട ഒരാളെ ഞാൻ അവിടെ കണ്ടത്. പക്ഷേ ഞാൻ ആ അനുഭവം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ അദ്ദേഹത്തിനോട് ഞാൻ ഒന്നും അറിയാത്ത രീതിയിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഗാർഡിയൻ ഏഞ്ചൽ എന്നാണ് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്, ഞാൻ ആ പ്രസ്ഥാനത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കളെന്ത് ഇവിടെ കുത്തിരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ വളരെ കാഷ്വലായിട്ട്, വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഞാൻ ഡോക്ടറാണെന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു താങ്കളെന്ത് ഇവിടെ കുത്തിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു പേഷ്യൻറ്റും കൊണ്ടുവന്നതാണ്. അപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നു മിലിറ്ററി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം കുഴഞ്ഞു വീണു, അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, പ്രഷർ കുറഞ്ഞതാണെന്നാണ് പറയണേ. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് വേറെ ഫാമിലി ആരുമില്ലേ? അല്ലെ, ഫാമിലി ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആൻഡ് ഐ ആം ടേക്കിംഗ് കെയർ, 100% ഐ ആം ടേക്കിംഗ് കെയർ എന്ന് പറഞ്ഞ് വളരെ റെസ്പോൺസിബിളായിട്ട് ഞാൻ ഇദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് വിളി വന്നപ്പം ഞാൻ ശ്രദ്ധിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഫാമിലി അംഗത്തിനെ പോലെ അദ്ദേഹം എണീറ്റൊരൊറ്റ ഓട്ടാണ്. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ ആർക്കോ എന്തോ സംഭവിച്ച പോലെ അവിടുന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് ഫോൺ അവിടുന്ന് വിളിച്ച വശം, ആ പേഷ്യൻറ്റിൻ്റെ പേര് പറഞ്ഞ വശം ഇദ്ദേഹം എണീറ്റ് നടന്ന് വളരെ കാഷ്വലായിട്ട് പോവല്ല ചെയ്തത്. എന്നോടൊരു വാക്കും കൂടി പറഞ്ഞില്ല. അദ്ദേഹം എണീറ്റ് ഒറ്റൊരു ഓട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി മെമ്പറിന് എന്തോ പറ്റിയ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടം. മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് വാട്ട് സോ മെനി പീപ്പിൾ വർ കമൻറ്റിങ് അബൌട്ട് the commitment, the dedication, the compassion or the conviction. Am I right? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇനി ഇവിടെ ഞാനൊരു സെഷൻ എടുക്കേണ്ട ആവശ്യം തന്നെയില്ല. എവ്രിബഡി ഹു ആർ സിറ്റിംഗ് ഹിയർ സിറ്റിംഗ് വിത്ത് 100% conviction. Am I right? Hello, yes or no? So one of the most important factor I want to tell you here is always ഞാൻ അവിടെ രാജഗിരി പോകാൻ കാരണം എൻ്റെ അമ്മ കാരനാണ്. അമ്മയ്ക്ക് ഒരു വർഷം മുമ്പ് അമ്മ ഏകദേശം 9 months അമ്മ ബെഡിലായിരുന്നു. അപ്പോൾ 9 മാസം അമ്മ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഏകദേശം 2024 June 16th we lost her. അതിന് മുമ്പുള്ള 9 brought her to രാജഗിരി. ആ 9 മാസം ഓർമ്മയില്ലാണ്ട് കിടന്ന സമയത്ത് എൻ്റെ വീട്ടിലും 5ഓളം പേര്, 5 ഇതേപോലുള്ള കെയർ ഗിവേഴ്സ് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇറ്റ് ഈസ് ഓൾവേസ് വാട്ട് വി ഹാവ് ടു കീപ്പ് ഇൻ അവർ മൈൻഡ് ഈസ് ഓൾവേസ് ദ ട്രസ്റ്റ്. ഇവിടെ ആ കൊച്ചിൻ്റെ മനസ്സിൽ കൂടെ പോകുന്നൊരു ചിന്ത എന്തായിരിക്കും? ആ എടുത്തു ചാടുന്ന ആ കൊച്ചിൻ്റെ മനസ്സിൽ കൂടെ പോണ ചിന്ത എന്തായിരിക്കും? ആ പയ്യൻ അത് പിടിക്കും എന്നുള്ളൊരു ചിന്തയാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് 100% ട്രസ്റ്റ്. പക്ഷെ ആ തൂങ്ങിക്കിടക്കുന്ന ആളുടെ മനസ്സിൽ എന്തായിരിക്കും? എന്നെ കൊണ്ട് പിടിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. Am I right? Yes or no? So one of the most important factor what you should have is always നമ്മളെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വിടുന്ന സമയത്ത് one of the most important factor is always we need to provide the emotional immunity boosters എന്ന് പറയും. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും one of the most important thing is always ഇവിടെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, it is always emotional things. we need to provide the emotional immunity boosters, and with that ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും you need to become the frontline warriors sometimes. അതുകൊണ്ട് തന്നെ one of the most important factor is നമ്മൾ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ഓൾവേസ് പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് വി നീഡ് എക്സ്പെക്ടേഷൻസ്. എന്താണെങ്കിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തികളിലും എല്ലാത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ രീതിയിൽ വേണം നമ്മുടെ സംസാരവും. Am I right? ഹലോ, yes or no? അതുകൊണ്ട് നമ്മുടെ മുഖത്ത് എന്ത് വേണം? ഹലോ, നമ്മുടെ മുഖത്ത് എന്ത് വേണം? നമ്മുടെ മുഖത്ത് ഇസ്മയിൽ വേണമെന്ന് പറയും ഞാൻ, അല്ലേ? നമ്മുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഓൾവേസ് വി നീഡ് ടു ആസ്ക് എവ്രി ടൈം, വി നീഡ് ടു റീച്ച് ഔട്ട് ആൻഡ് ആസ്ക് വാട്ട് ക്വസ്റ്റ്യൻ ആർ യു ആരോട്? ഹലോ, ആരോട്? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും വി നീഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഫോർ ആർക്ക്? നമുക്ക് തന്നെ വേണ്ടി വരും. ഇഫ് വി നീഡ് ടു സ്മൈൽ എവറി ടൈം, നമ്മുടെ മുഖത്ത് എപ്പോഴും മനോഹരമായ ഒരു പുഞ്ചിരി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും വി ഓൾസോ നീഡ് സം ഇമോഷണൽ സപ്പോർട്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്?
ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റേഴ്സ് വന്നിട്ട് ചില കഥകളി കളിക്കും മുമ്പിൽ നിന്നിട്ട്, റൈറ്റ്? യെസ് ഓർ നോ? അപ്പോൾ അവരെന്തൊക്കെയാണ് നമ്മളുടെ അടുത്ത് പറയാം? ഫ്ലൈറ്റ് കയറുന്ന സമയത്തേ ആ സീറ്റ് ബെൽറ്റ് ഇടണം, പിന്നെന്ത് ഇടണം? എന്തെങ്കിലും ടർബുലൻസ് വന്നു കഴിഞ്ഞാൽ ചെവിയിൽ വെക്കണം. ഓക്കെ, എന്തെങ്കിലും ടർബുലൻസ് ഉണ്ടായാൽ വാട്ട് വി ഷുഡ് ഡു? ടർബുലൻസ് വന്നാൽ എടുത്ത് ചാടിക്കൊള്ളനാ. ടർബുലൻസ് വന്നാൽ ജാക്കറ്റ് ഇടണം. വേറെ എന്ത് ചെയ്യണം? എന്തെങ്കിലും ടർബുലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ മാസ്ക് ധരിക്കണം, അല്ലേ? സോ ഫസ്റ്റ് തിങ്, ആരാണ് മാസ്ക് ആദ്യം ധരിക്കേണ്ടത്? ഹലോ, ആരാ ധരിക്കേണ്ടത്? മിക്കപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ടല്ലേ, മിക്കപ്പോഴും എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് നമ്മുടെ ഫാമിലിയല്ലേ ഏറ്റവും വലുത്. നമ്മൾ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ മക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പം നമ്മൾ ഏറ്റവും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഏറ്റവും ആദ്യം നമ്മുടെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ മിക്കപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിക്കുക ഏറ്റവും ആദ്യം കിട്ടുന്ന സംഭവം ഏറ്റവും ഓക്സിജൻ മാസ്ക് എപ്പോഴും ഏറ്റവും നമ്മുടെ നിയറസ്റ്റ് ആൻഡ് ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ധരിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഐ റൈറ്റ്? പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അവർ പറയുന്ന കാര്യം, ഇറ്റ് ഈസ് ഓൾവേസ് വി നീഡ് ടു ഗോ ഫോർ വാട്ട്? ഹലോ, സെൽഫായിട്ട് നമ്മൾ ആദ്യം മാസ്ക് വയ്ക്കണം. റൈറ്റ്? ആൻഡ് ദിസ് ഇസ് കോൾഡ് ഓക്സിജൻ മാസ്ക് തിയറി. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാം, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഓൾവേസ് വി നീഡ് ടു ഹാവ് എ സെൽഫ് ഫുൾനെസ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു സെൽഫ് കെയറിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരേണ്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയും, നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് മാത്രമല്ല, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. ഞാനിത് ഓരോന്നും വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, നമ്മൾക്കും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. നിങ്ങൾക്ക് തിരക്കുണ്ടോ? ഹലോ, തിരക്കുണ്ടോ? എന്തിന്? ഊണഴിക്കാനല്ല, അങ്ങോട്ട് പോകാൻ തിരക്കുണ്ടോ? മേലേക്ക് പോകാൻ തിരക്കുണ്ടോ? ആർക്കും തിരക്കില്ലല്ലോ. അപ്പം ഞാൻ പറയും, അത് ഞാൻ ചോദിക്കുക, ചില ആൾക്കാർക്ക് ഭയങ്കര തിരക്കാണ്. എങ്ങനെയുള്ള ആൾക്കാർക്ക്? നിങ്ങൾക്കല്ല, ബ്ലൂ ഡ്രസ് ഇട്ട് ആർക്കും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാൻ വരുന്നത് ചാലക്കുടിയിൽ നിന്നാണേ. അപ്പോൾ ചാലക്കുടിയിലെ ചില ആൾക്കാർക്ക് ഭയങ്കര തിരക്ക്. എങ്ങനെയുള്ള ആൾക്കാർക്കെന്നറിയോ? അവർക്ക് ഈ അഡ്രിനാലിൻ പമ്പിങ് കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. അതെങ്ങനെയുള്ള ആൾക്കാരാണ്? Those people who always hurry and worry, they will, hello, hurry to symmetry എന്ന് ഞാൻ പറയാം. എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ, എപ്പോഴും ദേഷ്യമുള്ള ആൾക്കാർ, ഏത് സമയം മുഖത്ത് കലിപ്പുള്ള ആൾക്കാർ, അവർ they will hurry and worry and they will always hurry to symmetry. Am I right? അതുകൊണ്ട് നമ്മുടെ മുഖത്ത് നേരത്തെ പറഞ്ഞ സാധനം വേണം. എന്ത് വേണം? ഇസ്മൈൽ വേണം. അതുകൊണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് അഡ്രീനാലിൻ ഏത് സമയത്തും പമ്പ് ചെയ്യുന്നതിന് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ടെന്ന് പറഞ്ഞേ, ഒന്ന് പുഞ്ചിരിക്കൂ, ഒന്ന് പറഞ്ഞേ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പറയൂ, ഒന്ന് ചിരിക്കാൻ വേണ്ടി പറയൂ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഞാൻ ഇത് പറയുമ്പോഴും ചില ആൾക്കാർ ഭയങ്കര ഗൗരവത്തിൽ, ഇയാൾക്കിത് പറയാം, മനുഷ്യന് മണി 1:45, മനുഷ്യൻ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിക്കേറിയ വരണേ എന്നുള്ളത് പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഓൾവേസ് ട്രൈ ടു സ്മൈൽ സംടൈംസ്. നമ്മൾ പുഞ്ചിരിക്കുന്നവരും നമുക്ക് ചില ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതേതാണ്? ഡോപ്പമൈൻ. പോരട്ടെ ഇങ്ങോട്ട്. അത് നമ്മുടെ സിലബസിലില്ല അല്ലേ? നമ്മുടെ സിലബസിലില്ല, ചോദ്യത്തിൽ പ്രശ്നമായി. അതൊന്ന് ആഡ് ചെയ്തോളണം കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഡോപ്പമൈൻ. ഹലോ, സിലബസിൽ ആഡ് ചെയ്യണം. ടോമിന് മനസ്സിലായിട്ടോ അത് ആഡ് ചെയ്യാമെന്ന്. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. അപ്പോൾ ഈ 4 സാധനവും നമ്മുടെ ബോഡിയിൽ ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഈ എൻഡോർഫിൻ നമ്മുടെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ ആയാൽ മതി. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓൾവേസ് വി വിൽ ബി സ്മൈലിംഗ്. സോ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഓൾവേസ് വി നീഡ് ടു ഹാവ് എ സ്മൈൽ ഓൺ അവർ ഫേസ് എവറി ടൈം. ആ സ്മൈൽ നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ക്ലയൻസ്, നമ്മുടെ പേഷ്യൻസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ്? ഞാൻ ഇത് മുഴുവൻ വായിച്ച സമയം കളയുന്നില്ല. പക്ഷേ നെഗറ്റീവ് ആവണോ, പോസിറ്റീവ് വേണോ, ലോ ഇൻറ്റൻസിറ്റി വേണോ, ഹൈ ഇൻറ്റൻസിറ്റി വേണോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ഹൈ ഇൻറ്റൻസിറ്റിയിൽ നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ നമ്മുടെ മുഖത്ത് കലിപ്പുണ്ടാവും. ബാക്കിയുള്ളത് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് ഓരോന്നും വായിക്കുമ്പോൾ യു ക്യാൻ റീഡ് ഇറ്റ് ഔട്ട്. ഇത് ഓരോ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ പോകും. എക്സൈറ്റ്മെൻറ്റും സാഡ്നെസ്സും കാംനെസ്സും ആങ്സൈറ്റിയും ഒക്കെ എവിടെ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. ചില ആൾക്കാർ ഓൾറെഡി അതുമായി ചാർജർ കുത്തിയിട്ടേക്കാണ്. കാരണം വി നെവർ അലൗ ദിസ്. കാരണം നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി താഴെ പോകാൻ നമ്മൾ സമ്മതിക്കോ? ഹലോ, നമ്മൾ സമ്മതിക്കോ? വി നെവർ ലീവ് ഫോർ ദാറ്റ്, റൈറ്റ്? അതുകൊണ്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഓൾവേസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, എന്തൂസിയാസം ഈസ് ദ ഇലക്ട്രിസിറ്റി ഓഫ് ലൈഫ്. എവറി മിനിറ്റ് ആൻഡ് എവറി സെക്കൻഡ് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്, നമുക്ക് വേണ്ടുന്നത് എന്തൂസിയാസമാണ്. വാട്ട് ഈസ് എന്തൂസിയാസം? എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണോ? ചില ആൾക്കാർ പറഞ്ഞാൽ എന്തോ ഒരു ആസം. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് എന്തൂസിയാസം? യാ,
അവിടെ വായിച്ചാൽ പറഞ്ഞു, അതിൽ ഡെഫിനിഷൻ അല്ല. എന്തൂസിയാസം ഇസ് ദ ഇലക്ട്രിസിറ്റി ഓഫ് ലൈഫ്. ഇനിയിപ്പോൾ ആ സാധനം ഇല്ലെങ്കിലും ഡോണ്ട് വറി. ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ആ സംഗതി ഇല്ല, ആ ഊർജ്ജസ്വലത ഇല്ല, ആ ഉന്മേഷം ഇല്ല. ഞാൻ നിങ്ങളത് അതില്ലെങ്കിലും യു ജസ്റ്റ് ആക്ട് ഇറ്റ് ഔട്ട്. കുറച്ച് ദിവസം അത് അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവും എന്നാണ് പറയണേ. അതുകൊണ്ട് എല്ലാവരുടെയും വലത്തെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, വലത്തെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കൊരു ഹൈഫൈ കൊടുത്തേ. ദിസ് ഇസ് ദ വേ യു ഗീവ് ഹൈഫൈ. അയ്യോ സൻലെ ഇത് ഇങ്ങനെയാണ്, സൻലെ ഹൈഫൈ കൊടുക്കണത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ഹൈഫൈ കൊടുത്തേ. അടുത്തിരിക്കുന്ന ആൾക്ക് നല്ലൊരു ഹൈഫൈ കൊടുത്തേ. So my dear friends, you should be able to have some kind of enthusiasm, and if you want to have that kind of enthusiasm, അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയം. You know this guy? Hello, you know this guy? അറിയോ ആരാത്? പേരവിടെ എഴുതി, ദ്രാവിഡോ ആരാത്? That is just I mean, what's his name? D. Gugesh. അപ്പോൾ D. Gugesh ആദ്യത്തെ 13 ഗെയിമിലും അദ്ദേഹം ഡ്രോ ആയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ കോച്ചായ ചാപ്മാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ കഥ എന്താണെന്നറിയോ? വെരി സിമ്പിൾ. ഇന്ന് സമയം ഏകദേശം 1:45 സമയത്ത് ഈ 1:45 തൊട്ട് മുമ്പ് വരെ സംഭവിച്ച കാര്യങ്ങൾ, ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് സാധിക്കില്ല. Can you predict about the future? What is going to happen after 1:50? Can you predict what is going to happen? എന്താ സംഭവിക്കാൻ പോണേന്ന് predict ചെയ്യാൻ പറ്റുമോ? നമുക്ക് predict ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. So what you can be certain is always right now what you are doing. Right now what you are doing? ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? സഹിച്ചിരിക്കണോ, വിശന്നിരിക്കണോ, അല്ലേ? അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം നമ്മൾ സഹിച്ചിരിക്കണോ, വിശന്നിരിക്കണോ, ടോം സാർ അവിടെ നിൽക്കണോ, അതുകൊണ്ട് എണീക്കാനും പറ്റില്ല, പോകാനും പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഈ സംഗതിയിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ട്രൈ ടു എൻജോയ് ദ പ്രസൻറ്റ്. ആർ യു റെഡി? ഹലോ, ട്രൈ ടു എൻജോയ് ദ പ്രസൻറ്റ്. ആർ യു റെഡി? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഡി ഗുഗേഷിനോട് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ കോച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന്, യു ലീവ് യുവർ പ്രസൻറ്റ് ബിക്കോസ് യു കാൻ ചേഞ്ച് യുവർ പാസ്റ്റ്. ഓക്കെ, യു ഹാവ് ടു ലീവ് യുവർ പാസ്റ്റ്. കാരണം അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. We can't predict your future also. Only thing is you can plan and prepare. ഇവിടെ ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നു, പ്രിപ്പറേഷൻസ് ഒരുപാട് നടക്കുന്നു, പക്ഷേ we can't predict it. അതുകൊണ്ട് one of the most important factor we need to enjoy our present. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, one of the most important factor is always you should have some humor. അസുഖമായിട്ട് കിടക്കുന്ന ആൾക്കാരോട് അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ചെറിയ ചിന്ന തമാശകളൊക്കെ പറയാം. ഞാൻ കഴിഞ്ഞ 9 മാസം ഞാൻ അമ്മയുടെ കൂടെ ആയിരിക്കുന്ന സമയത്തും, അമ്മയ്ക്ക് ഓർമ്മ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തും, അസുഖങ്ങളായിരിക്കുന്ന സമയത്തും ഷീ യൂസ് ടു എൻജോയ് ലോട്ട് ഓഫ് ഹ്യൂമർ. വളരെ സന്തോഷകരമായ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനാണ് ആർക്കും സന്തോഷം. ഞാൻ ഡോക്ടർ എന്ന നിലയ്ക്ക് ക്ലിനിക്കിലിരിക്കുന്ന സമയത്തും ആൾക്കാർ ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്തും പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്കും ദേ ഓൾവേസ് എൻജോയ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ പറയും, ഫൈൻഡിങ് ഹാപ്പിനെസ് ആൻഡ് ഫൺ ഇൻ എവ്രിതിങ് യു ഡു. എൻജോയ് ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ് ഇൻ ലൈഫ്. ഇവിടെ എത്ര പേര് കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ട്? കല്യാണം കഴിഞ്ഞ ആൾക്കാർ? ഏകദേശം എല്ലാവരും. വെരി ഗുഡ്, എക്സലൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളുടെ ചില മുഖങ്ങൾ കാണുമ്പോൾ ദുഃഖമുണ്ട്. ചില ആൾക്കാർ അടുത്തിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് ചാരിയൊക്കെ ഇരിക്കണേ. അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഏകദേശം, നിങ്ങൾ എത്ര പേര് ഈ പ്രീ മാരൈറ്റൽ കോഴ്സിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രീ മാരൈറ്റൽ കോഴ്സിന് പങ്കെടുത്ത ആൾക്കാർ? ഓക്കെ, ഗുഡ്. അപ്പം പ്രീ മാരൈറ്റൽ കോഴ്സ് 40 years ബാക്ക് ഈ പള്ളിയിൽ അച്ഛന്മാർ ഇതൊന്നും തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു പ്രീസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, 40 years ബാക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഫാദേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞിങ്ങനെ കേൾപ്പിക്കണം. ഓക്കെ, ഈ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ച് കഴിയുമ്പോൾ ഫാദേഴ്സ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞത്. എങ്ങനെ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് അവർ പറഞ്ഞത്. കുറച്ചാൾ കഴിഞ്ഞപ്പം ഒരു 35 years ബാക്ക് എഗെയിൻ അച്ഛന്മാർ മാറ്റി പറഞ്ഞു. അവരെന്താ പറഞ്ഞെന്നറിയോ? അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രം പരിപാടികൾ നടക്കില്ല, പിന്നെ എന്ത് വേണം? ചെറിയ ചെറിയ കോംപ്രമൈസ്. ചില ആൾക്കാർക്ക് എന്തൊക്കെയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, തന്നെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താണ് അസുഖം എന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഡയഗ്നോസ് ചെയ്യാൻ ഞാൻ അത്ര മിടുക്കനല്ല. അപ്പോൾ അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യണം എന്നാണ് പിന്നീട് പറഞ്ഞത്. ഓക്കെ, പക്ഷെ കാലം കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ, ഞാനൊരു 28 വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അന്ന് ഞാൻ പ്രീ മാരൈറ്റൽ കോഴ്സിന് വേണ്ടി പോയപ്പം, അന്ന് ബിഷപ്പ് ഹൗസിൽ തൃശ്ശൂർ, അന്ന് അവിടെ ക്ലാസ് എടുക്കാൻ വന്നൊരു അച്ഛൻ പറഞ്ഞു, ഇത് രണ്ടിൻ്റെയും കൂടെ വേറൊരു മൂന്നാമത്തെ ഒരു സാധനമാണ്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാൻ തുടങ്ങി. ചില ആൾക്കാർ മൊബൈലൊക്കെ എടുത്തു വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി, വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനാണെന്ന് മനസ്സിലായി. ഓക്കെ,
എനിക്ക് വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ. കാരണം ഇതെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. വിശപ്പുണ്ടെങ്കിലും കെട്ടിയവന് ഇത് അയച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം പലർക്കും ഉണ്ട്. സോ ദ തേർഡ് തിങ്, ഞാൻ പ്രീ മാരൈറ്റൽ കോഴ്സിന് വേണ്ടി പോയപ്പം അവർ പറഞ്ഞെന്താണെന്ന് അറിയോ, അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും മാത്രം പോരാ, പിന്നെ എന്ത് വേണം, കല്യാണം കഴിഞ്ഞാൽ സഹിച്ചോളാൻ. കാരണം എക്സ്ചേഞ്ച് ഓഫർ ഇല്ല. ഓക്കെ, ചാലക്കുടി ആയാലും എറണാകുളത്തായാലും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടോ? എക്സ്ചേഞ്ച് ഓഫർ ഇല്ല. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 3 കാലഘട്ടം കഴിഞ്ഞ് ഞാൻ നാലാമത് ബാംഗ്ലൂർ, ഞാൻ ഈ ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഐ വെൻ ഫോർ എ ട്രെയിനിങ് അറ്റ് ബാംഗ്ലൂർ ഫോർ എ ഫാമിലി പ്രോഗ്രാം. അപ്പോൾ ഫാമിലി പ്രോഗ്രാമിന് ട്രെയിനിങ്ങിന് പോയപ്പോൾ എൻ്റെ ഒരു കോ ഫാക്കൽറ്റി ആയിട്ട് വന്നതൊരു പ്രീസ്റ്റാണ്. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ 3ൻ്റെ കൂടെ 4ാമത് വേറൊരു സാധനം കൂടി വേണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് പറയാൻ വേണ്ടി, കീപ് ഓൾ ദ ബിലോങ്ങിങ്സ് ഇൻ ചെയർ ആൻഡ് ഗെറ്റ് അപ്പ്, കമോൺ, സ്റ്റാൻഡ് അപ്പ് എവരിബഡി, കമോൺ. എല്ലാവരും ചാടി എണീറ്റ് നിന്നേ. എന്നിട്ട് എല്ലാവരും യു പ്ലീസ് ലുക്ക് ഇൻ ടു ദറ്റ് ബ്യൂട്ടിഫുൾ സ്ലൈഡ്. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആ വലത്തെ കൈ മുമ്പോട്ടൊന്ന് ഉയർത്തിയേ. ആ കൈ ബാക്കിലേക്ക് എന്തോരം പോകുന്നു നോക്കിയേ. യു ലുക്ക് ഇൻ ടു ദ സ്ലൈഡ് ഓവർ ദെയർ. നോട്ടം ഇങ്ങോട്ട്, ഹലോ, നോട്ടം ഇങ്ങോട്ട്. ഓക്കെ, കൈ മാത്രം ബാക്കിലേക്ക് എന്തോരം പോകുന്നു നോക്കിയാൽ മതി. ഓക്കെ, വെരി ഗുഡ്, വണ്ടർഫുൾ, സൂപ്പർ, വെരി ഗുഡ്. ഒരു കൈയടിച്ചേ, വെരി ഗുഡ്, ഗ്രേറ്റ്. ഓക്കെ, ബട്ട് മൈ ക്വസ്റ്റൻ ഇസ് ആ കൈ ഇത്രേ പോവുള്ളൂ? ഇപ്പോൾ പോയിടത്തോളം പോവുള്ളൂ? അത്രേ പോവുള്ളൂ? അല്ല, അതിനേക്കാളും കൂടുതൽ പോവും. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കിയിട്ട് ആ കൈ മാക്സിമം എത്രത്തോളം ബാക്കിലേക്ക് പോകുന്നു നോക്കിയേ. മാക്സിമം കമോൺ, ഡു ഇറ്റ്. മാക്സിമം. താങ്ക് യു. ഒരു നല്ല കൈഡി ആയിക്കോട്ടെ. യു ക്യാൻ സിറ്റ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ബ്യൂട്ടിഫുൾ പാർട്ടിസിപ്പേഷൻ കേട്ടോ. ഒന്നും കൂടി കൈയടിച്ചോ. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ്, ആർക്കെങ്കിലും എവിടെയെങ്കിലും വേദന വന്നോ? വേദന വന്ന ആൾക്കാർ കൈപൊന്തിച്ച്. വേദന വന്ന ആൾക്കാർ കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ആർക്കാ വേദന വരാ? ആ, പണിയെടുത്തവനെ വേദന വരുള്ളൂ, റൈറ്റ്? അല്ലേ, പണിയെടുത്തവനെ വേദന വരുള്ളൂ. ഐ മീൻ റൈറ്റ്? അങ്ങനെയല്ലേ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാ. ഇസ് ഇറ്റ് ഓക്കെ? റൈറ്റ്? പണിയെടുത്തവനല്ലേ വേദന വരുള്ളൂ, നമ്മൾ ആഞ്ഞ് പിടിച്ചവനല്ലേ വേദന ഉള്ളൂ. ചില ആൾക്കാർ ഞാൻ കണ്ടു അവിടെ നിന്ന് നോക്കിയപ്പോൾ, അതിനുവേണ്ടി ആ മുകളിലേക്ക് കയറിയത്. ചില ആൾക്കാർ കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, 2ാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞു, എന്നാലും ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞു, നമ്മളുടെ കൈ ഇത്രേ പോവുള്ളൂ. നമ്മൾ ചില ആൾക്കാർ അങ്ങനെയുണ്ട്. എന്തൊക്കെ ഇവിടുന്ന് ടോം സാറ് പലതും പറയും. ഗാർഡിയൻ ഏഞ്ചലാണ്, നമ്മൾ 13 കൊല്ലമായി, ഇങ്ങനെ ചെയ്യണം, അത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വി ഹാവ് സം പെയിൻ ഓവർ ഹിയർ, റൈറ്റ്? യെസ് ഓർ നോ? അല്ലേ? ബട്ട് ഐ വുഡ് ലൈക്ക് ടു കോൾ ഇൻ ഡിഫറെൻറ്റ് നെയിം. ആ വേദനയെ, ആ പെയിനെ ഐ വുഡ് ലൈക്ക് ടു കോൾ വിത്ത് സം ബ്യൂട്ടിഫുൾ നെയിം, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സാക്രിഫൈസ്, isn't it? അപ്പോൾ ഫാമിലി ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, വി നീഡ് ടു അഡ്ജസ്റ്റ്, വി നീഡ് ടു കോംപ്രമൈസ്, വി നീഡ് ടു ടോളറേറ്റ്, വി നീഡ് ടു ഗോ ഫോർ ലോട്ട് ഓഫ് സാക്രിഫൈസ് വെൻ യു ആർ വിത്ത് ഗാർഡിയൻ ഏഞ്ചൽ ഓൾസോ. Am I right? When you are with your clients, one of the most important thing ഞാൻ നിങ്ങളുടെ ചോദിക്കാം, men is from Mars and women from Venus എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? Men is from Mars and women from Venus. ന്യൂ ജനറേഷൻ പാരന്റിങ് എന്ന് പറയുന്ന ബുക്ക് വായിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരുമില്ല. സന്തോഷമായി, അതിൻ്റെ ഓതറാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, ഗുഡ്. സോ ഈ 2 ബുക്കും വായിച്ചു. അപ്പം നിങ്ങൾക്ക് വായനാശീലം ഇല്ല എന്ന് മനസ്സിലായി. 2 ബുക്ക്, 3ാമത്തെ ബുക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തുടക്കത്തിലൊരു ബുക്ക് പറഞ്ഞു, ഇപ്പോൾ 2 ബുക്ക് പറഞ്ഞു. വായനാശീലം ഇല്ലാത്ത ആൾക്കാരാണെന്ന് മനസ്സിലായി. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. റീഡ് ബുക്സ്. ഓക്കെ, ഫോർ വാട്ട്? നിങ്ങൾ ടോം സാറിനെ പോലെ ആവാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, വി നീഡ് ടു അപ്ഡേറ്റ് സം ടൈംസ്. ഹലോ, എനിക്കൊരു വളണ്ടിയർ ആരെങ്കിലും വരുമോ? വളണ്ടിയർ? അരേ, വൺ വളണ്ടിയർ യാർ, കം ഓൺ, വൺ പേഴ്സൺ. യാ മാം, യാ കം. വാട്ട്സ് യുവർ ഗുഡ് നെയിം? Rahmat be here. Okay, Rahmat, let me ask you a simple question. Beautiful. നല്ലൊരു ജെസ്റ്റർ ആണ് കേട്ടോ. നല്ലൊരു കൈഡി കൊടുത്തേ. ആൻഡ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ജെസ്റ്റർ. ബീങ് എ കെയർ ഗീവർ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ദിസ് ഇസ് ഇനീഷ്യേറ്റീവ് വാട്ട് വി കോൾ, റൈറ്റ്? പറഞ്ഞപ്പോഴേക്ക് റഹ്മത്തോടൊന്ന് ഓടി വന്നു. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നല്ല ഉത്തരം പറഞ്ഞപ്പോൾ അറിയാണ്ട് ഞാൻ കയ്യടിയൊക്കെ കൊടുത്തൊരാളാണ് റഹ്മത്തായി. അപ്പം ഒരു അസൂയില്ലാത്ത നല്ലൊരു കയ്യടി റഹ്മത്തിന് നിന്ന് കൊടുത്തേ. റഹ്മത്ത്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, വിസിലടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. റഹ്മത്തിന് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടല്ലേ ഇവിടെ. ഓക്കെ, റഹ്മത്തെ ഒരു സിമ്പിൾ ചോദ്യം. നമ്മുടെ ഈ ഇംഗ്ലീഷിൽ, കാരണം ഇത്രയും നേരം ഞാൻ മംഗ്ലീഷിലാണ് പോണേ, ഇവിടെ ഇത്രയും നേരം നമ്മൾ കുറേ ഇംഗ്ലീഷ് സ്പീച്ചസ് ഒക്കെ കേട്ടു. സോ യു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, റൈറ്റ്? ഓക്കെ, സോ ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്? 26. കയ്യടി കൊടുക്കുക. 26. ഈ 26 എന്ന് പറഞ്ഞു കൊടുത്തേ. A to Z. Okay, I'll hold the mic. Right. A, B, C, D, E, F, G, H, I, J, K, L, M, N, P, Q, R, S, T, U, V, W, X, Y, Z. Okay, very claps, come on. Okay, one more question. ആ പോയി അതേ സ്പീഡിൽ Z തുടങ്ങിയ വരെ.
ZYXWVU. Right. Rahmat, nallor kadi kodthe. Back to your seat. Okay, anyone here? One person is ready. Anyone else? Typewriting പഠിച്ചിട്ടുണ്ടോ? സനൽ പഠിച്ചിട്ടുണ്ട്? ടൈപ്പ് റൈറ്റിംഗ് രണ്ട് പേര് റെഡിയാണ്. സനലിന് നേരത്തെ ചോദിച്ചു. യു ക്യാൻ ഗോ അഹെഡ്. അവിടുന്ന് പറഞ്ഞോ. ബ്യൂട്ടിഫുൾ. ഒരു കയ്യടി ഗംഭീരമായിട്ട് കൊടുത്തേ. ഗാർഡിയൻ ഏഞ്ചൽസിന്റെ അഭിമാനം കാത്തു. ഇസ്ന്റ് ഇറ്റ്? പക്ഷെ ഞാൻ നിങ്ങളുടെ ചോദിക്കാൻ, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ ഇംഗ്ലീഷേ സംസാരിക്കൂ, രാവിലെ തുടങ്ങി വൈകുന്നേരം ഇംഗ്ലീഷേ പറയൂ. ചെറിയൊരു സിമ്പിൾ ചോദ്യമല്ലേ ചോദിച്ചേ? ഞങ്ങൾ നേരെ വഴിക്കേ പോവുള്ളൂ, ഞങ്ങൾ തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് അറിയില്ല, എറണാകുളം വരെ വരാൻ അറിയുള്ളൂ, തിരിച്ച് ചാലക്കുടി പോകാൻ വഴി അറിയില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഐ യു റെഡി എവ്രി വൺ? ഇരുന്നിട്ട് ചെയ്താൽ മതി. നമ്മൾ 100 തുടങ്ങി ബാക്കിലേക്ക് എണ്ണും. റെഡി? 100 ബാക്ക് ടു 75. ഐ യു റെഡി? ഓക്കെ, വിശപ്പ് ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. റെഡി? 100. താങ്ക് യു. താളം വേണ്ട. ഓക്കെ, കയ്യടി നന്നായിട്ട് ആയിക്കോട്ടെ. വെരി ഗുഡ്, എക്സലന്റ്. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ എണ്ണാൻ പോകുമ്പോഴേ 100 കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് നോട്ട് 99, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100, 98, 96, 94, 92, 90, ലൈക്ക് ദാറ്റ്, റൈറ്റ്? മനസ്സിലായോ വല്ലതും? -2. 100 കഴിഞ്ഞാൽ 98, 96, 94, 92, 90, 88 അങ്ങനെ നമ്മൾ പോകും. റെഡി? -2. റെഡി? എനിക്ക് എല്ലാവരും മുഖം കാണണം, എല്ലാവരും ലൗഡ്ലി യു വിൽ ബി സ്പീക്കിംഗ്. റെഡി? ഓക്കെ, സ്റ്റാർട്ട്. 100. സൂപ്പർ, വെരി ഗുഡ്. ഒരു ഗംഭീര കൈഡി ആയിക്കോട്ടെ കേട്ടോ. എനിക്ക് ഈ ടേബിള് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്, ഇവരുടെ പാർട്ടിസിപ്പേഷൻ സൂപ്പർ ആവുന്നുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഗെയിൻ വൺസ് മോർ വി ആർ ഗോയിങ് ഫോർ. റെഡി? ചെറിയൊരു മാറ്റം. ഒന്ന് സിറ്റ് സ്ട്രേറ്റ്, എവരിബഡി കമോൺ, എവരിബഡി പ്ലീസ് സിറ്റ് സ്ട്രേറ്റ്. ഓക്കെ, എല്ലാവരും ഇന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ആഗ്രഹം കൊണ്ടാണ്. പിന്നെ ഇവർ ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. സോ ഹിയർ വി ഗോ ഫോർ -3. ഇസ് ഇറ്റ് ഓക്കെ? റെഡി അല്ലേ? സോ 100 ബാക്ക് ടു -3, അതായത് 100 കഴിഞ്ഞാൽ 97. റെഡി? എവ്രി വൺ റെഡി? ഉറക്കെ പറയില്ലേ? 100. ബുദ്ധിമുട്ടണ്ട, മനസ്സിലായി? അവിടെ ഒരാൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്നുണ്ട്. ആ ടീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതോടുകൂടി അവിടെ നിന്ന് ഒരാൾ പ്രത്യേകം ശ്രദ്ധിക്കണത് ആരെയാണെന്നറിയോ? ഇവരെ മാത്രം. ഇതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി. ഒരാൾ നന്നായി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ നോട്ടം മുഴുവൻ നന്നായേക്കുന്ന ആൾക്കാരിലേക്ക് മാത്രമുള്ള. മാഡത്തിന് പ്രത്യേക ഒരു കയ്യടി ഒന്ന് കൊടുത്ത്. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്താ ഇപ്പം ഉണ്ടായേ? ഇവരതിന് മുമ്പ് -2, -1 ഒക്കെ ഗംഭീരമായിട്ട് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ -3 പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ഹലോ, വാസ് ഇറ്റ് ഈസി? Z തുടങ്ങി ബാക്കിലേക്ക് പോകാനും 100 തുടങ്ങി ബാക്കിലേക്ക് പോകാനും ഞാൻ പറഞ്ഞപ്പം വാസ് ഇറ്റ് ഈസി? ഹലോ, -3 ഇനി -7 ചോദിച്ചാലോ? തീർന്നു, കലാപരിപാടി തീർന്നു അല്ലേ? -5 ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുള്ള ആളാണ്. കാനഡയിലും ഇത് തന്നെയാണല്ലോ അല്ലേ? So dear friends, let me tell you something. One of the most important factor is always what we are used to ചെയ്യാൻ നമ്മൾ ഭയങ്കര മിടുക്കരാണ്. പക്ഷേ ചെറിയൊരു മാറ്റം, കംഫർട്ട് സോൺ മാറാന്ന് പറഞ്ഞാൽ പുലിവാലായി. Am I right? Yes or no? The question here is, are you ready to leave that comfort zone? ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. We need to adjust, we need to compromise, we need to tolerate, we need to sacrifice. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ആ ബുക്കിൻ്റെ കാര്യം ചോദിച്ചതേ. Men is from Mars and women from Venus. ഞാനിപ്പം ഈ എൻ്റെ പോക്കറ്റിലിരിക്കുന്ന ഈ സ്പെക്സ് കാണിച്ചിട്ട് ഇവിടെ ചോദിക്കുകയാണ്, ഈ സ്പെക്സ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരണതെന്ന് സാധാരണ ഒരു ഗ്രൂപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഇതുമായിട്ടുള്ളൊരു ഗ്രൂപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഉത്തരങ്ങൾ വരും. എഗെയിൻ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചോദിക്കണത്. ഈ മൊബൈലിൽ കാണിച്ചിട്ട് ഞാൻ ചോദിക്കണത്, വാട്ട് ഈസ് കമ്മിങ് ഇൻ ടു യുവർ മൈൻഡ്? നിങ്ങൾ ഈ മൊബൈൽ കാണിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെൻസ് പറയും, അത് ഫോം വിളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയും. പക്ഷെ ലേഡീസ് എന്ത് പറയുന്നറിയോ? ഇത് നീല നിറമാണ് എന്ന് പറയും. ഇത് നല്ല ഫോട്ടോ എടുക്കാം, നല്ല സെൽഫി എടുക്കാം എന്ന് പറയും. Am I right? ഹലോ, യെസ് ഓർ നോ? മാഡത്തിന് സന്തോഷമായി? അത് തന്നെ എന്ന്. ഓക്കെ, ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ദ പെർസെപ്ഷൻസ് ആർ ഓൾവേസ് ഡിഫറെൻറ്റ്, റൈറ്റ്? Yes or no? Perceptions are always different. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വ്യക്തികൾ എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പം നമ്മളുടെ അതേ ആറ്റിറ്റ്യൂഡാണോ ക്ലയൻസിൻ്റെ?
നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ നമ്മളുടെ അതേ ചിന്തകളാണോ അവർക്കുള്ളത്? ആണോ? വ്യക്തികളെല്ലാവരും വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് ഐ ആം ഗോയിങ് ടു പുട്ട് ദിസ് കൈൻഡ് ഓഫ് എ സെന്റൻസ് ഓവർ ഹിയർ. എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് അബൌട്ട് ടു തിങ്സ്. ഫസ്റ്റ്, appreciating the similarities, and it is always second, respecting the it is always the differences. നമ്മളുടെ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് വളരെ വ്യത്യസ്തനായി അയാളായിരിക്കാം, വൈഫ് വളരെ വ്യത്യസ്തനായി ആയിരിക്കും. ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു റെസ്പെക്ടിങ് ദ ഡിഫറൻസ്? നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ക്ലയൻറ്റ് മേ ബി എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി. മൈ ക്വസ്റ്റ്യൻ ഈസ്, ക്യാൻ വി റെസ്പെക്ട് ദ അതർ പേഴ്സണാലിറ്റി? നമുക്ക് അവരെ ആ വ്യത്യസ്തതയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ബി മോർ ഹാപ്പി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഞാൻ പറയാം, ആ വ്യത്യസ്തതയെ റെസ്പെക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ മുതൽ നമുക്ക് ഈ 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആം ഐ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റാവുന്നൊരു ചോദ്യമാണ്, ആം ഐ? ആൻഡ് നമ്പർ 2 ഈസ് ഓൾവേസ്, ആർ യു ഓക്കെ? അപ്പോൾ അടുത്തിരിക്കുന്ന ആളോടും ചോദിച്ചേ, ആർ യു ഓക്കെ? ഒന്ന് ഉറക്കെ ചോദിക്കി. അടുത്തിരിക്കുന്ന ആളോടും ചോദിക്കി, ആർ യു ഓക്കെ? മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ കെയർ ഗീവിങ്ങിന് പോകുന്ന വീട്ടിൽ ആദ്യത്തെ ദിവസമോ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ നമ്മൾ ആർ യു ഓക്കെ എന്ന് ചോദിക്കുമ്പം അവർ ഫോർമാലിറ്റി രീതിയിൽ അവർ പറയും, ഓഫ് കോഴ്സ്, യെസ്, ഷുവർ, ഡാം ഗുഡ് എന്നൊക്കെ പറയും. പക്ഷെ 5 ദിവസം 6 ദിവസം 7 ദിവസം കഴിയുമ്പം അവർ ചിലപ്പോൾ പറയും, ഐ ആം നോട്ട് ദാറ്റ് ഓക്കെ. ആ സമയത്താണ് നമ്മൾ അവർക്ക് സഹായം കൊടുക്കേണ്ടത്. കാരണം ഇൻ ദി ഇയർ 2018 or 2016-17, you know what happened in Kerala especially, or India what happened? നമുക്കറിയാം, നോട്ട് നിരോധനം ഉണ്ടായി. Am I right? അല്ലേ? 2018 നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയോ? ആരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറി? ഓൺലി 1 persons? 1, 2? ഞാൻ ചാലക്കുടിക്കാരനാണ്, അതാണ് ഞാൻ കൈ പൊന്തിച്ചത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ അല്ല 2018 ചാലക്കുടിക്കാരനുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ 2018 എൻ്റെ വീട്ടിൽ ഇത്രയും വെള്ളം കയറ്റാൻ പറ്റിയുള്ളൂ. ചാലക്കുടിയാണോ? ആലപ്പുഴയാണ്. എൻ്റെ വീട്ടിൽ ഇത്രയും വെള്ളം കയറ്റാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ക്ലിനിക്കിൽ ഏകദേശം 10-12 അടിയേ കയറിയുള്ളൂ, ഒരു കാറേ പോയുള്ളൂ. ഓക്കെ, ഓ എന്ത് സന്തോഷമായി നോക്കിയേ. ഓക്കെ, മൈ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് വാസ് 2018. 2019 അഗെയിൻ ഞങ്ങൾ മോശക്കാരല്ല. 2019 അഗെയിൻ ക്ലിനിക്കിൽ ഇത്രയും വെള്ളം വന്നു. 2020 March 20th, what happened? COVID-19, right? That was 2020. And 2021 we went for second mask, right? 2022 we went for the booster dose, right? 2023 we went for dengue fever. 2024, 2025, hello, monkeypox, right? Hello, and Nipah, right? Hello, yes or no? Yes. And 2025-26 Deepavali start ചെയ്തു, right? Hello, പലപ്പോഴും പലയിടത്തും നടക്കുന്നുണ്ട്, right? Am I right? അല്ലേ? My dear friends, let me tell you something. One of the most important factor, we are going through a lot of adversities in our life. ഇന്ന് നമ്മൾ പോകുന്ന ഓരോ ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അവർക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും, ഇത് ഞാൻ ഒരു വൈഡ് ആംഗിളിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പല വീടുകളിലും പല പല പ്രശ്നങ്ങൾ നടക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓൾവേസ് ആസ് എ പേഴ്സൺ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഓൾവേസ് ആൻ അഡ്വേഴ്സിറ്റി കോഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മളുടെ മനസ്സിലൊരു ചിന്ത വേണം. ദാറ്റ് ഈസ് കോൾഡ് AQ. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴും അവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടുന്ന ഒരു മനോഭാവം നമുക്ക് വേണം. ചെറുതായിട്ടൊന്ന് തോളി തട്ടിയിട്ട് വളരെ നന്നായിട്ട് ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് തോളി തട്ടുമ്പം ദാറ്റ് മേ ബി ആൻ അപ്രീസിയേഷൻ. സംടൈംസ് ദാറ്റ് മേ ബി നമ്മളുടെ ഭാഗത്തു നിന്നും ഒന്ന് പുറത്ത് തട്ടിയിട്ട് തലോടൽ കൊടുക്കുമ്പം ചില ആൾക്കാർക്ക് ഒരു സമാധാനമാവും. Am I right? Few years back, one young gentleman എന്ന് ഞാൻ പറയാം, കാരണം ഏകദേശം ഒരു ചെറുപ്പക്കാരൻ, ഒരു 10-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ എൻ്റെ ക്ലിനിക്കിലേക്ക് ഓടിക്കയറി വന്നു. മുമ്പിൽ പേഷ്യൻ്റ് ഉണ്ട്, പുറത്ത് പേഷ്യൻസ് ഉണ്ട്. ആ സമയത്ത് അവൻ ഓടിക്കയറി അകത്തേക്ക് കയറി വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പാപ്പൻ കാറിലിരിക്കുന്നുണ്ട്, അധികം നേരം ഇരിക്കാൻ പറ്റില്ല, അപ്പാപ്പനൊന്ന് അകത്തേക്ക് കൊണ്ടുവന്നോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, മുമ്പിലിരിക്കുന്ന ആളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും മുമ്പിലിരിക്കുന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പയ്യനെ എനിക്കറിയാം, ഞാനൊരു കാര്യം ചെയ്യാൻ ഡോക്ടർ, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല, ഞാൻ പുറത്തിരിക്കാം, അപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ പിന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറയിലും ആളെ എണ്ണീറ്റ് പുറത്തേക്ക് പോക്കും കഴിഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ വിളിച്ചോ എന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പം എൻ്റെ സ്റ്റാഫും കൂടി പിടിച്ചിട്ട് ഈ അപ്പാപ്പനെ കൊണ്ടുവരും. ഹീ ഈസ് ഓൾമോസ്റ്റ് 88 years. ഓക്കെ, 88 വയസ്സുള്ള ആളെ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്, ഈ പയ്യനും പിടിച്ചിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫും പിടിച്ചിട്ടുണ്ട്. 2 പേരും കൂടിയിട്ട് ഇദ്ദേഹം നടുക്കിൽ നിൽക്കുന്നു. എന്നെക്കാളും ഹൈറ്റുള്ള ഒരാളാണ്, നല്ല ആരോഗ്യമുണ്ട്, പിടിച്ചു കൊണ്ടുവരുന്നു. ഞാൻ നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ ഇവർ രണ്ടും കൂടി കഷ്ടപ്പാട് കഴിച്ച് എങ്ങാണ്ട് അകത്തേക്ക് വരുന്നു.
ഡോറ് തുറക്കണ സമയത്ത് ആ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഞാൻ എണീറ്റിട്ട് ഞാനും കൂടി ആ ഡോറ് ഒന്ന് തുറന്നു പിടിച്ചു. ഇവർ അകത്തേക്ക് കടന്നു. എൻ്റെ റൂമിലേക്ക് കടന്ന, പക്ഷെ എൻ്റെ സൈഡിൽ കിടക്കുന്ന ചെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പാട് കഴിക്കേണ്ടപ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കൊടുത്തു. ആൻഡ് ഹീ കെപ്റ്റ് ഹിസ് ഹാൻഡ് ഹിയർ. അദ്ദേഹത്തിൻ്റെ കൈ ഇവിടെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ എൻ്റയർ വെയിറ്റ്, എന്നേക്കാളും ഉയരമുണ്ട്, എന്നേക്കാളും തടിയുണ്ട്, എൻ്റയർ വെയിറ്റ് ഈ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു. അദ്ദേഹത്തിനെ ഞാൻ പിടിച്ച് അദ്ദേഹത്തിനെ ഇരുത്തുമ്പം ഞാനും കൂടി ഇങ്ങനെ അങ്ങോട്ട് കുമ്പടേണ്ട വന്നു. അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരുത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ചെയറിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ കൈ വിട്ടിട്ട് ഞാൻ നോക്കുമ്പം എനിക്ക് എൻ്റെ തലയുടെ മുകളിലൊരു തണുപ്പ്. കാരണം അദ്ദേഹം കൈ ഇങ്ങനെ തലയിൽ വെച്ചേക്കാം. അദ്ദേഹം പറഞ്ഞ വാചകം, അടുത്ത വാചകം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഇത് എൻ്റെ ആദ്യത്തെ അനുഭവം ആട്ടാവുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്താണാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണാൻ പോയിട്ടുണ്ട്, പക്ഷേ ഒരു ഡോക്ടർ എണീറ്റ് വന്ന് വാതിൽ തുറന്ന് കയ്യും പിടിച്ച് അകത്ത് കയറ്റിയിരുത്തുന്നത് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. വലിയൊരു അനുഗ്രഹം ഉണ്ടാവും കേട്ടോ എന്ന്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഈ വളരെ സന്തോഷകരമായൊരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ പങ്കുവയ്ക്കാൻ കാരണം, പീപ്പിൾ ഓൾവേസ് ലവ്, ദ ലവ്, കെയർ ആൻഡ് റെസ്പെക്റ്റ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ലവ്, കെയർ ആൻഡ് റെസ്പെക്റ്റ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പം അവർക്ക് തിരിച്ചു കയറാൻ വേണ്ടുന്നൊരു വാക്കാണ് റെസീലിയൻസ്, ബൗൺസിങ് ബാക്ക് എന്ന് പറയും. ഒരു ബോള് നിലത്ത് വീണ് മുകളിലേക്ക് പൊന്തി വരുന്ന ആ കാര്യത്തിനെ നമ്മൾ പറയണതാണ് ഇറ്റ് ഈസ് ഓൾവേസ് റെസീലിയൻസ്. ജീവിതത്തിൽ തിരിച്ചു വരാൻ ചിലപ്പം നമ്മൾ പുറത്ത് ഒന്ന് തട്ടേണ്ടി വരും, ചിലപ്പോൾ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും, നമ്മുടെ ചില വാക്കുകൾ കൊണ്ട് അവരെ നമ്മളൊന്ന് പ്രചോദിപ്പിക്കേണ്ടി വരും. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, അതിന് വേണ്ടുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ചില ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. Am I right? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് യു ഗോട്ട് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ഏറ്റവും നല്ല കഴിവുകൾ എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ ഏറ്റവും നല്ല കഴിവുകൾ എന്താണെന്ന് ചിന്തിച്ചേ. നല്ല സുന്ദരനാണെന്നോ സുന്ദരിയാണെന്നോ, പാട്ടുപാടുന്നോ, ഡാൻസ് കളിക്കുന്നോ, പ്രസംഗം പറയുന്നോ, പഠിക്കാൻ മിടുക്കരാണെന്നോ, എന്ത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. നമ്മൾ എന്താണ് ബ്ലെസ്ഡ് ആയേക്കണമെന്നും ചിന്തിച്ചു നോക്കിയേ. വാട്ട് യു ആർ ബ്ലെസ്ഡ് വിത്ത്? ജീവിതത്തിൽ എന്തെല്ലാം ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന അലമാരയിൽ എന്തൊക്കെ സമ്മാനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അറ്റ് ദിസ് ടൈം ഇന്ന് അവാർഡുകൾ വാങ്ങിച്ച ഓരോ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ഗംഭീരമായൊരു കയ്യടി എന്ന് കൊടുത്ത്. നമ്മുടെ അച്ഛനോ അമ്മയോ വാപ്പയോ ഉമ്മയോ ഡാഡിയോ മമ്മിയോ നമ്മുടെ തോളി തട്ടി കലക്കിണ്ട് കേട്ടോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് ചിന്തിക്കാം. റെഡി? അറ്റ് ദിസ് പോയിന്റ് ഓഫ് എ ടൈം പെട്ടെന്ന് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താണെന്നറിയോ? തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒരു കാര്യം പറയാൻ പോവാ. ആർ യു റെഡി? മനസ്സിലായോ? അങ്ങനെ നോക്കിയിട്ടല്ല കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്നറിയോ? തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിൻ്റെ ഏറ്റവും നല്ല 2-3 ക്വാളിറ്റീസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏറ്റവും നല്ല 2-3 ക്വാളിറ്റീസ്, 2-3 നല്ല ക്വാളിറ്റീസ് വേഗം ഒന്ന് പറഞ്ഞു കൊടുത്തേ. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഏറ്റവും 2-3 നല്ല ക്വാളിറ്റീസ് വേഗം, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 2-3 നല്ല ക്വാളിറ്റീസ്. ഇതെന്ത് തൊട്ട് നോക്കണം, മേക്കപ്പ് പോയോന്ന് നോക്കണം. ഏറ്റവും നല്ല ക്വാളിറ്റീസ്, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ 2-3 നല്ല ക്വാളിറ്റീസ്. ഹലോ, ഈ ക്വാളിറ്റീസ് കേൾക്കുമ്പം നിങ്ങൾക്ക് എന്താ ഫ്രീ ആയിട്ട് കിട്ടിയേ? എന്താ കിട്ടിയേ? സല്ല് പറയണോ, സന്തോഷം കിട്ടി, ഹാപ്പിനെസ് കിട്ടി. കിട്ടിയോ? സന്തോഷം കിട്ടിയോ? നമുക്ക് ഒരാൾ സന്തോഷം തരുമ്പോൾ നമ്മൾ എന്ത് പറയണം? സന്തോഷം കിട്ടുമ്പം ഞാൻ ഒരു കാര്യം കേട്ടോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും ഒരു മിനിറ്റ്. ഇത് അവരോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് സന്തോഷം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇതിങ്ങനെ ഇരിക്കും. സന്തോഷം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ചിരിച്ചോണ്ടിരുന്നാൽ മതിയോ? താങ്ക് യു എന്ന് പറയില്ലേ? അപ്പൊ സന്തോഷം തന്ന ആൾക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞേ താങ്ക് യു. എവ്രി വൺ ടുഗെദർ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞേ താങ്ക് യു. ഒരു കയ്യടിയും കൂടി ആയിക്കോട്ടെ. ഡിയർ ഫ്രണ്ട്സ്, when you become more happy, you will become more satisfied. മഞ്ജു വാര്യർ ഏതോ സിനിമയിൽ പറഞ്ഞ മാതിരി നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുമ്പം സന്തോഷത്തിൻ്റെ കൂടെ എന്ത് കിട്ടും? ഒരു മനോസുഖം കിട്ടും. ആ മനോസുഖം കിട്ടുമ്പം അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന വേറൊരു സംഗതിയുടെ പേരാണ് സെൽഫ് എസ്റ്റീം. എന്തിൻ്റെ പേര്? ആത്മ അഭിമാനം. ഓക്കെ, ഈ ആത്മാഭിമാനം കൂടി കിട്ടുമ്പോഴാണ് CID മൂസിൽ ദിലീപ് വേറൊരു കാര്യം പറഞ്ഞു. അതെന്തായിരുന്നു? ഞാനൊരു എല്ലാ സിനിമയും കാണും അല്ലേ? ഞാനൊരു സംഭവമാണെന്നൊരു തോന്നല്. ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് റെസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ സന്തോഷം കിട്ടും, സംതൃപ്തി കിട്ടും, ആത്മാഭിമാനം കിട്ടും, സെൽഫ് റെസ്പെക്റ്റ് കിട്ടും.
ഇതെല്ലാം കൂടി കിട്ടുമ്പം ഐ എം ഗോയിങ് ടു ഗീവ് $1 million ഓപ്പർച്യൂണിറ്റി ഫോർ എവ്രി വൺ ഓവർ ഹിയർ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പോഡിയം ഈസ് റെഡി. പോഡിയം മീൻസ് പ്രസംഗപീഠം ഈസ് റെഡി. ഓക്കെ, സ്റ്റേജ് ഈസ് റെഡി, പ്രസംഗപീഠം ഈസ് റെഡി, മൈക്ക് ഈസ് റെഡി, എവറിത്തിങ് ഈസ് റെഡി. ഓക്കെ, ഇതിനെ മലയാളത്തിൽ പറയും പ്രസംഗപീഠം എന്നും ചാലക്കുടിക്കാർ പറയും വിറ താങ്ങി എന്നും പറയും. ഓക്കെ, സോ ഡിയർ ഫ്രണ്ട്സ്, ഐ എം ഗോയിങ് ടു ഗീവ് $1 million ഓപ്പർച്യൂണിറ്റി ഫോർ എവ്രി വൺ ഓവർ ഹിയർ. ചെയ്യാൻ പോണ കാര്യം ഈസ് വെരി സിമ്പിൾ. ഇവിടെ വന്നിട്ട് അടുത്ത 2 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചും ഇവിടെ വന്ന് അടുത്ത 2 മിനിറ്റ് സംസാരിക്കാം. ഇഫ് യു ആർ റെഡി, അവിടെ എണീറ്റ് നിൽക്കാം. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. വേഗം 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 ഓരോരുത്തർ. ഇഫ് യു ആർ റെഡി യു ക്യാൻ ഗെറ്റ് അപ്പ്. ഐ വിൽ കോൾ one by one. കം ഓൺ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, കം ഓൺ. ഓക്കെ, കീപ് സ്റ്റാൻഡിങ്. വേറെ വേഗം വേഗം, കീപ് സ്റ്റാൻഡിങ്. എനിവൺ എൽസ്? 1 2 then 2 പേര് റെഡി ആയിട്ടുണ്ട്. വേറെ എനിവൺ എൽസ്? 2 പേര് റെഡി ആയിട്ടുണ്ട്. സനൽ ആൻഡ് വാട്ട്സ് യുവർ നെയിം? ശിവകുമാരി, സനൽ and I forgot your name. Rani, Alfana, then ma'am your name is Mumtaz. വേറെ ആരെങ്കിലും? 5 പേര് എണീറ്റുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ 5 പേർക്ക് എന്നോടൊരു ഇഷ്ടമില്ല. മനസ്സിലായോ? റാണി മേഡം പറഞ്ഞെന്നറിയാം, ഇവരെല്ലാവരും പറഞ്ഞ കാരണം ഞാൻ എണീറ്റ് നിന്നതാണ് തോന്നുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഇരിക്കണവർക്ക് എല്ലാവർക്കും എന്നോട് പെരുത്ത് ഇഷ്ടമാണ്. പറയാണ്ട് കൈയടിച്ചതിന് നന്ദി. ഇന്ന് ആദ്യമായിട്ടാണ് പറയാണ്ട് കൈയടിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും എണീറ്റ് നിൽക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? വിശന്നിട്ട് വയ്യാന്ന് ഒരു മാഡം പറഞ്ഞു. സത്യസന്ധമായിട്ട് ഇപ്പം അതെ, ഞാൻ പെട്ടെന്ന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലേ? റഹ്മത്തല്ലേ, മറക്കൂല്ല കേട്ടോ. സാറ് പറയണത് അങ്ങനെ നിർത്തിപ്പോയാലോ, അതുകൊണ്ടാണ് ഞങ്ങൾ എണീക്കാതിരുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ നിങ്ങൾ എണീക്കാത്തതിന്? യെസ് മാഡം, ഒരു മാഡം അവിടെ നിന്ന് പറയണു എന്തോ ഒരു സാധനം കുറവുണ്ടെന്ന്. എന്താണ്? മാഡം പറഞ്ഞേ, ഉള്ള കാര്യം പറയാം. ഒരു കോൺഫി കുറവ് എവിടെയാണ്ടുണ്ട്. ഒരു പേടിയല്ല, ഓക്കെ, ഭയമല്ല, പക്ഷേ ജാഗ്രത അല്ലേ? ഒരു ജാഗ്രതയല്ലേ നമ്മൾ എണീക്കാതിരുന്നത്? ഐ മീൻ റൈറ്റ്? ഹലോ, യെസ് ഓർ നോ? മൈ ഡിയർ ഫ്രണ്ട്സ്, ആ എണീറ്റ് നിൽക്കുന്ന ഈ 5 പേർക്കും അസൂയില്ലാത്ത നല്ലൊരു കൈയടി കൊടുത്ത് താങ്ക് യു. ഇരുന്നോളൂ. ഇപ്പം ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, അയ്യോ ചുമ്മാ എണീറ്റ് നിന്നെങ്കിൽ ഒരു കയ്യടിയെങ്കിലും കിട്ടുമായിരുന്നു എന്ന്. ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കെയർ ഗീവിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വി നീഡ് ടു ഇംപ്രൂവ് അവർ കോൺഫിഡൻസ് ഓൾസോ, റൈറ്റ്? നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മുമ്പിലേക്ക് വന്ന് സംസാരിക്കാനും ഇടപഴകാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും കമ്മ്യൂണിക്കേഷനിലും നമുക്ക് കോൺഫിഡൻസ് വേണം. ആ കമ്മ്യൂണിക്കേഷനിൽ കോൺഫിഡൻസ് വരുത്താൻ വേണ്ടുന്ന ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞേ, ബിലീവ് ഇൻ യുവർ സെൽഫ്. ആ നമ്മുടെ കഴിവുകളിൽ ബിലീവ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പം നമ്മുടെ മിക്കപ്പോഴും സംഭവിക്കുന്നത് എബിലിറ്റീസിൽ നമ്മൾ പ്രൗഡാവും. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എങ്ങനെയാണെന്നറിയോ? അവർ എപ്പോഴും ഇന്നോവേഷൻ ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഡിയർ ഫ്രണ്ട്സ്, അഗെയിൻ ലെറ്റ് മീ ടെൽ യു സംതിങ്. ഇറ്റ് ഈസ് ഓൾവേസ് ഫിക്സഡ് മോഡിലുള്ള ആൾക്കാർ എബിലിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ദേ മേ ബി ഹാവിങ് സ്റ്റെബിലിറ്റി ഇൻ ദെയർ ജോബ്. പക്ഷെ ഞാൻ പറയും, നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ? ദേ ഓൾവേസ് കോൺസെൻട്രേറ്റ് ഓൺ ഇന്നോവേഷൻ ആൻഡ് ദേ ബിൽഡ്സ് പോസിബിലിറ്റി എവറി ടൈം. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എപ്പോഴും ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ, നമ്മളിവിടെ കെയറിങ്ങിൽ നിൽക്കണോ, നമ്മൾ ഗാർഡിയൻ ഏഞ്ചൽസിൽ വർക്ക് ചെയ്യണോ, ചെയ്യുന്ന ജോലിയിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പം തീർച്ചയായിട്ടും അവിടെ ഇന്നോവേഷൻസും പോസിബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്, നോയിങ് വെൻ ടു സ്വിച്ച് ബിറ്റ്വീൻ ദിസ് ഇസ് ദ റിയൽ ആർട്ട് ഓഫ് പ്രോഗ്രസ് ആൻഡ് ദ ലോങ് ടേം success. My dear friends, why the guardian angel is progressing like anything? ഇവിടെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും സ്വിച്ച് ചെയ്യാൻ ടോം സാറിന് നന്നായിട്ട് അറിയാം. Put your hands together for your managing director for that. കാരണം we have a wonderful leader over here. A good leader inspires others to have confidence. നിങ്ങൾ ഓരോരുത്തരും ഈ യൂണിഫോം ഇട്ട് ബ്ലൂ കളർ ഇട്ടിട്ട് ഇവിടെ നടക്കുമ്പം a great leader inspires them to have confidence in themselves. ഇന്ന് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം മാത്രമല്ല, ഇവിടെ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സംതിങ് ടു ആഡ് ഓവർ ഹിയർ, നിങ്ങൾ മനസ്സിൽ മറക്കാതിരിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ് ഷട്ടിൽ.
അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാ, ഏതൊരു കെയർ ഗീവിങ്ങിലും നമ്മൾ നിൽക്കുമ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ്, ഇഫ് യു വിഷ് ടു വിൻ ഇൻ എ ഷട്ടിൽ ബാഡ്മിൻ്റൺ, ഇറ്റ് ഈസ് ഓൾവേസ് വി മസ്റ്റ് സെർവ് വെൽ. ഷട്ടിൽ കളിക്കുമ്പോൾ നന്നായിട്ട് സെർവ് ചെയ്യണ്ടേ? വേണ്ടേ? നന്നായിട്ട് സെർവ് ചെയ്യണം. നന്നായിട്ട് സെർവ് ചെയ്താലാണ് നല്ല റിട്ടേൺ വരുള്ളൂ. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് റിമെമ്പർ, ദ ഗെയിം സ്റ്റാർട്ട്സ് വിത്ത് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ ഐ ലവ് യു. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ ഐ ലവ് യു. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു 3 വാക്കുണ്ട്. ഹലോ, ഇവിടെ ചില ആൾക്കാർക്ക് അടുത്തിരിക്കുന്ന ആളോട് ലവ് യു എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻ ദിസ് ഇൻഡസ്ട്രി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമുക്ക് സ്നേഹം വേണം, നമുക്ക് കെയർ വേണം, റെസ്പെക്റ്റ് വേണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രായം ചെന്ന ആൾക്കാർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികളായിക്കോട്ടെ, ഇവിടെ പറഞ്ഞ 40 വയസ്സുകാരനായിക്കോട്ടെ, ഏതൊരു വ്യക്തിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ഇഷ്ടവുമുള്ളതും ആൾക്കാർക്ക് ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഞാൻ പറയും, ദ കീ ടു ഗാർഡിയൻ ഏഞ്ചൽസ് ഈസ് ഓൾവേസ് അറ്റൻഷൻ പ്ലീസ്. ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഓരോ നിമിഷവും നിങ്ങളുടെ ശ്രദ്ധ വേണം. അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ക്യാൻ യു ബ്രേക്ക് ദ കോഡ്? ഞാൻ നിങ്ങളുടെ ചോദിക്കുക, ക്യാൻ യു ബ്രേക്ക് ദിസ് കോഡ്? കോഡ് എന്താണെന്നറിയോ? 23:15:23. Can you break this code? If 1 is A, 2 is B, 3 is C, what is 23:15:23? If 1 is A, 2 is B, 3 is C, what is 23:15:23? ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. What is 23:15:23? If 1 is A, 2 is B, 3 is C, what is 23:15:23? വേഗം. ഹലോ, what is 23:15:23? That's beautiful. Put your hands together for them. ഒരു ഗംഭീര കയ്യടി അവിടെ നിന്ന് കൊടുത്ത്. എന്താ, what's your name again once more? അൽഫാനയ്ക്ക് ഒരു ഗംഭീര കയ്യടി എന്ന് കൊടുത്ത്. And the answer is, if 1 is A, 2 is B, 3 is C, 23rd alphabet is W. And 23rd alphabet is W, and 15th alphabet is O. And the last again is 23rd, and that is W. And the word is? My dear friends, my first impression and the last impression is always a wow about guardian angels. 23:15:23. ഇന്ന് രാവിലെ 10 മണി മുതൽ 2 മണി 2:30 വരെയുള്ള ഈ സമയം ഇവിടെ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പം I just want to say 23:15:23. I just want to say wow to each and every one. ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം, എവ്രി മിനിറ്റ് എവ്രി സെക്കൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, 26 മുതൽ 26ാമത്തെ അക്ഷരം തുടങ്ങി ബാക്കിലേക്ക് എണ്ണാൻ പറയുമ്പം ദാറ്റ് ഈസ് അറ്റൻഷൻ. നമ്പർ ബാക്കിലേക്ക് എണ്ണാൻ പറയുമ്പം അത് അറ്റൻഷൻ. ഓരോ ക്ലയൻറ്റിനെയും ഓരോ പേഷ്യൻറ്റിനെയും കാണാൻ ചെല്ലുമ്പോഴും അവരെ നമ്മളുടെ പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കെയർ ചെയ്യുമ്പോഴും അവിടെ വേണ്ടുന്നതും അറ്റൻഷൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം നമ്മുടെ വീട്ടിലുള്ള ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവർക്കും വേണ്ടുന്നത് അറ്റൻഷൻ. അതിനേക്കാൾ ഏറെ വേണ്ടുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടേത് മാത്രമാണ്. ഇത് രണ്ടും അതിനും നിങ്ങൾ കൊടുക്കേണ്ടത് അറ്റൻഷനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, attention please. Signing off, dear friends, wishing you all the best. Take action, enjoy your life. Wish you all the best. Thanks to Mr. Tom for inviting me to be here with this fantastic group of guardian angel people. Are you happy? Are you happy? Still feeling hungry? Okay, all the best. Thank you. Kindly request Dr. Siju to accompany Tom sir on the stage. We have to give away a few awards. Please, sir. Now we have part 3 of rewards and recognition, and this comprises the Special Recognition Award, Excellence in Caregiving, Excellence in Skill, and Most Dependable Team Player. All of the awards below are given to people who have exhibited exemplary performances in their own areas. First, we have the Excellence in Caregiving Award, and the award goes to Sachu Satish.
Skill Award, which is also a special recognition award. And the award goes to Ramisa M. The next award category is the most dependable team player, and the award goes to Helen Joy. ഹെലൻ സ്റ്റേ ഒരു കാര്യം പറയേണ്ടതുണ്ടായിരുന്നു. ഈ ഒരു സദസ്സിൽ വെച്ച് പറയാമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. നമ്മളുടെ ഒരു ഹോസ്പെക്സ് QAI ക്വാളിറ്റി കൾച്ചർ അവാർഡ് എന്ന് പറയുന്നൊരു അവാർഡ് കിട്ടിയതായിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു നോമിനേഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് വന്നപ്പോൾ ഓൾ ഐ ഡിഡ് ഇസ് ഞാൻ ഹെലന് ഇതൊന്ന് അയച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു വേണ്ടി ചെയ്യാൻ പറഞ്ഞു. പിന്നീട് ഞാൻ ഓഫീസിലും വന്നിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞിട്ട് പോലും ഇല്ല കാര്യം എന്താ സംഭവിച്ചേക്കുന്നതെന്ന്. ഹെലനും ഐ തിങ്ക് വിനോദ് ഹെൽപ്ഡ് ഇവർ രണ്ടുപേരുമാണ് ഇതിനു വേണ്ടി അയച്ചു കൊടുക്കാനായിട്ട്. അവസാനം അത് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം സത്യം പറഞ്ഞാൽ ലേറ്റായി പോയി കഴിയുമ്പോൾ ഐ ടോൾഡർ ഓക്കെ യു സബ്മിറ്റ് ഇറ്റ്. അങ്ങനെ ഒരു നമ്മളുടെ ക്വാളിറ്റിയെ പറ്റി ഇത്രയും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ഒന്നും പറയേണ്ട കാര്യമില്ല, ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞാൽ മതി, കാര്യം ചെയ്തുകൊള്ളും. ഷീ ഈസ് പ്രൗഡ് അബൌട്ട് ഹെർ വർക്ക്. അതാണ് ഞാൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കൺഗ്രാജുലേഷൻസ് ഹെലൻ. Finally, we have the Special Recognition Award, and the award winner is Benson K. Benny. Set of awards, which is the 5-year commitment award. Guardian Angel 5-year complete ചെയ്തവർക്കാണ് ഈ award കൊടുക്കുന്നത്. And the 5-year commitment award goes to Jessie T. Cherian, Benson K. Benny. Now I request Tom sir to hand over the memento to Dr. Siju. Thank you so much, sir, for the wonderful session. We have almost reached the end of the official function. Now I invite CHRO Lakshmi ma'am for the vote of thanks. A very good afternoon, everyone. As we come to the close of this memorable annual day celebration, it is my privilege and honor to deliver the vote of thanks on behalf of Guardian Angel HomeCare. This year's theme, Hearts of Gold, reflects the compassion, dedication, and selflessness that define every member of our community. Today's event has been a beautiful reminder of the golden spirit that shines through in the service we provide
and the lives we touch. First and foremost, I would like to extend our heartfelt gratitude to our chief guest, Ms. Uma Thomas, for gracing us with her presence, and to all our special guests, Dr. Siju, for having pulled in my leg also, our clients, and our families. Thank you for your unwavering faith in our work and for standing by us in our mission. You are the reason behind everything we do. Your trust is our greatest treasure, and we remain deeply grateful for it. To all my fellow colleagues, you truly are the hearts of gold. Your patience, kindness, and dedication transform everyday moments into extraordinary acts of love and care. Today belongs to each one of us. I would also like to thank Ms. Anu George, who has been a wonderful host. You ensured that the entire event is lively, seamless, truly memorable, and all the last-minute requests that we put in, you just fit it into the whole scheme. So thank you, Anu. Huge shout out to the entire organizing committee who has been working tirelessly to put together today's celebration. Thank you. Your hard work has really paid off. With deep gratitude, we conclude our annual day celebrations, carrying forward the spirit of Heart of Gold into every tomorrow. Thank you and have a wonderful evening. Thank you. നമുക്കിനി റിമൈനിങ് ആയിട്ടുള്ളത് ഒരു ഫോട്ടോ സെഷനാണ്. അതുകൊണ്ട് എംപ്ലോയീസും അവാർഡ് വിന്നേഴ്സും പ്ലീസ് സ്റ്റേ ബാക്ക്. ആദ്യമേ അവാർഡ് വിന്നേഴ്സിൻ്റെ ഫോട്ടോ സെഷനാണ്. പ്ലീസ് കം ഫോർവേഡ്. എല്ലാവരും പെട്ടെന്ന് വരണേ, കാരണം നമുക്ക് സമയം ഇനിയും താമസിക്കുന്നതോറും ലഞ്ചിന് താമസിക്കുകയാണ്. ആരും ലഞ്ചിന് പോകാൻ ധൃതി കാണിക്കരുത്. നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഈവൻ അവാർഡ് ഫോട്ടോ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എടുക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാൻ വി ഡൂ ദാറ്റ്? പെട്ടെന്ന് ആയിക്കോട്ടെ. അവാർഡ് കിട്ടിയേക്കുന്ന എല്ലാവരും ഉടൻ തന്നെ വരൂ, ഫ്രണ്ടിൽ വന്ന് നിൽക്കൂ പ്ലീസ്. അവാർഡുമായിട്ട് വരിക, അവാർഡ് കിട്ടിയിരിക്കുന്നതാണ്.
Dr. Shobha Madam, please stay back. മാഡം സ്ഥലത്തില്ലാത്തിരുന്നതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോയ 2 അവാർഡുകളുണ്ട്. Dr. Shobha has been with us for many years now, and for her dedicated service and unwavering support to our mission of care, as a token of gratitude, we would like to present her with a memento. Tom sir, please. Also, we have a memento which is part for the panel discussion. Thank you for being a part of it, ma'am. എംപ്ലോയീസ് മുഴുവനുള്ള ഫോട്ടോ സെഷനാണ് ഇനി. ദയവായി എല്ലാവരും വേഗം മുന്നോട്ട് വരേണ്ടതാണ്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.